അടുത്തതായിട്ട് നമ്മുടെ കുടുംബസംഗമ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഹംസ അഞ്ചുമുക്ക് അവറുകളെ വളരെ ബഹുമാനത്തോടെയും വിനയപുരസരം ക്ഷണിച്ചുകൊള്ളുന്നു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനം നിറഞ്ഞ കാരണവർമാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഈ കോരാത്ത് ഫാമിലിയിലെ ഏറ്റവും ആകർഷണീയമായത് മുതിർന്ന കാരണവരെ ആദരിച്ചു എന്നുള്ളത് തന്നെയാണ്. ഞാൻ അഭിപ്രായം പറയായിരുന്നു അവിടെ ഇരുന്നിട്ട്. വളരെ നല്ലൊരു കാര്യമാണത്. ഒരു സദസ്സിൽ വെച്ച് മുതിർന്ന പൗരൻ അല്ലെങ്കിൽ മുതിർന്ന കാരണവർമാരെ പൊന്നാടയണിക്കുക എന്നൊക്കെ പറയുന്നത് ആരും മരണം വരെ അവരുടെ മനസ്സിൽ നിന്ന് അത് മാഞ്ഞു പോവില്ല. ചിലരുടെ കണ്ണുകളൊക്കെ നിറഞ്ഞത് ഞാൻ കണ്ടു. പക്ഷെ അത് ചെയ്യുന്ന ഒരു രീതി ഒരു നല്ലൊരു രീതിയിലേക്കും കൂടി കൊണ്ടുവരികയാണെങ്കിൽ നന്നായിരുന്നു എന്നൊരഭിപ്രായം പറഞ്ഞു. അവരെ ബഹുമാനിക്കുന്നത് കൃത്യമായി ഒരു ആദരവ് കിട്ടിയോ അവർക്ക് എന്നൊരു കുറവേ ഉണ്ടായിട്ടുള്ളൂ. തീർച്ചയായിട്ടും വളരെയധികം ഉപകാരപ്രദമായ ഒരു ചടങ്ങ് തന്നെയായിരുന്നു. ഇനി ഞാൻ ആമുഖത്തിലേക്കൊന്നും കടക്കുന്നില്ല. നേരം വൈകിയാണ് നമ്മുടെ പ്രോഗ്രാം ആരംഭിച്ചത്. വളരെ പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളൊക്കെ ഒന്ന് സൈലൻ്റായി മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ കുറച്ച് ചിത്രങ്ങളൊക്കെ കാണിച്ച് തന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ ഒരു ക്ലാസ് മുന്നോട്ട് പോകും. സ്ലൈഡ് വെച്ചിട്ടാണ് നമ്മുടെ ക്ലാസ്. ഇപ്പം നിങ്ങൾ സദസ്സാണ് കാണുന്നത്. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ചിത്രങ്ങളൊക്കെ അവിടെ പ്രത്യക്ഷപ്പെടും. അതുപയോഗിച്ചാണ് നമ്മുടെ ക്ലാസ്. കാരണം ഒരു പ്രഭാഷണം കേട്ടാൽ വീട്ടിലെത്തുമ്പോഴേക്കിന് അതിൽ 10-ൽ 8 മറക്കും, 100-ൽ 80 മറക്കും. വീട്ടിൽ ചെന്ന് ചോദിച്ചാൽ മതി. ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മയോട് ഉപ്പയോട് മക്കൾ അല്ലെങ്കിൽ മക്കളോട് ഉമ്മയും ഉപ്പയും ചോദിച്ചാൽ മതി, എന്താ മക്കളെ പഠിച്ചത്? ഒന്നും പറയാൻ കിട്ടില്ല. എന്താ കാരണം? 100 കാര്യം കേട്ടാൽ 80 മറക്കും. മനുഷ്യൻ അങ്ങനെയാണ്. പക്ഷെ ഒരു കാര്യം കണ്ടാൽ 100-ൽ 80 ഓർക്കും, 20 മറക്കും. രക്ഷിതാക്കളുടെ ജീവിതം കണ്ടുപഠിച്ചാൽ കുട്ടികൾ അത് ജീവിതത്തിൽ ഓർക്കും, അത് പ്രാവർത്തികമാക്കും. അവരോട് പറഞ്ഞു കൊടുത്താൽ മറക്കും, അവർ കേൾക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വിഷ്വൽ പ്രാക്ടിക്കൽ ഒരു ചിത്രം വെച്ചുകൊണ്ട് ഒരു ക്ലാസ്. അത് നിങ്ങളുടെ മനസ്സിലുണ്ടാകും, ജീവിതത്തിൽ ഉപകരിക്കാൻ കിട്ടും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ആ ചിത്രം പാഠപുസ്തകങ്ങളൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെ തറ പറ എന്ന് പഠിക്കുമ്പോൾ അതിൽ തറയും പറയും വരും അല്ലേ, ചിത്രം വരും. എന്തിനാണ് ആ ചിത്രം? മറക്കാതിരിക്കാൻ. അതുകൊണ്ട് കുറേ ചിത്രങ്ങൾ വെച്ചാണ് ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ചർച്ച ചെയ്യുന്നത്. ഇത് കുടുംബ സദസ്സാണ്. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുള്ളവരും ബ്ലഡ് റിലേഷനും കല്യാണ ബന്ധങ്ങളുള്ളവരും ഉണ്ട് എന്ന് പറഞ്ഞു. ഈ ഒരു കുടുംബ സദസ്സിനോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ കുറ്റപ്പെടുത്തും. അത് നിങ്ങളല്ല. ആരാണ് ആ കുറ്റം ചെയ്തത്? അവരാണ്. ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. എന്താ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ പറയുന്നു എന്ന് നിങ്ങളൊരു പക്ഷേ ചിന്തിച്ചേക്കാം. അത് നിങ്ങളോടല്ല. ആരോടാണോ അർഹതപ്പെട്ടവരോടാണ് ആ പറയുന്നത്. ഒരു പക്ഷേ നിങ്ങൾ അതിൽ പെട്ടവരായിരിക്കാൻ സാധ്യതയില്ല. ഈ പ്രോഗ്രാമിന് ഞാൻ ചുമ്മാ ഒരു പേര് കൊടുത്തതാണ് പോസിറ്റീവ് പാരൻറ്റിങ് എന്ന്. നല്ല രക്ഷാകർത്തം. കുടുംബങ്ങളെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ രക്ഷിതാക്കൾ എന്തൊക്കെ ചെയ്യണം, മക്കൾ എന്തൊക്കെ പാലിക്കണം എന്ന് തന്നെയാണ് ഇവിടുത്തെ ചർച്ച. അതിനുവേണ്ടി ഒരുപാട് ഖുർആനും ഹദീസും ഓതിക്കൊണ്ടല്ല ഇവിടുത്തെ ക്ലാസ്. പകരം ഇന്നത്തെ സാഹചര്യത്തിൻ്റെ തെളിവുകൾ അനുസരിച്ച് നിങ്ങളും ഞാനും കേട്ടും പഠിച്ച പശ്ചാത്തലം ഉപയോഗിച്ച് കുറേ തെളിവുകളുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരുപാട് ഖുർആനും ഹദീസും ദീനൊക്കെ പഠിച്ചവരാണ് ഇതിൻ്റെ മുമ്പിലിരിക്കുന്നവർ. എന്നിട്ടും എന്തേ നമ്മളൊക്കെ ഇങ്ങനെ? അപ്പം പുതിയ ഈ ലോകത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുനിയാവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് നമുക്ക് ആഖിറം വെളിച്ചമാക്കാൻ പറ്റുമോ നോക്കാം. ഒരൊറ്റ ചോദ്യമാണിത്. നമ്മുടെ മക്കളൊക്കെ നമ്മിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുകയാണ്. കുടുംബ സദസ്സുകൾ ഒരുപാട് വളരുന്നുണ്ടെങ്കിലും അടുക്കളയിലെ ചുമരിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു റൂമിൽ കിടക്കുന്ന മക്കളെപ്പോലും രക്ഷിതാക്കൾക്ക് മനസ്സിലാവാത്ത അവസ്ഥ. സ്വന്തം മക്കളെ മുഖത്ത് നോക്കാത്ത രക്ഷിതാക്കൾ, സ്വന്തം മക്കളെ മുഖത്ത് നോക്കാത്ത രക്ഷിതാക്കളും തിരിച്ചും രക്ഷിതാക്കളെ മുഖത്ത് നോക്കാത്ത മക്കളും. എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ അകലുന്നു എന്നതിനെക്കുറിച്ചാണ് ഇവിടുത്തെ ചർച്ച. മക്കളൊക്കെ നമ്മളിൽ നിന്നും ഒരുപാട് അകന്നുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൻ്റെ ഉള്ളിലാണെങ്കിലും അവരുടെ മനസ്സൊരുപാട് ദൂരെയാണ്. കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും യുഗമൊക്കെ ഇത്രയും പ്രാപിച്ച് വളർന്ന് വലുതായിട്ട് പോലും മക്കളുടെ മനസ്സ് രക്ഷിതാക്കളോടൊപ്പമല്ല, രക്ഷിതാക്കളുടെ മനസ്സ് മക്കളോടൊപ്പമല്ല. ഇങ്ങനെ പറയാൻ കാരണം, ഈ കഴിഞ്ഞ മാസം സ്കൂളിൽ 7ാം ക്ലാസ് ഒരു വിദ്യാർത്ഥിയോട്, 40ഓളം വിദ്യാർത്ഥികളുള്ള ഒരു പെൺകുട്ടിയോട് അധ്യാപകൻ ചോദിച്ചു, ഇന്ന് നിൻ്റെ ഉമ്മയിട്ട ഡ്രസ്സിൻ്റെ നിറം എന്താ മോളെ? വെറുതെ ചോദിച്ചതാ. ഇന്ന് നിൻ്റെ ഉമ്മയിട്ട ഡ്രസ്സിൻ്റെ നിറം എന്താ മോളെ? ആ കുട്ടിക്ക് മറുപടി കിട്ടിയില്ല. 9 കുട്ടികൾ കഴിഞ്ഞ് 10ാമത്തെ കുട്ടിയാണ് പറഞ്ഞത് ഒരു നീല ചുരിദാറായിരുന്നു എന്ന് പറഞ്ഞത്. 10ാമത്തെ കുട്ടിയാ. 9 കുട്ടിക്ക് എന്തേ സ്വന്തം ഉമ്മയുടെ
ഷർട്ടിൻ്റെ, ഡ്രസ്സിൻ്റെ, മാക്സിയുടെ, ചുരിദാറിൻ്റെ, സാരിയുടെ, നൈറ്റിയുടെ നിറമെന്തേ കാണാതെ പോയത്? കാരണം മക്കളും ഉമ്മയും പരസ്പരം കാണാറില്ല, മനസ്സ് തുറന്ന് കാണാറില്ല, മനസ്സ് തുറന്ന് നോക്കാറില്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ മക്കളും ഉമ്മയും ഉപ്പയും ഇങ്ങനെ അകന്നു പോകുന്നത്? എന്തുകൊണ്ടാണ്? മനസ്സിൽ സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, എന്തോ സംഭവിച്ചു പോയി. അതെന്തുകൊണ്ടാണെന്നും എങ്ങനെ പരിഹരിക്കാമെന്നും അതിൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുമാണ് 3 വിഷയങ്ങളാണ് സംസാരിക്കുക. 1, എന്താണ് ഇന്നത്തെ പ്രശ്നം? 2, എന്തുകൊണ്ടാണ് ആ പ്രശ്നം? 3, എങ്ങനെയാണ് പ്രശ്നം പരിഹരിക്കുക? ഈ 3 വിഷയത്തെ പറ്റിയാണ് ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ തീർക്കാവുന്ന രീതിക്കാണ് മുന്നോട്ട് പോകുന്നത്. അതിലിടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും സംഘാടകർ 5 മിനിറ്റ് മുന്നേ ഒന്ന് എഴുതി തന്നാൽ മതി, സമയം കഴിഞ്ഞു, അവിടെ നിർത്തും. കാരണം ഞാൻ ഈ വിഷയം മുറിച്ച് നിർത്താറില്ല. എന്ന് വെച്ചാൽ ചവിട്ടിക്കൂട്ടി ആകെ ഷോർട്ടാവിട്ടി വളരെ ഫാസ്റ്റാക്കി കൊണ്ടുപോയാൽ ഒന്നും മനസ്സിലാവില്ല. ഇത്രയും നമ്മൾ മനസ്സിലാക്കിയത് വേസ്റ്റായി പോവും. അതുകൊണ്ട് എവിടെയാണോ നിർത്തേണ്ടത് അവിടെ നിർത്തും. അത്രയും മനസ്സിലായി. ബാക്കി ഇൻഷാ അല്ലാഹ് മറ്റൊരു വേദിയിൽ നമുക്ക് സംസാരിക്കാം. നമ്മുടെ മക്കളൊക്കെ നമ്മിൽ നിന്നും അകന്നു പോകുന്നു. അതിനെക്കുറിച്ചൊരു പഠനം നടത്തി. ആ പഠന റിപ്പോർട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. 2014, 2 കൊല്ലം മുമ്പ് പെൺകുട്ടികളെക്കുറിച്ചൊരു പഠനം നമ്മുടെ കേരളത്തിലെ നമ്മുടെ വീടുകളിലെ ഗ്രാമാന്തരങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ആ പെൺകുട്ടികളുടെ ഉപ്പമാരുടെ അടുത്തൊക്കെ പോയിക്കൊണ്ടൊരു പഠനം നടത്തി. പത്രത്താളിൽ നിന്നും പോലീസ് സ്റ്റേഷനിൽ നിന്നും കിട്ടിയ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ 18 വയസ്സിന് താഴെയുള്ള നാളെ ഉമ്മയാകേണ്ടവൾ, അമ്മയാകേണ്ടവൾ മാതാപിതാക്കളുടെ കയ്യിൽ നിന്നും അകന്നു പോയി, അഥവാ അവൾ ഒളിച്ചോടി, അല്ല അവളെ തട്ടിക്കൊണ്ടുപോയി എന്ന പത്രവാർത്തകളാണ് നമ്മുടെ മുന്നിൽ വന്നത്. നിങ്ങളും ഞാനും വായിച്ചു വളർന്നത്. 5 വയസ്സിൻ്റെയും 18 വയസ്സിൻ്റെയും ഇടയിലെ കുഞ്ഞുങ്ങൾക്കാണ് ഇവിടെ കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും ചെറു പ്രായത്തിൽ ഈ കുഞ്ഞുങ്ങളെ എന്തുകൊണ്ടാണ് തട്ടിക്കൊണ്ടുപോയത്? അതിൽ മാതാപിതാക്കൾക്ക് വല്ല പങ്കുമുണ്ടോ? ആ കുട്ടികൾക്ക് വല്ല പങ്കുമുണ്ടോ എന്നാണ് ഞങ്ങൾ അന്വേഷിച്ചത്. മനസ്സിലായി പത്രത്തിൽ വന്നത് തെറ്റാണെന്നും അത് മനഃപൂർവ്വം തെറ്റ് പത്രത്തിൽ കൊടുത്തതാണെന്നും രക്ഷിതാക്കൾ മനഃപൂർവ്വം എഴുതി പിടിപ്പിച്ചതാണെന്നും മനസ്സിലായി. കാരണം ഒരു കുട്ടിയെയും തട്ടിക്കൊണ്ടുപോയിട്ടില്ല, ഒരു പെൺകുട്ടിയെയും ഈ അടുത്ത കാലത്തൊന്നും തട്ടിക്കൊണ്ടുപോയിട്ടില്ല. തട്ടിക്കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞാൽ എന്താ? ചാക്കിൽ കെട്ടി കണ്ണും കയ്യും കൂട്ടിക്കെട്ടി ഒരു കൊട്ടവണ്ടിയിൽ കെട്ടി കൊണ്ടുപോകുന്നതിനാ തട്ടിക്കൊണ്ടുപോകുക എന്ന് പറയാം. അത് ആ പെൺകുട്ടികൾ ഉത്തരവാദിയല്ല, നിരപരാധികളാണ്. പിന്നെ എന്താ സംഭവിച്ചത്? ആ ചിത്രം ഞാൻ മാറ്റി. 664 പെൺകുട്ടികൾ ഒളിച്ചോടി, സ്വന്തം മാതാപിതാക്കളെ ഇട്ടേച്ച് പോയി. എന്തുകൊണ്ട് ഒളിച്ചോടി? കാരണം പത്രത്തിൽ വന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളും ഞാനും പത്രത്തിൽ എഴുതി പിടിപ്പിച്ചു. എന്ത്? എൻ്റെ പ്രിയപ്പെട്ട മകൾ ഒരു കാമുകൻ്റെ കൂടെ ഒളിച്ചോടി എന്ന് എഴുതുന്നത് നിങ്ങൾക്കും എനിക്കും ഇഷ്ടമല്ല. ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? അവൾ എന്ത് തെമ്മാടിയാണെങ്കിലും വേഴ്ചയാണെങ്കിലും ആ കാമുകി അല്ലെങ്കിൽ എൻ്റെ മകൾ ഒരു കാമുകൻ്റെ കൂടെ ഒളിച്ചോടി എന്ന് എഴുതി പിടിപ്പിക്കുന്നത് ഒരിക്കലും നിങ്ങൾക്കും എനിക്കും ഇഷ്ടമല്ല. അത് മാനക്കേടാ. അതുകൊണ്ട് എഴുതി പിടിപ്പിച്ചു. ഏതോ ഒരു തെമ്മാടി എൻ്റെ പൊന്നുമോൾ അടിച്ചു മാറ്റി കൊണ്ടുപോയി. അതൊരു വല്ലാത്ത മാനത്തോടെ, വല്ലാത്ത ഒരു ആവേശത്തോടെ പത്രത്തിൽ എഴുതി പിടിപ്പിച്ചു. അങ്ങനെയാണ് നമ്മൾ പത്രം വായിച്ചത്. പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി എന്ന്. ഒരിക്കലും തട്ടിക്കൊണ്ടുപോയിട്ടില്ല. ഈ പെൺകുട്ടികളുടെ അടുത്തേക്ക് ഞങ്ങൾ ഒരു പറ്റം ചെന്നു. 50ഓളം ആളുകളുടെ ഒരു കൂട്ടം ചെന്നു. അതിൽ ഒരു എളിയ പ്രവർത്തകനാണ് ഞാൻ. എന്താ പൊന്നുമക്കളെ നിങ്ങളെയൊക്കെ ഇങ്ങനെ തട്ടിക്കൊണ്ടു പോകാനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടികൾ പറഞ്ഞ മറുപടി, ഞങ്ങളെ ആരും തട്ടിക്കൊണ്ടുപോയതല്ല, ഞങ്ങൾ സ്വമേധ ഒളിച്ചോടിയതാ. അത് ചതിയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഞങ്ങൾക്ക് പ്രേമിക്കാനുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും ഞങ്ങളുടെ രക്ഷിതാക്കൾ വീട്ടിൽ ഒരുക്കി തന്നു. ശ്രദ്ധിക്കണം നിങ്ങളെ വാക്ക്, ആ പെൺകുട്ടികളുടെ വാക്ക്. ഒളിച്ചോടാനും കാമുകനുമായി സല്ലപിക്കാനും പ്രേമിക്കാനുമുള്ള എല്ലാ സൗകര്യങ്ങളും രക്ഷിതാക്കൾ വീട്ടിൽ ഞങ്ങൾക്ക് ഒരുക്കി തന്നു. തോണ്ടിക്കളിക്കാനുള്ള മൾട്ടിമീഡിയ ഫോണിലൂടെയാണ് ഞങ്ങൾ കാമുകനുമായി സല്ലപിച്ചതും ഒളിച്ചോടിപ്പോയതും. പഠിക്കുകയാണെന്ന പേരിൽ കഥകിലും കുറ്റിയിട്ടുകൊണ്ട് അകത്തിരുന്നു ഞങ്ങൾ പഠിക്കുകയായിരുന്നില്ല. എനിക്ക് കിട്ടിയ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻ്റർനെറ്റും ഉപയോഗിച്ച് കാമുകനുമായി ഞങ്ങൾ പ്രേമത്തിലായിരുന്നു. ഉമ്മയുടെ കൂടെ കല്യാണത്തിന് പോകുന്നത് ഞങ്ങൾക്കിഷ്ടമല്ല, ഉപ്പയുടെ കൈ പിടിക്കുന്നത് ഞങ്ങൾക്കിഷ്ടമില്ല, അവരുടെ മുഖത്ത് നോക്കുന്നത് പോലും ഞങ്ങൾക്ക് അറപ്പാണ്, വെറുപ്പാണ്. ഞങ്ങൾ വീട്ടിൽ അങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കും. അവർ തനിച്ചാ പുറത്തേക്ക് പോകുന്നത്, ഞങ്ങൾ തനിച്ച് വീട്ടിലും ഞങ്ങൾക്ക് നല്ല സുഖമായി സൗകര്യമായി പ്രേമിക്കാൻ. ഇങ്ങനെയാണ് ഞങ്ങൾ പ്രേമിച്ചത്. പകുതിയോളം കുട്ടികളുടെ സമനില തെറ്റിക്കണ്ടപ്പോൾ ചോദിച്ചു, എന്താണ് ഇവർ ഭ്രാന്തികളാണോ എന്ന ചോദ്യത്തിന് ആ പ്രിയപ്പെട്ട പെൺമക്കളാണ് മറുപടി പറഞ്ഞത്. പുറത്തേക്ക് ഇറങ്ങാതെ കതക് കുറ്റിയിട്ടുകൊണ്ട് മുടിയൊക്കെ മുന്നോട്ടും ചക കുത്തിക്കൊണ്ട് കിടക്കുന്നത് ഇരിക്കുന്നതും കണ്ടപ്പോൾ ഈ കുട്ടികൾക്ക് എന്തേ ഭ്രാന്ത് പിടിച്ചെന്ന് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടികൾ പറഞ്ഞ മറുപടിയാണ് ഞങ്ങളെ ഞെട്ടിച്ചത്.
പ്രിയപ്പെട്ടവരെ, അവർ പറഞ്ഞ മറുപടിയാണ്, ഞങ്ങൾ ഒളിച്ചോടുന്ന സമയത്ത് ഞങ്ങളുടെ കാമുകന്മാരെടുത്ത നഗ്ന ചിത്രങ്ങൾക്ക് ഇതാ ഇപ്പോൾ ഞങ്ങളുടെ വാട്സപ്പിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. എൻ്റെ കൈകളിലേക്ക് എത്രയും പെട്ടെന്ന് നീ തിരിച്ചു വരണം, ഇല്ലെങ്കിൽ നമ്മളെടുത്ത നഗ്ന ചിത്രങ്ങൾ ഇൻ്റർനെറ്റിലിട്ട് നിന്നെയും നിൻ്റെ കുടുംബത്തെയും ഞാൻ നാറ്റിക്കും. അത് വേണ്ടമെങ്കിൽ എത്രയും പെട്ടെന്ന് നീ എൻ്റെ കയ്യിലേക്ക് തന്നെ തിരിച്ചു വരണം എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ട മക്കൾക്ക് കൊടുത്ത വാട്സപ്പ് മെസ്സേജ് ഞങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ട് ആ കുട്ടികൾ പൊട്ടിക്കരഞ്ഞു. പുറത്തേക്ക് ഇറങ്ങിയാൽ കയ്യും കാലും തല്ലിയൊടിക്കുമെന്ന് രക്ഷിതാക്കൾ അതല്പം വൈകിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. നോക്കണം നിങ്ങൾ, പകുതിയോളം പേര് സമനില തെറ്റി, പകുതിയോളം കുട്ടികൾക്ക് ഇനി നാളെ ഒരു വിവാഹ ചടങ്ങിലേക്ക് അവരെ ചിന്തിക്കാൻ കഴിയുമോ? നട്ടലിലുള്ള ഏതെങ്കിലും ഒരു ആൺകുട്ടി അവളെ കെട്ടാൻ തയ്യാറാകുമോ? ഇതൊന്നും ചിന്തിക്കാതെ ഇറങ്ങി പുറപ്പെട്ട കാമുകൻ്റെ അടുത്തേക്ക് ഓടിയ പെൺകുട്ടികൾ ഇതാ പൊട്ടിക്കരയാൻ തുടങ്ങി. ഇനി ഭാവിയിൽ എന്ത് സംഭവിക്കും? 5-10 കൊല്ലത്തിനുള്ളിൽ അവർക്കൊരു വരനെ കണ്ടെത്തും. ആരെ കണ്ടെത്തും? കള്ളുകുടിയനായ തമ്മാടിയായ ഒരു പുതിയാപ്പിളയെ, അല്ലേ, ഒരു വരനെ, ഒരു ഭർത്താവിനെ കണ്ടെത്തും. അങ്ങനെ അവൻ്റെ കൂടെ ഒരു പക്ഷേ ജീവിച്ചേക്കാം, ചിലപ്പോൾ പലതും മറ്റും സംഭവിച്ചേക്കാം. ഇതല്ലേ ഇന്ന് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പച്ചയായ സത്യം. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ഇതിൽ മാതാപിതാക്കളുടെ പങ്കെന്ത്? ഒരു പങ്ക് ഞാൻ പറഞ്ഞു. പ്രായപൂർത്തി എത്തിയതായ കുഞ്ഞുങ്ങൾക്ക് മൾട്ടിമീഡിയ പോലുള്ള ഫോൺ സ്വന്തമായി കയ്യിൽ കൊടുക്കുമ്പോൾ ഒരിക്കലും ശ്രദ്ധിക്കുന്നില്ല എൻ്റെ കുഞ്ഞൊരു കാമുകനുമായി പ്രേമത്തിലാണെന്നോ അവൾക്കൊരു ലൈനുണ്ട് എന്നോ ഒരിക്കലും രക്ഷിതാക്കൾ പോലും ചിന്തിക്കുന്നില്ല. അവൾ മിടുക്കിയാണ്, അവൾ മിടുക്കനാണെന്നും പറഞ്ഞുകൊണ്ട് എല്ലാ സപ്പോർട്ടും ചെയ്തുകൊണ്ട് വീട്ടിൽ ഇരുത്തിയിരിക്കുകയാണ്. ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ തൽക്കാലം കടക്കുന്നില്ല. തെമ്മാടിയായ ഒരു ഭർത്താവിനെ കിട്ടി, അവരുമായി മുന്നോട്ട് പോയി. ഇനി എന്ത് സംഭവിക്കും നമുക്ക് നോക്കാൻ. ഈ പറഞ്ഞതുമായുള്ള തെളിവുകളും നമുക്കൊരൽപ്പം നോക്കാം. നോക്കൂ നിങ്ങൾ, ഭാരതത്തിൽ 70,000 കുട്ടികളാണ് ഇതുപോലെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ 120 കോടിയോളം വരുന്ന ജനത്തിൽ 3/4 കോടിയോളം വരുന്ന 70ഓളം ലക്ഷം കുട്ടികളാണ്. അത് പ്രായപൂർത്തിയായതും ആവാത്തതും അതിനകത്തുണ്ട്. ചെറിയ മക്കൾ വരെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒളിച്ചോടവും തട്ടിക്കൊണ്ടുപോക്കും കാമുകനുമായി സല്ലപിച്ചും വീടുള്ളതും ഇല്ലാത്തതും വിവരവും വിദ്യാഭ്യാസമുള്ളതും ഇല്ലാത്തതുമായ നല്ല കുടുംബത്തിൽ പകർന്നവരും ഇതിനകത്തുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയധികം പീഡിപ്പിക്കപ്പെടുന്നത്? ഇത്രയധികം കുട്ടികൾ ഒളിച്ചോടുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഈ കുടുംബത്തിൽ ഇതുപോലത്തെ ഒരു വാർത്ത നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മയൊക്കെയുള്ളൊരവസ്ഥ? മറ്റു കുടുംബങ്ങൾ എന്തായിരിക്കും വിചാരിക്കുക? നോക്ക്, ഇത് ഇന്ത്യയിൽ 12,000-ഓളം ആളുകളെയാണ് ഇതുപോലെ, കേരളത്തിൽ 12,000-ഓളം കുട്ടികളെയാണ് ഇതുപോലെ കാണാനില്ലാതാകുന്നത്. അതിൽ 2,000 കുട്ടികൾ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. അതിൽ 100 കുട്ടികളോളം മരണപ്പെട്ടു പോയി. ഇനി ബാക്കിയുള്ളതൊന്നും ഇപ്പോൾ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതിൽ 924 കുഞ്ഞു മക്കളെ പീഡിപ്പിക്കപ്പെട്ടു. 11-നും 15-നും ഇടയിൽ പ്രായമുള്ള ചെറിയ മക്കളെ മൃഗീയമായി പീഡിപ്പിക്കാനുള്ള കാരണം എന്താ? അതിൽ ആ കുട്ടികൾക്ക് എന്താ പങ്ക്? രക്ഷിതാക്കൾക്ക് എന്താണ് പങ്ക്? സ്കൂളിലേക്കും മദ്രസയിലേക്കും പോകുന്ന കുട്ടികളെ മൃഗീയമായി പീഡിപ്പിച്ചു എന്നും അവരെ ഉപദ്രവിച്ചു എന്നും പത്രവാർത്തയിൽ വായിക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നില്ല, ഇത് നാളെ എൻ്റെ കുടുംബത്തിലേക്കും ഇതുപോലൊരവസ്ഥ ഉണ്ടാകുമോ എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. ഇത്രയും ചെറു പ്രായത്തിലെ കുഞ്ഞു മക്കളെ ഇങ്ങനെ ഉപദ്രവിക്കാൻ കാരണമെന്താ? ഞങ്ങളുടെ ഒരു പറ്റം ആളുകൾ അന്വേഷിച്ചതാണ്. വായിച്ചതാണ് ആ പത്രവാർത്തകൾ, അതിൽ നിന്ന് കിട്ടിയതാണ് ഈ വാർത്ത. ഇതൊന്നും ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. ഓരോ പേജിലും 15-ഉം 20-ഉം നിങ്ങളൊക്കെ വായിച്ചു മറന്നതാണിത്. നോക്കുക, സോഷ്യൽ മീഡിയയിൽ കണ്ട ഇന്നത്തെ യുവാക്കൾ 4,40,000 യുവാക്കളാണ് ഓരോ വർഷവും ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോക ജനസംഖ്യയിൽ 30% യുവാക്കളും ഇതിന് അഡിക്റ്റഡാണ്. ഇന്നത്തെ മുഴുവൻ യുവാക്കളിൽ 30%-വും ഇന്നത്തെ സോഷ്യൽ മീഡിയ, ഇൻ്റർനെറ്റ് പോലുള്ള കാര്യങ്ങളിൽ അഡിക്റ്റഡാണ്, ഭ്രാന്തിയാണ്. അതിൽ 4,40,000 കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. ഭാരതത്തിൻ്റെ കണക്ക് നേരത്തെ പഴയ പേജിലേക്ക് തിരിച്ചെത്തി. 664 കുട്ടികളിൽ 603 പേരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാതാപിതാക്കൾ പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിന് അടിസ്ഥാനത്തിൽ അവർ ആ കേസ് അന്വേഷിച്ചു, തിരിച്ചേൽപ്പിച്ചു കഴിഞ്ഞു പ്രിയപ്പെട്ട രക്ഷിതാക്കളെ കയ്യിലേക്ക്. ഒരു നല്ല കണക്കാ. ചുണച്ചുകുട്ടന്മാരായ സൈബർ ഉദ്യോഗസ്ഥരും പോലീസുകാരുമാണ് ഇന്ന്. അതുകൊണ്ട് അവരത് അന്വേഷിച്ചു കണ്ടെത്തി. 61 പേരുടെ കുറവതിനകത്തുണ്ട്. ഞങ്ങൾ അന്വേഷിച്ചു വീണ്ടും ഈ 61 കുട്ടികൾ എവിടെ പോയി എന്ന്. അതിൽ നിന്നും കിട്ടിയ മറുപടി ഇതാ. രക്ഷിതാക്കൾ പറഞ്ഞു, ഉമ്മയും വാപ്പയും പറഞ്ഞു, എൻ്റെ പൊന്നുമോൾ മരണപ്പെട്ടു പോയി എന്ന്. എന്നാൽ യഥാർത്ഥ അതിൻ്റെ FIR-ലേക്ക്, പോലീസ് സ്റ്റേഷൻ്റെ കണക്കിലേക്ക് പോയി നോക്കിയപ്പോൾ അവരാരും മരണപ്പെട്ടു പോയിട്ടില്ല. പകരം എന്താ സംഭവിച്ചത് അറിഞ്ഞു? ബൊംബായിലെ ചുവന്ന തെരുവിൽ തൻ്റെ ഇറച്ചി കച്ചവടമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന വാർത്ത കേട്ടപ്പോൾ ഉമ്മ പറയാ അയൽവാസികളോട്, സ്വന്തം കുടുംബത്തോട് പറഞ്ഞു, എൻ്റെ മകൾ മരിച്ചു പോയി എന്ന്. അതങ്ങനെ പറയേണ്ടി വന്നു. ജീവിച്ചിരിക്കുന്ന മക്കൾ മരണപ്പെട്ടു പോയി എന്ന് പറയേണ്ട ഒരവസ്ഥ ഇന്ന് രക്ഷിതാക്കൾക്ക് വന്നത് എന്തുകൊണ്ടാണ്? അതിൽ പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഇതൊരു 1 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് തീരുന്നതല്ല. പക്ഷേ ഇവിടുത്തെ സമയം അതിനെ അനുവദിക്കുന്നില്ല. ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ഇവിടെ നടക്കേണ്ടതുള്ളത് കൊണ്ട് വളരെ ഷോർട്ടായി വളരെ കുറച്ച് ഭാഗം മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്.
അതേ കാലയളവിൽ 2868 വീട്ടമ്മമാരും ഒളിച്ചോടി. പ്രിയപ്പെട്ട പെൺകുട്ടികളെ മാത്രം കുറ്റപ്പെടുത്തണ്ട. 664 കുട്ടികൾ ഒളിച്ചോടിയപ്പം പകുതിയോളം സമനില തെറ്റി ബാക്കി പകുതി കുട്ടികളെ കല്യാണം കഴിപ്പിച്ചയക്കും. 5ഉം 10ഉം കൊല്ലം ഭർത്താവിൻ്റെ കൂടെ ചെലവഴിച്ചാൽ ആ കുഞ്ഞുങ്ങൾ പിന്നെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വീണ്ടും തൻ്റെ കാമുകനുമായി ഒളിച്ചോടാനുള്ള ഒരു വെമ്പലാണ് ആ കുഞ്ഞുമക്കൾക്ക് അല്ലെങ്കിൽ ആ മാതാക്കൾക്കുള്ളത്. ഇവിടെ മാതാക്കളെന്ന് വീട്ടമ്മമാരെന്ന് പറയുന്നത് കുട്ടികൾ ഉണ്ടാവണമെന്നില്ല. വീട്ടിൽ കല്യാണം കഴിച്ച് വിട്ടാൽ വീട്ടമ്മ എന്ന് പറയും. ഈ 2868 വീട്ടമ്മമാർ എന്തുകൊണ്ടാണ് ഒളിച്ചോടിയത്? തൻ്റെ കാമുകനെ അന്വേഷിച്ച് പോയത്. നോക്കണം നിങ്ങൾ, ഇത്രയും പേര് ഒളിച്ചോടിയപ്പോൾ ഒരു ഭർത്താവ് പോലും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തില്ല അത്രേ. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ എനിക്ക് തിരിച്ചു കൊണ്ടുവരണം, എൻ്റെ കൺമണിയാണ് അവൾ, എൻ്റെ കരളാണ്, കഷ്ടമാണ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഭർത്താവ് പോലും പോലീസ് സ്റ്റേഷനിൽ പോയി പൊട്ടിക്കരഞ്ഞില്ല. പക്ഷേ ആ പെൺകുട്ടിയുടെ ആ വീട്ടമ്മയുടെ ഉമ്മ, അവർ വല്യമെന്ന് ജീവിച്ചിരിപ്പുള്ള പകുതിയോളം ഉമ്മമാരുണ്ടായിരുന്നു. അവർ പോയി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ ഗർഭത്തിൽ പറന്ന, എൻ്റെ വയറ്റിൽ പറന്ന കുട്ടിയാ, അവൾ എത്ര വേശിയാണെങ്കിലും അവൾ എത്ര തമ്മാടിയാണെങ്കിലും എൻ്റെ പെൺമക്കളാ, എൻ്റെ പൊന്നുമോളാണ്, അവളിലേക്ക് തിരിച്ചു കിട്ടണമെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ മാതാവ് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തപ്പോൾ പകുതിയോളം വീട്ടമ്മമാരെ അവർ തിരിച്ചേൽപ്പിച്ചു കഴിഞ്ഞു. അതും ഒരു നല്ല കണക്കായി. എന്തിനു വേണ്ടി തിരിച്ചേൽപ്പിച്ചു എനിക്കറിഞ്ഞുകൂടാ. ഇന്ന് നാടിൻ്റെ ഒരു പച്ചയായ സത്യമായി പറയുന്നത് 2014 എന്ന് പറയുന്നത് 2 കൊല്ലം മുമ്പേ നടന്ന കണക്കുകളാണ് ഇപ്പം നിങ്ങൾ കേട്ടത്. ഈ 2016 കണക്ക് 2017 നമുക്ക് കിട്ടും. അതിൽ ഈ കുടുംബത്തിലെ ഒരു മെമ്പറും ഉണ്ടാകരുതേ, അതിനുവേണ്ടിയാണ് ഈ കുടുംബ സംഗമത്തിൽ ഈ എളിയവൻ വന്ന് ഈ കാര്യം നിങ്ങൾ ഉണർത്തുന്നത്. വന്നു പോയതിന് ശേഷം പറഞ്ഞിട്ട് കാര്യമില്ല. വരുന്നതിന് മുൻപ് തന്നെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഇത്രയും കുഞ്ഞുങ്ങളെ ഇങ്ങനെയൊക്കെ പീഡിപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ്? പ്രിയപ്പെട്ട ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രായം ചെന്ന അല്ലെങ്കിൽ പ്രായപൂർത്തിയായ പേരക്കുട്ടികളും കുട്ടികളും നിങ്ങളുടെ കൈകളിലുണ്ട്. അവരും ഇടയ്ക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്ന്. എന്തുകൊണ്ടാണ് ഇത്രയധികം കുഞ്ഞു മക്കളെ ഇങ്ങനെ മൃഗീയമായി ഉപദ്രവിക്കുന്നത്, പീഡിപ്പിക്കുന്നത്? എന്താണെന്ന് ഞങ്ങളുടെ ഒരു പറ്റം അന്വേഷിച്ചപ്പോൾ അതിനും കണ്ടെത്തി. ഇന്നത്തെ യുവാക്കൾക്കും രക്ഷിതാക്കൾക്കും ഒരു പ്രത്യേക ലഹരി ബാധിച്ചു കഴിഞ്ഞു. ഒരു പ്രത്യേക ലഹരി, അഡിക്ഷൻ എന്ന് പറയും. അത് മദ്യപിച്ചാൽ കിട്ടുന്നതല്ല. കള്ളും കഞ്ചാവും മറ്റു ലഹരി പദാർത്ഥങ്ങൾ കഴിച്ചാൽ കിട്ടുന്ന ലഹരിയെക്കുറിച്ചല്ല ഈ പറയുന്നത്. പല ടൈപ്പ് ലഹരിയുണ്ട്. അതിലെ ലഹരി എന്നാണ് പറയുന്നത്. ലഹരി എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥം, ഒരു സാഹചര്യം, ഒരു പ്രത്യേക വസ്തുവിനോട് അടിമപ്പെടലാണ് ലഹരി. ഒരു പദാർത്ഥം, ഒരു സാഹചര്യം, ഒരു പ്രത്യേക വസ്തുവിനോട് അടിമപ്പെടലാണ് ലഹരി. പച്ചവെള്ളം ഒഴികെ എല്ലാ പദാർത്ഥവും ലഹരിയാണോ എന്നാണ് പറയുന്നത്. ഇവിടെ ആൽക്കഹോളാണോ, ഹറാമാണോ, കറാഹത്താണോ, ഹലാലാണ് എന്ന വാക്കുകളെല്ലാം ഇവിടെ ഉപയോഗിച്ചത്. ലഹരി, അഡിക്ഷൻ, മനുഷ്യനെ ഭ്രാന്തിയാക്കുന്ന, ഭ്രാന്തനാക്കുന്ന, മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുന്ന ഒരു തരം സ്വഭാവം ഉണ്ടാവുക ശരീരത്തിൽ. ഒരു വസ്തു, അത് ഏത് വസ്തുവാവാം, ഒരു പദാർത്ഥം, അതൊരു കട്ടൻ ചായ വരെ ആവാം, അത് പെപ്സി ആവാം, കുറുക്കുറു ആവാം, ലെയ്സ് ആവാം, കട്ടൻ ചായ ആവാം, ഹോർലിക്സ് ആവാം, ബിസ്ക്കറ്റ് ആവാം, ചോക്ലേറ്റ് ആവാം, എന്തുമാവാം. ഒരു സാഹചര്യം, അത് ഫുട്ബോൾ കളിയാവാം, വോളിബോൾ കളിയാവാം, TV ആവാം, സീരിയൽ ആവാം. ഒരു വസ്തു, അത് മോട്ടോർ സൈക്കിൾ ആവാം. പറയാം നമുക്ക്. ഇന്ന് കുഞ്ഞു മക്കളെ ലഹരിക്ക് അടിമപ്പെടുത്തുന്നത് ആരാണ്? ഒറ്റ വാക്കി പറഞ്ഞാൽ ഉമ്മയാണ്. കുഞ്ഞു കുട്ടികളെ മൊബൈൽ ഫോൺ എന്ന ലഹരിയിൽ അകപ്പെടുത്തുന്നത് ആരാണ്? 1 വയസ്സായ കുഞ്ഞങ്ങ് കരഞ്ഞാൽ ആ കുഞ്ഞിന് ആദ്യം തൻ്റെ ഉമ്മ കയ്യിലുള്ള വാട്സപ്പിലെ വീഡിയോ അല്ലേ വെച്ച് കൊടുക്കുന്നത്. അത് വെച്ച് തുടങ്ങി കുഞ്ഞു മക്കൾക്ക് ലഹരി എന്ന ആ സംഭവം. ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞു, 6 മാസം 1 വർഷം പോലും തികയാത്ത കുഞ്ഞ് ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ ഇന്ന് എൻ്റെ വീട്ടിലും നിങ്ങളുടെ വീട്ടിലും, എൻ്റെ വീട്ടിലില്ല, ഞാൻ അങ്ങനെ പറയുന്നില്ല, എൻ്റെ കുടുംബത്തിലുണ്ടാകും, എൻ്റെ വീട്ടിൽ ഇനി കൊടുക്കില്ല. അതിനെക്കുറിച്ച് സംസാരിക്കുമ്പം എനിക്ക് തന്നെ തോന്നും അത് ശരിയല്ല. എൻ്റെ പെങ്ങളെ വീട്ടിൽ പലയിടത്തും ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കുടുംബത്തോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കുക. കുഞ്ഞു മക്കൾ കരയുമ്പോൾ, ഭക്ഷണം കിട്ടാതെ കഴിക്കാതെ വാശി പിടിച്ച് കരയുമ്പോൾ ഉമ്മയുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ എടുത്ത് അതിൽ പാട്ടും മ്യൂസിക്കും ആൽബവും തോമാഞ്ചേരി കാർട്ടൂണും വെച്ച് കുഞ്ഞു മക്കൾക്ക് കൊടുക്കുമ്പം അവരങ്ങനെ തോണ്ടി കളിക്കുമ്പോൾ വായിലൂടെ ചോറ് താനേ ഇറങ്ങിപ്പോകും. ഉമ്മക്ക് വലിയ അനുഗ്രഹമാണ്. മറ്റു ശല്യങ്ങളിലേക്കൊന്നും ആ കുഞ്ഞ് വരില്ല. അതുകൊണ്ട് കയ്യിലുള്ള മൊബൈൽ ഫോൺ അങ്ങ് കളിക്കാൻ വെച്ചുകൊണ്ട് ഉമ്മയുടെ ജോലിയിൽ ഉമ്മ മുഴുകും. ഉമ്മ ഒരിക്കലും അറിയുന്നില്ല എൻ്റെ കുട്ടി ഇത് ലഹരിക്കടിമപ്പെട്ടു പോകുമെന്ന്. 1 വയസ്സിൽ തോണ്ടി, നന്നായി തോണ്ടി കളിച്ചു. 2 വയസ്സിലും തോണ്ടി, 3-ൽ തോണ്ടി, 4-ൽ തോണ്ടി, 5-ൽ തോണ്ടി. 1-ാം ക്ലാസ്സിലെത്തി അവൻ തോണ്ടി, അവൾ തോണ്ടി. 2-ലും 3-ലും എത്തിയ ഗ്രൂപ്പിസം തോണ്ടി. സ്കൂളിൽ പോയി തൻ്റെ കുട്ടികളുമായി സംസാരിച്ചു. ഇന്നലെ ഉമ്മയുടെ മൊബൈൽ ഫോണിൽ കണ്ട ചിത്രം നീ എന്തായിരുന്നു എന്ന് ചോദിച്ചു. ഇല്ല, എനിക്ക് കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു. നാളെ 8 മണിക്ക് ഞാൻ എൻ്റെ ഉമ്മയിൽ നിന്നും ഞാൻ നിനക്ക് എൻ്റെ ഉമ്മയുടെ ഫോണിലേക്ക് ഞാൻ തോണ്ടിത്തരാമെന്ന് പറഞ്ഞ് ഉമ്മ നിസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ചെറിയ മക്കൾ പോലും ഉമ്മയുടെ ഉപ്പയുടെ മൊബൈൽ ഫോൺ എടുത്ത് കുഞ്ഞു മക്കൾക്ക് ഗ്രൂപ്പിസം ഉണ്ടാക്കി തോണ്ടിക്കളിക്കുന്നത് രക്ഷിതാക്കൾ കാണാതെ മറന്നുപോകുന്നു. അതിന് പണച്ചെലവില്ലല്ലോ എന്ന് വിചാരിച്ച് അതിന് മാറി നിൽക്കുന്നു. കുട്ടികളുടെ സന്തോഷമല്ല എൻ്റെ സന്തോഷം, കുട്ടികളുടെ ബുദ്ധി വികസിക്കുമെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് അത് അനുവദിക്കുകയാണെന്ന്. ഇത് ഞാൻ പറയാൻ ഞാൻ ആരാണെന്നല്ലേ? 17 കൊല്ലമായി മൊബൈൽ ഫോണും
അനുബന്ധ ഉപകരണങ്ങളും അതിൻ്റെ റിപ്പയറിങ്ങും അതിൻ്റെ കോഴ്സുകളും വിൽക്കുന്ന ഒരു എഞ്ചിനീയർ, ഒരു സാധാരണ കച്ചവടക്കാരൻ കൂടിയാണ് ഞാൻ മൊബൈൽ വിൽക്കുന്ന ആളാണ്. ഇതിൻ്റെ തിന്മയെ പറ്റിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. എനിക്കൊരുപാട് കടകളുണ്ട്. ഈ കഴിഞ്ഞ SSLCയുടെയും +2-ൻ്റെയും റിസൾട്ടിൻ്റെ കുറച്ച് മുമ്പ് എന്ത് കച്ചവടമായിരുന്നു മൊബൈൽ ഫോണെന്നറിയോ? 10 A+ വന്ന നിനക്ക് ഗാലക്സി S5 വാങ്ങിത്തരാം, S6 വാങ്ങിത്തരാം എന്ന് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് ഓഫർ നൽകിയിരിക്കുകയാണ്. ഒരിക്കലും ആ ഉമ്മയും ബാപ്പയും അത് അറിയുന്നില്ല. ഈ കുട്ടിക്ക് മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്താൽ 10 A+ പോയിട്ട് ഒരു A+ പോലും കുഞ്ഞുമക്കൾക്ക് കിട്ടുകയില്ല. അവർ ഭ്രാന്തികളാകും, ഭ്രാന്തന്മാരാകും. 664 യുവാക്കളുടെ കാമുകൻ്റെ കൂടെ ഇവരും ഒളിച്ചോടുമെന്ന് ഒരിക്കലും ഈ മാതാപിതാക്കൾ ചിന്തിച്ചിട്ട് പോലുമില്ല. എന്നിട്ട് 10 A+ കിട്ടിയെന്നെ ഗാലക്സി വാങ്ങിത്തരാ, 9 ആണെങ്കിൽ ഗാലക്സി S5 വാങ്ങിത്തരൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഉപ്പ പോലും ഗൾഫിൽ നിന്നും വാട്സപ്പ് മെസ്സേജ് ഉമ്മക്ക് അയച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഓഫറുമായി അത് വാങ്ങാൻ എൻ്റെ പീടികയിൽ വന്നുകൊണ്ട് ഒരു ഉമ്മയും ഒരു മകളും വന്നുകൊണ്ട് ചോദിക്കുക, എനിക്കതൊരു ഫോൺ വേണമെന്ന്. 50,000 45,000 രൂപയോളം വില വരുന്ന ഗാലക്സി സീരീസ്, ഞാനിപ്പോൾ പറയുന്നില്ലേ 3-4 കൊല്ലം മുമ്പ് ആ മോഡൽ ആ കുഞ്ഞിങ്ങനെ തോണ്ടിക്കളിച്ചപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ പറഞ്ഞു, മകൾ പഠിക്കുന്നത് 10ാം ക്ലാസ്സിലല്ല ഉമ്മ, അത് വേണോ കുഞ്ഞിനെന്ന് ചോദിച്ചപ്പം ആ പ്രിയപ്പെട്ട ഉമ്മ, ബുദ്ധിയുള്ള ഉമ്മ, തൻ്റെ അടിയായ ഉമ്മ പറയാ, ഏയ് ഞാനത് ഇപ്പം കൊടുക്കൂല, അവൾ 10 A+ എൻ്റെ കൺമുന്നിൽ കാണിച്ചു തരട്ടെ, അപ്പോഴേ വാങ്ങിച്ചു കൊടുക്കൂ എന്ന് ബുദ്ധിയുള്ള ഉമ്മയായിരുന്നു. പർദ്ദയിട്ട നല്ലൊരു ഉമ്മ, നിസ്കാരം നോമ്പും എല്ലാം സക്കാത്തും ചെയ്യുന്ന സാലിഹായ ഒരു ഉമ്മ കണ്ടാൽ അറിയാം. പക്ഷേ പെൺകുട്ടി അങ്ങനെയൊന്നും തട്ടം പോലും തലയിലില്ല. ഏതോ ആവട്ടെ, അവള് ഇതേ മകൾ വാക്ക് പാലിച്ചു. 10 A+ വന്നു. ആ കുഞ്ഞിന് ഗാലക്സി S5 തന്നെ വാങ്ങിച്ചു കൊടുത്തു. മകൾ തോണ്ടാൻ തുടങ്ങി. എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിൽ തന്നെ, സയൻസ് ഗ്രൂപ്പിൽ തന്നെ 11ാം ക്ലാസ്സിൽ ചേർത്തി. +1 അതിലും മോള് തോണ്ടി, 12ലും മോള് തോണ്ടി, +2ലും മോള് തോണ്ടി. അങ്ങനെ പരീക്ഷയുടെ 2 മാസം മുന്നേ മോളെ കാണുന്നില്ല. 664-ൻ്റെ കൂടെ അവളും തൻ്റെ കാമുകനെ അന്വേഷിച്ച് പോയിരിക്കുന്നു. അന്വേഷിച്ചപ്പോഴേ അറിയുന്നത് ഇതേ അപ്പുറത്തിരിക്കുന്ന ഒരു +2 പഠിക്കുന്ന കുട്ടിയും അവനെയും കാണുന്നില്ല എന്ന്. രണ്ടുപേരും തോണ്ടിക്കളിച്ച് അങ്ങോ മറഞ്ഞു. അന്വേഷിച്ചു, സൈബർ സെല്ലിൽ പോയി അവർ തോണ്ടി നോക്കി. ഒക്കെ തോണ്ടിയെ കാണും ഇപ്പോൾ അല്ലേ, പണ്ടൊക്കെ മഷിട്ട് നോക്കുക എന്നാ പറയാം. ഇനി അതൊന്നും വേണ്ട, ജസ്റ്റ് ആ മൊബൈലൊന്ന് തോണ്ടിയാൽ മതി. എന്തും ലോകത്ത് എന്തും കാണാം, എന്തും ഒളിപ്പിച്ച് വെക്കാനൊന്നും കഴിയില്ല. എന്തും കാണാം, മനസ്സിൽ സങ്കല്പിച്ചത് എന്തും കാണാം. തോണ്ടി കണ്ടു. എവിടെ ഇരിക്കുന്നറിയോ? മംഗലാപുരത്തൊരു ലോഡ്ജ് മുറിയിൽ 2 പേരും കൂടെ തോണ്ടിക്കളിക്കുക. നല്ല സന്തോഷമായില്ലേ ഇവർക്ക്. എങ്ങനെയോ ആ വാപ്പയുടെ മൊബൈൽ ഫോണിലേക്ക്, വാപ്പ ഗൾഫിൽ നിന്നൊക്കെ വന്നു, മോളെ കാണുന്നില്ലല്ലോ, വന്നു. വാപ്പയുടെ വാട്സപ്പിലേക്ക് ഇതേ ഒരു മെസ്സേജ് വന്നിരിക്കുന്നു, കൺഗ്രാജുലേഷൻ മിസ്റ്റർ ഫാദർ. എങ്ങനെയാ? പ്രിയപ്പെട്ട തന്തയെ, തന്തക്ക് അഭിനന്ദനങ്ങൾ. ഇംഗ്ലീഷ് മീഡിയം കുട്ടിയായിരുന്നു. പ്രിയപ്പെട്ട തന്തയെ, തന്ത എന്ന് പറഞ്ഞ ദേഷ്യപ്പെട്ട വാക്ക്, ഉപ്പ പിതാവ് എന്നത് സ്നേഹത്തോടെയുള്ള വാക്ക്, ഞാൻ മനഃപൂർവ്വം അങ്ങനെ പറയണം കേട്ടോ. പ്രിയപ്പെട്ട തന്തയെ, തന്തക്ക് അഭിനന്ദനങ്ങൾ. എന്തിനാണ് ഈ അഭിനന്ദനങ്ങൾ എന്നറിഞ്ഞില്ല. വീണ്ടും അടുത്ത വാട്സപ്പ് മെസ്സേജ് വന്നപ്പോഴാണ് അറിയുന്നത്, എനിക്ക് വേണ്ടി താങ്കൾ വെറും 50,000 രൂപയെ ചിലവാക്കിയിട്ടുള്ളൂ. വാപ്പാട്ടോ, 50,000 രൂപ വാപ്പാൻ്റെ പൈസയാണ് ചിലവാക്കിയിട്ടുള്ളൂ. അതിന് പകരം ഇപ്പോൾ ഞാൻ താങ്കൾക്ക് സമ്പാദിച്ച് തന്നിരിക്കുന്നു 25 ലക്ഷം രൂപ. അത് വാപ്പാക്ക് മനസ്സിലായില്ല. 50,000 രൂപയ്ക്ക് പകരം മകളെ എനിക്ക് സമ്പാദിച്ച് തന്നത് 25 ലക്ഷം രൂപ. വാട്സപ്പ് മെസ്സേജ് വന്നപ്പോഴല്ലേ 3 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവളുടെ ഏട്ടത്തിന് വിവാഹം കഴിക്കാൻ 100 പവനും മറ്റു സ്ത്രീധന ചെലവുകളും, കല്യാണവും, ബിരിയാണി മാർഭാടങ്ങളും 20ഓളം ലക്ഷം രൂപ പ്രിയപ്പെട്ട തന്തയ്ക്ക് ചെലവായിരിക്കുന്നു. ഇന്നിതാ ഞാൻ എൻ്റെ കാമുകരെ സ്വന്തമായി കണ്ടെത്തിയ 1 രൂപ പോലും ചെലവില്ല. അതിന് പകരം താങ്കൾക്ക് ചെലവായത് ഈ മൊബൈൽ ഫോണിന് ചെലവാക്കി 50,000 രൂപ മാത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ട തന്തയെ, തന്തക്ക് അഭിനന്ദനങ്ങൾ. അപ്പോഴാ വാപ്പാക്ക് മനസ്സിലായത്, നല്ല ലാഭ പൊന്നു മക്കളെ. ഇനി കൊരാത്ത് ഫാമിലിയിൽ എല്ലാവരും ഓരോ മൊബൈൽ ഫോൺ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുക. കല്യാണത്തിൻ്റെ ചെലവ് കുറഞ്ഞു പോകും. എന്തേ പറ്റൂലേ? നല്ലതഞ്ഞ് അങ്ങനെ ആക്കുക. ഒരുപാട് കുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ടല്ലോ. +2 SSLCക്കൊന്നും കാത്തിരിക്കേണ്ട, ഒരു 7ാം ക്ലാസ്സിൽ തന്നെ വാങ്ങിച്ചു കൊടുക്കുക. എന്തിനാ +1 +2 10ാം ക്ലാസ്സും പഠിപ്പിച്ച് നിങ്ങൾ സാമ്പത്തികമായി ചെലവുണ്ടാക്കുന്നതിന്? മറ്റതെന്താ പറയുക? മറ്റെനിക്കൊന്നും പറയില്ല. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടും ഇന്നും രക്ഷിതാക്കൾ കുഞ്ഞു മക്കൾക്ക് സ്നേഹത്തോടെ വാങ്ങിക്കൊടുക്കുന്ന ആ ഒരു ലഹരി, അഡിക്ഷൻ എന്നത്. ചെറിയ മക്കൾക്ക് 1ാം ക്ലാസ്സൊന്നും 2ാം ക്ലാസ്സൊന്നും വാങ്ങിക്കൊടുക്കും. ഇല്ലെങ്കിൽ ഉമ്മയുടെ വായ്പെടുത്ത് കളിക്കും. 3ലും 4ലും 5ലും എത്തും അവർ തോണ്ടിക്കളിക്കുന്ന നിറങ്ങൾ മാറും. 5ാം ക്ലാസ്സും 10ാം ക്ലാസ്സും എത്തുമ്പോൾ സ്വകാര്യമായും കോണിക്കൂട്ടിനിടുന്നും ഒറ്റയ്ക്ക് ഇരുന്നിട്ടും അവർ പല നീല ചിത്രങ്ങളും കളർ ചിത്രങ്ങളും കണ്ട് അതിൽ മതിമറന്ന് വീണ്ടും അവർ കാമുകൻ്റെ അന്വേഷിച്ച് അവർ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുഞ്ഞു മക്കൾക്ക് ആദ്യമായി ലഹരി എന്ന ഈ വസ്തു വാങ്ങിച്ചു കൊടുക്കുന്നത് രക്ഷിതാക്കളാ. ഇല്ലെങ്കിൽ കളിക്കാൻ അവസരം കൊടുക്കുന്നത് മാതാവും പിതാവുമാ. അവിടെ നിന്ന് നിർത്തണം ഉപ്പമാരെ. കുട്ടിക്ക് കളിക്കോപ്പ് പോലെ വാങ്ങിച്ചു കൊടുക്കരുത്. ഇനി ലഹരിയെക്കുറിച്ച് തന്നെ കുറച്ചുകൂടി പറഞ്ഞു തരാം. എന്താ ലഹരി എന്നുള്ളത്? ഇങ്ങനെ തോണ്ടിയ ലഹരിയാവുന്നു മനസ്സിലായി. 1 വയസ്സായ അല്ലെങ്കിൽ 2 വയസ്സായ ഒരു കുട്ടി ഇങ്ങനെ തോണ്ടിക്കളിക്കുക, നന്നായി ലഹരിക്ക് അടിമപ്പെട്ടു. അതില്ലാതെ കുട്ടി ഉറങ്ങില്ല, അതില്ലാതെ ഭക്ഷണം കഴിക്കില്ല, അതില്ലാതെ വാശി പോലും മാറാത്ത ഒരവസ്ഥ കുട്ടിക്കുണ്ടായി.
അങ്ങനെ ഇങ്ങനെ തോണ്ടി കളിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് ചെന്നപ്പോൾ പേരക്കുട്ടി അല്ലെങ്കിൽ വേറെ ഏതോ ഒരു ചെറിയ കുട്ടിയുടെ കയ്യിൽ നിങ്ങൾ കണ്ടു മൊബൈൽ. ഓടിച്ചെന്ന് കൊണ്ട് പറഞ്ഞു, അവിടെ നിന്ന് ഏതോ ഒരു മാഷ് വന്നിട്ട് ക്ലാസ് എടുത്തു, ഇങ്ങനെ തോണ്ടിയ കുട്ടിക്ക് ഭ്രാന്ത് പിടിക്കും, അതുകൊണ്ട് വേണ്ട മോനെ മേളെ എന്നും പറഞ്ഞ് ഓടിച്ചെന്ന് കൊണ്ട് തൻ്റെ ഉമ്മ ആ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്നും ആ മൊബൈൽ ഫോൺ ഇങ്ങനെ പിടിച്ചു വാങ്ങിയാൽ ആ 2 വയസ്സുകാരി ഇപ്പം എന്ത് ചെയ്യും? സൂക്ഷിച്ചോ, അടുത്തൊരു പിച്ചാങ്കത്തി ഉണ്ടെങ്കിൽ വയറ്റത്ത് അമ്മയുടെ നെഞ്ചത്തേക്ക് കുത്തും, ഓടി രക്ഷപ്പെട്ടോളൂ. തൊട്ടടുത്തൊരു പ്ലേറ്റ് ഉണ്ടെങ്കിൽ എറിഞ്ഞുടയ്ക്കും, വേഗം കയ്യിൽ നിന്ന് ആ പ്ലേറ്റുകൾ മാറ്റിവെക്ക്. കയ്യിലൊരു ഗ്ലാസ് ഉണ്ടെങ്കിൽ TV ചാനൽ ടിവിയുടെ ട്യൂബിലേക്ക് എറിഞ്ഞുടയ്ക്കും, മറ്റു അലമാരകൾ എറിഞ്ഞുടയ്ക്കും. ഭ്രാന്തന, ഇപ്പൊ ഭ്രാന്തിയ, അതിൻ്റെ പേരാ ലഹരി. ഞാൻ അവിടെ നിർത്തട്ടെ, ഞാൻ പറയുന്നില്ല ആ കുട്ടി എന്തൊക്കെ ചെയ്യും, കോമട്ട് നിർത്തുക. അവസ്ഥ 2, 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് ഒരിക്കലും മോട്ടോർ സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കരുത് എന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം. അത് പോലീസ് പിടിക്കും, ലൈസൻസ് ഇല്ല എന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം. എന്നിട്ടും പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ മാതാപിതാക്കളെ കയ്യും കാലും പിടിക്കുമ്പോൾ പൊന്നുമോൻ ഒരു ബൈക്ക് വാങ്ങിച്ചു കൊടുത്താൽ എന്താണ് ഇത്ര തെറ്റെന്ന് മനസ്സിലാക്കിയ ഉമ്മ അവന് കൊടുത്തു. അങ്ങനെ കറങ്ങാൻ തുടങ്ങിയവൻ അങ്ങാടിയിലേക്ക് പോകാൻ വളരെ എളുപ്പം. സുഹൃത്തുക്കളെ അടുത്ത് എന്ത് പറഞ്ഞാലും കുട്ടി അനുസരിക്കും, കാരണം അവൻ മോട്ടോർ സൈക്കിളിൽ ലഹരിയ അള്ളി പിടിച്ചിരിക്കും. അവൻ്റെ കൂട്ടുകാരന്മാരെ ഒക്കെ കയറ്റിയവൻ ഇങ്ങനെ ചെത്തി കളിച്ചു കൊണ്ടിരിക്കുക, കറങ്ങിക്കൊണ്ടിരിക്കുക. ഒരു ദിവസം ഏതോ ഒരു ക്ലാസ് കേട്ട് അത് ലഹരിയ, പാടില്ല എന്ന് മനസ്സിലാക്കിയ പ്രിയപ്പെട്ട ഉപ്പ വീട്ടിലേക്ക് ചെന്നപ്പോൾ 10ാം ക്ലാസ്സുകാരൻ അതാ മോട്ടോർ സൈക്കിൾ ചെത്തിപ്പൊളിക്കുന്നത് കണ്ടപ്പോൾ, വാ മോനെ പാടില്ലടാ അത് ലഹരിയാണെന്ന് പറഞ്ഞ് തൻ്റെ കയ്യിൽ നിന്ന് മോട്ടോർ സൈക്കിളും ആ താക്കോലും പിടിച്ചു വാങ്ങിയാൽ ആ 10-15 വയസ്സുകാരൻ ഇപ്പോൾ എന്തു ചെയ്യും? എന്തും ചെയ്യും. അടുത്ത് നിൽക്കരുത്, ഓടി രക്ഷപ്പെട്ടോ. അവൻ കൊലയാളിയാവാനും മടിക്കൂല, അതുകൊണ്ട് അവന് ലഹരിയ. സന്ദർഭം 2, 3. വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ പ്രിയപ്പെട്ട പിതാവ് അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഏട്ടൻ അല്ലെങ്കിൽ അനിയൻ അതാ ഒരു കുപ്പി മദ്യവുമായി വീട്ടിലേക്ക് വന്നിരിക്കുന്നു. ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചു, ഒരു ഗ്ലാസ് കടിച്ചു, 2ാമത്തെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. അവൻ്റെ കണ്ണൊക്കെ തുടിച്ചിരിക്കുന്നു, അവൻ്റെ നിയന്ത്രണം തെറ്റിയിരിക്കുന്നു. 3ാമത്തെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ചുണ്ടിലേക്ക് വെക്കുന്ന നേരത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാതാവ് പറഞ്ഞു, മോനെ അച്ഛാ ഏട്ടാ അരുത് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിൽ നിന്നും ആ ഗ്ലാസും കുപ്പിയും ബലമായി പിടിച്ചു വാങ്ങിയാൽ ആ മദ്യപാൻ ഇപ്പം എന്ത് ചെയ്യും? ഞാൻ പൂരിപ്പിക്കുന്നില്ല. ഒരുപാട് കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, ഞാൻ പൂരിപ്പിക്കുന്നില്ല. ഞാൻ 3നെയും ഒരുമിച്ച് ചൂണ്ടിക്കാണിച്ചത് എന്തിനാ? ഒരേ വരിയിൽ കെട്ടിയിട്ടത് എന്തിനാ? 2 വയസ്സുകാരനായ ഒരു കുഞ്ഞു മോനെ ഞാൻ ആ ലഹരിയിൽ കെട്ടിയിട്ടു. തൊട്ടപ്പുറത്ത് 15 വയസ്സുകാരനായ പൊന്നുമോനെ ആ ലഹരിയിൽ കെട്ടിയിട്ടു. 3ാമതും ഇതാ ഒരു കുടിയനായ ഒരു തെമ്മാടിയായ ഒരു മദ്യപാനെ ഞാൻ ആ 3 ആളുടെ ആ ചൈനിൽ കെട്ടിയിട്ടു. എന്തിനു വേണ്ടി? ലഹരി എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. ഇതിൻ്റെ പേരാ ലഹരി. ഇത് ആൽക്കഹോളിസം എന്നോ അല്ലെങ്കിൽ ഹറാമെന്നോ ഹലാലെന്നോ കറാഹത്തെന്നോ വാക്കുകളെല്ലാം ഞാൻ ഉപയോഗിച്ചത്. ലഹരി, അഡിക്ഷൻ, മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ചെറുപ്രായത്തിൽ കുഞ്ഞു മക്കൾക്ക് കളിപ്പാട്ടം പോലെ നിങ്ങൾ വെച്ചു കൊടുക്കുന്ന ഫോണുണ്ടല്ലോ, നാളെ ഭാവിയിൽ അവർ വലിയ തെമ്മാടിയായി മാറാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പൊന്നു പോലെ കാത്തു സൂക്ഷിച്ച പൊന്നുമക്കളെ തട്ടിക്കൊണ്ടു പോകാൻ ഇത്തരം തെമ്മാടികൾക്കേ കഴിയൂ. അതിന് ഏറ്റവും നല്ല സൗകര്യം ഇന്ന് മൊബൈൽ ഫോണിലുണ്ട് എന്ന കാര്യം നിങ്ങൾ മറക്കണ്ട. മൊബൈൽ ഫോണിൽ നന്മകൾ ഒരുപാടുണ്ട് കേട്ടോ. മൊബൈൽ ഫോണിൽ ഒരുപാട് നന്മകളുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്താണ് മൊബൈൽ ഫോൺ എന്ന് ഇന്നത്തെ ഈ പ്രായം ചെന്ന അല്ലെങ്കിൽ എൻ്റെ കാരണവർമാർക്ക്, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് അറിയാൻ വേണ്ടി പറയാം. ഒരു മൊബൈൽ ഫോൺ എടുക്കുക, പാതിര നേരമാ, ആരും കാണാത്ത സമയം, വാതിൽ കുറ്റിയിട്ടിരിക്കുകയാണ്, ആരുമില്ല. 15, 16, 17, 18 വയസ്സ് പ്രായപൂർത്തിയായ പൊട്ടിത്തെറിക്കുന്ന ആണോ പെണ്ണോ അല്ലെങ്കിൽ പ്രായപൂർത്തി ആയവളോ ആയവനോ ആവട്ടെ, തൻ്റെ റൂമിൽ ഒറ്റയ്ക്കാ, ഫാനിട്ടു, ലൈറ്റൊക്കെ അണച്ചു, ബെഡിൽ മലർന്നു കിടന്നു, വാതിൽ കുറ്റിയിട്ടു, പാതിര നേരമാ, ആരും കാണുന്നില്ല. തൻ്റെ മൾട്ടിമീഡിയ ഫോൺ എടുത്ത് അതിൽ ഇൻ്റർനെറ്റ് സൗകര്യവുമുണ്ട്. അവൻ ആഗ്രഹിക്കുകയാണ്, എന്താഗ്രഹിക്കുന്നുവോ അത് കാണാനുള്ള സംവിധാനം ഇന്ന് മൊബൈൽ ഫോണിലുണ്ട്. എന്താഗ്രഹിച്ചാണോ നിങ്ങൾ തോണ്ടിക്കളിക്കുന്നത് അത് നിങ്ങളുടെ കൺമുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതാ. ഒരു വല്ലാത്ത മാന്ത്രിക പ്രോഡക്റ്റാണ്, ഉപകരണമാണ് ഈ മൊബൈൽ ഫോൺ. അവൻ്റെ മനസ്സിൽ അവൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് അമേരിക്കയിലെ വാഷിംഗ്ടൺ DC ഒബാമയുടെ വൈറ്റ് ഹൗസിന് എന്താ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ആ ഗേറ്റിലൂടെ പാസ് ചെയ്തത് ഇപ്പൊ ആരാ? ആ വൈറ്റ് ഹൗസിന്റെ ടേബിൾ മുന്നിൽ ഒബാമ ഇപ്പൊ എന്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് ലൈവായി കാണണമെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ മനസ്സറിഞ്ഞെന്ന് തോണ്ടിയാൽ മതി. തീർന്നില്ല. ഇന്നതാ പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ച ഹാജിമാരൊക്കെ യാത്ര ചെയ്യാൻ ഒരുങ്ങുന്ന നേരത്ത്, ഹജ്ജ് അവസാനത്തെ സുന്നത്തായ തവാഫിന്റെ സമയം തിക്കും തിരക്കും കൂട്ടുന്ന നേരത്ത് അജറുൽ അസ്വദിന്റെ തൊട്ടടുത്തെത്തുമ്പോൾ കണ്ണ് നിറച്ചുകൊണ്ട് ഓടിച്ചെന്നുകൊണ്ട് അജറുൽ അസ്വദിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മുത്തം വെക്കുമ്പോൾ തൻ്റെ കണ്ണിൽ നിന്നും ആ കറുത്ത കല്ലിലേക്ക് ഉറ്റി വീഴുന്ന
മഴത്തുള്ളികളല്ല, കൺതുള്ളികൾ, കണ്ണുനീർ തുള്ളികൾ ഇങ്ങനെ ഉറ്റി വീഴുമ്പോൾ ആ കല്ലിൽ തട്ടി അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു വല്ലാത്ത വർണ്ണ പകിട്ടാർന്ന കാഴ്ചകളുണ്ട് കേട്ടോ. അത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒന്ന് നോക്കണോ, നിങ്ങൾക്ക് കാണണോ? നിങ്ങൾക്ക് കാണാനുള്ള സംവിധാനം മസ്ജിദുൽ ഹറമയിൽ 1000ഓളം ക്യാമറകൾ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് ഈ രംഗം പകർത്തിക്കൊണ്ടിരിക്കുക. അത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കാണാനുള്ള സംവിധാനം ഇന്ന് മൊബൈലിലുണ്ട്. ലോകത്തിൻ്റെ ഏത് കാര്യവും കാണാൻ, ലോകത്തിൻ്റെ ഏത് കോണിലെ ലൈവായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കാണാൻ, ഒരു വേശ്യാലയത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് കാണാൻ, ഒരാണും പെണ്ണും തമ്മാടിത്തം ചെയ്യുന്നത് നിങ്ങൾക്ക് കാണണോ? കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിൻ്റെയും എവിടുന്ന് കിട്ടും എനിക്കൊന്ന് തിന്നാൻ, ഒരു കുടിക്കാനെന്ന് തോണ്ടാൻ, അവനൊന്ന് തോണ്ടിയാൽ അവളൊന്ന് തോണ്ടിയാൽ പിറ്റേ ദിവസം പോസ്റ്റ്മാൻ ഒരു പാർസലുമായി നിങ്ങളുടെ കൺമുന്നിൽ ഡോറിൽ കൊണ്ട് നിടുന്ന സൗകര്യങ്ങൾ ഇന്ന് മൊബൈൽ ഫോണിലുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ മറക്കരുത്. ഇതാണ് മൊബൈൽ ഫോൺ. എൻ്റെ കയ്യിലാണ് മൊബൈൽ കിട്ടുന്നെങ്കിൽ ഞാൻ ഹറാമ് ചെയ്യും. എനിക്കത്ര ഈമാനില്ല, എനിക്ക് വിവരമില്ല, എനിക്ക് തക്കുവ കുറവാണ്. ഞാൻ നിങ്ങളെ പറ്റിയല്ല പറഞ്ഞത്, എൻ്റെ കൊരോത്ത് ഫാമിലിയെ പറ്റിയല്ല പറഞ്ഞത്, എൻ്റെയും എൻ്റെ കുടുംബത്തെ പറ്റിയാണ് ഈ സംസാരിച്ചത്. എൻ്റെ പെങ്ങൾക്ക് പറഞ്ഞു കൊടുത്തത് ഇവിടെ പറഞ്ഞതാ. ഞങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, എൻ്റെ കുടുംബത്തിന് തെറ്റ് പറ്റിയിട്ടുണ്ട്, എൻ്റെ പെങ്ങളുടെ മക്കൾക്ക് ഒരുപാട് തെറ്റ് പറ്റിയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഈ തെറ്റ് പറ്റാതിരിക്കാനാണ് നിങ്ങളോട് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. നിങ്ങളാരും തെറ്റ് ചെയ്തവരല്ല. നിങ്ങളുടെ കയ്യിലൊരു മൊബൈൽ കിട്ടിയ നിങ്ങൾ ഹറാമ് കാണുന്നവരല്ല. നിങ്ങൾക്ക് നീല എന്തെന്ന് പോലും അറിഞ്ഞുകൂടാ. കുഞ്ഞു മക്കൾക്ക് നിങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടും ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോടല്ല സംസാരിക്കുന്നത്. ഇടയ്ക്ക് നിങ്ങളെന്ന് പറഞ്ഞത് എന്നോട് ക്ഷമിക്കുക, ഞാൻ ആദ്യമേ ജാമ്യം എടുത്തിട്ടുണ്ട്. ഇതാ നോക്ക്, നിങ്ങൾ മറ്റു ലഹരിയെ പറ്റി കാണും. നിങ്ങൾ നമ്മുടെ യുവാക്കളാണത്, നമ്മുടെ കുഞ്ഞു മക്കളാണതൊക്കെ. 18, 16, 17 വയസ്സാകുമ്പോഴേക്കിന് വേണ്ട 10 വയസ്സ് പൂർത്തിയായാൽ കഞ്ചാവും മയക്കുമരുന്നും ഇഞ്ചക്ഷനും വെത്തിലയും അടക്കയും പാൻപരാഗും ലഹരി മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് ഏതൊക്കെ ഫുട്പാത്തിൽ ഇരുന്നു കൊണ്ട് തൻ്റെ കയ്യിലിരിക്കുന്ന സൂചിയിലൂടെ, സിറിഞ്ചിലൂടെ വിഷം കയറ്റിക്കൊണ്ടിരിക്കുന്ന മക്കളെ കാണുന്നില്ലേ നിങ്ങൾ? അവരുടെ കൂടത്തേക്കല്ലേ നമ്മുടെ കുഞ്ഞുമക്കളും ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്? പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആരാണ് അവിടെ ചങ്ങായിമാർ, അവരുടെ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ ആരാണെന്ന് രക്ഷിതാക്കൾക്ക് വല്ലതും അറിയോ? കാരണം അറിയില്ല. കുഞ്ഞു കാലത്ത് തന്നെ ചെയ്തു കൊടുക്കേണ്ടത്, പാലിക്കേണ്ട മര്യാദകൾ രക്ഷിതാക്കൾ പാലിച്ചില്ലെങ്കിൽ ഈ കുഞ്ഞുമക്കൾ ഈ അവസ്ഥയിലേക്ക് എത്തിപ്പോകും. നോക്ക് നിങ്ങൾ, കുഞ്ഞുകുട്ടികൾ മറ്റൊരു ലഹരിയാണിത്. നിങ്ങളും ഞാനും സാധാരണ വാങ്ങിച്ചു കൊടുക്കുന്ന ലോക്കൽ പീടികയിൽ നിന്ന് കിട്ടുന്ന 2 രൂപക്കും 5 രൂപക്കും കിട്ടുന്ന മിഠായി ഉണ്ടല്ലോ, നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് അതിൽ പഞ്ചസാരയാണെന്ന്. അതിൽ ഓറഞ്ച് ഇല്ല, അതിൽ ചോക്ലേറ്റ് ഇല്ല, അതിൽ പാലില്ല, അതിൽ മറ്റ് ഭക്ഷണത്തിൽ ചേർക്കുന്ന ഒരു വസ്തുവും അതിനകത്തില്ല. അതൊക്കെ കെമിക്കലാണ്. ആ മിഠായിക്ക് പുറകിൽ തന്നെ അത് എഴുതി വച്ചിട്ടുണ്ട്, ആർട്ടിഫിഷ്യൽ ഫ്ലേവറാ. ഇത് കഴിച്ചാൽ നാവിൻ്റെ തൊലി പോകും, കിഡ്നിക്ക് തകരാറ് വരും, ക്യാൻസർ വരെ സംഭവിച്ചേക്കാമെന്ന് ആ മിഠായി പേപ്പറിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. നിങ്ങളും ഞാനും അത് ഇതുവരെ വായിച്ചിട്ടില്ല. 2, 5 രൂപയ്ക്ക് ഇന്ന് പെട്ടിക്കടയിൽ കിട്ടുന്ന മാലിന്യം നിറഞ്ഞ കച്ചറയുള്ള അന്യ സംസ്ഥാന തൊഴിലാളികൾ അപ്പിട്ടാ പോലും കഴുകാത്ത കൈകൊണ്ട് ഉരുട്ടി ഉണ്ടാക്കുന്ന മിഠായിയല്ലേ ഇന്ന് ഞാനും നിങ്ങളും വാരി വലിച്ച് തിന്നുന്നത്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. കുഞ്ഞു മക്കൾക്ക് 2 രൂപ 5 രൂപ എന്ന പേരിൽ, ടിപ്സ് എന്ന പേരിൽ കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക. നമ്മുടെ മക്കൾ കടകളിൽ പോയി ഇത്തരം മിഠായികൾ തിന്നുകൊണ്ടിരിക്കുക. അവരുടെ നാവൊക്കെ മരവിച്ച് പോയി, നാവിൻ്റെ ടേസ്റ്റ് സെൻസർ നഷ്ടപ്പെട്ടു പോയി. ഒരുപാട് ബബിൾ ഉണ്ടാവും നാവിൻ്റെ ചുറ്റും. ആ കുഞ്ഞു മക്കളെ നാവൊന്ന് പിടിച്ചു നോക്കും നിങ്ങൾ. അവർക്ക് ആ നാവൊക്കെ മരവിച്ച് പോയി. അവർക്ക് ചോറ് വേണ്ട, ചപ്പാത്തി വേണ്ട, അവർക്ക് പച്ചക്കറി വേണ്ട, മനുഷ്യർ തിന്നുന്ന ഒന്നും വേണ്ട. പകരം ബിസ്ക്കറ്റ് മതി, കുറുക്കുറു മതി, ലേസ് മതി, നൂഡിൽസ് മതി, ചോക്ലേറ്റ് മതി. എന്താണ് ഇതിൻ്റെ കാരണമെന്ന് ഏതെങ്കിലും മാതാവോ പിതാവോ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നുണ്ടോ? എന്താ കഴിക്കാത്തത്? അവർക്ക് ലഹരി മതി, അവർക്ക് അഡിക്ഷൻ മതി, അവർക്ക് ആസിഡ് മതി, അവർക്ക് കെമിക്കൽ മതി. കാരണം നാവിന് അഡിക്റ്റഡായി, നാവ് ലഹരിക്കടിമപ്പെട്ടു പോയി. അതാ അവർക്ക് സംഭവിച്ചത്. എന്നിട്ട് എൻ്റെ കുട്ടി ചോറൊന്നുമില്ല, അവൻ്റെ തടി എന്താണ് ഇങ്ങനെ, അവൻ്റെ കണ്ണെന്ത് കൊണ്ടിപ്പോണ്, അവൻ ചോറ് കഴിക്കുന്നില്ല, അവൻ ഇറച്ചി വേണ്ട, മീൻ വേണ്ട. എന്താ കാരണം? ആദ്യം നിങ്ങളുടെ ടിപ്സ് എന്ന പേരിൽ കൊടുക്കുന്നത് നിർത്തണം. അറിയോ, കഴിഞ്ഞ മാസം ഒരു സ്കൂളിൽ സംഭവിച്ചതാ. പെട്ടെന്ന് ഒരു ഫോൺ കോള്. 3 ക്ലാസ്സിലെ 4 കുട്ടികളെ കാണുന്നില്ല. 3 ക്ലാസ്സിലെ 4 മക്കളെ, ആൺകുട്ടികളെ കാണുന്നില്ല. എല്ലാവരും ഓടിക്കൂടി, രക്ഷിതാക്കളൊക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ സ്കൂളിൽ വന്ന് എന്താ സംഭവിച്ച? ഇന്റർവെല്ലിന് വിട്ടതാ, മൂത്രയിക്കാൻ വിട്ടതാ. തിരിച്ച് വിളിക്കുന്നവ കാണുന്നില്ല, വില്ലടിച്ചപ്പോൾ എവിടേക്ക് പോയി? എല്ലാവരും കൂടി പൊട്ടിക്കരച്ചില്ല. അവസാനം അതാ ഒരു മാവിൻ്റെ ചോട്ടിൽ 4 കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങണു. 8 വയസ്സായ 3 ക്ലാസ് പഠിക്കുന്ന 4 ആൺകുട്ടികൾ കിടന്നുറങ്ങണത്രേ. തട്ടി വിളിച്ചു മാഷന്മാർ പോയിട്ട്, എന്താ മക്കളെ? ഒന്നുമില്ല, ഹൂ ഹാ എന്തൊക്കെ വിച്ചിമ്പായും പറയണു, മദ്യപിച്ച പോലെ. വീണ്ടും അവരെ മണത്ത് നോക്കി, കള്ളു കുടിച്ചിട്ടുണ്ടോ? ഇല്ല. കയ്യിൽ എന്തെങ്കിലും അവിടെ എവിടെയെങ്കിലും കുപ്പി കിടക്കുന്നുണ്ടോ? ഒന്നും കിടക്കുന്നില്ല. എന്താ എൻ്റെ കുഞ്ഞു മക്കളെ, എന്താ, ആരാ നിങ്ങളെങ്ങോട്ട് കൊണ്ടുവന്നത്? ആരും വന്നതല്ല, ഞങ്ങൾ വന്നതാ.
എന്തു ചെയ്യാനാ, ഏതായാലും മക്കളെ കിട്ടിയല്ലോ എന്ന് വിചാരിച്ചവർ നേരെ തിരിച്ചു കൊണ്ടുവരുമ്പോഴാ ഒരു കുട്ടിയുടെ കയ്യിൽ എന്തോ മുറുകെ എങ്ങനെ പിടിച്ചേക്കണം. ഒരു ചെറിയ ഒരു അത്രയും വയസ്സ് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ പിന്നെ പിടിച്ചേക്കണു. ഒരു മാഷ് അത് ഇങ്ങനെ അടർത്തി മാറ്റി നോക്കുമ്പോൾ അല്പം മിഠായി. മിഠായിയുടെ പേര് ഇപ്പം ഞാൻ പറയുന്നില്ല ഇവിടെ, കാരണം അത് പറഞ്ഞാൽ പിന്നെ അങ്ങനത്തെ അത് പോയി തിന്നും. അങ്ങനത്തെ ലോകം നമ്മുടെ ലോകം. പ്രത്യേകം പോലീസ് പറഞ്ഞതാണ്, സൈബർ എക്സൈസ് വകുപ്പ് പറഞ്ഞ പേര് പോലും ഉച്ചരിക്കരുത്. സാധാരണ പെട്ടിക്കടയിൽ കിട്ടുന്ന ലോക്കലായി കിട്ടുന്ന മിഠായിൽ നിന്നും 2-3 രൂപക്ക് കിട്ടുന്ന മിഠായി കുഞ്ഞിൻ്റെ കയ്യിൽ ആ മാഷെടുത്ത് അല്പം ഒന്ന് വായിലിട്ട് നോക്കി, സുബ്ഹാനല്ലാഹ്, മാഷ് പറയാ, ഒരു 5 മിനിറ്റ് പോലും നടന്നെത്തേണ്ട സ്കൂളിലേക്ക് അവിടെ എത്താൻ എനിക്ക് കഴിഞ്ഞില്ല. ഒരു പാറപ്പുറത്ത് ഞാൻ വീണു, തലകറങ്ങി വീണു. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ മദ്യപിച്ചിട്ടില്ല, മദ്യത്തിൻ്റെ രുചി പോലും എനിക്കറിയില്ല, ഇങ്ങനെയാണോ മദ്യപിച്ചാൽ എന്ന് പറഞ്ഞ് ആ അധ്യാപകൻ തലകറങ്ങി വീണു. ഉടനെ എക്സൈസ് വകുപ്പിൽ വിവരമറിച്ച പോലീസുകാർ ഓടി വന്നു. ആ മിഠായി പരിശോധിച്ചപ്പോൾ സുബ്ഹാനല്ലാഹ്, കഞ്ചാവിൻ്റെ ആസിഡ്, കൃത്രിമമായി ഉൽപ്പാദിപ്പിക്കുന്ന കഞ്ചാവിൻ്റെ എസൻസ് സാധാരണ മിഠായി ഭരണിയിൽ അങ്ങ് ഒഴിച്ചുകൊണ്ട് കുഞ്ഞു മക്കൾക്ക്, പിഞ്ചു മക്കൾക്ക് മദ്യവും മയക്കുമരുന്നും നാളെ ശീലമാക്കാൻ വേണ്ടി, അവരെ അടിമകളാക്കാൻ വേണ്ടി വിറ്റുകൊണ്ടിരിക്കുക. ഇത് കൊണ്ടുവരുന്നത് ആരാണെന്ന് ചോദിച്ചപ്പോൾ അന്യ സംസ്ഥാന തൊഴിലാളികളാണത്രേ ഈ പെട്ടിക്കടയിൽ ഇത് വിതരണം ചെയ്യുന്നത്. കള്ളെന്ന് സുലഭമായി വിൽക്കാൻ പാടില്ല, കഞ്ചാവ് നിരോധിച്ചു ഒക്കെ നിങ്ങൾക്കറിയാം. പക്ഷെ അത് വിൽക്കാൻ അവരുടെ ഭാണ്ഡത്തിൽ ചാക്കിൽ പേറി കൊണ്ടുവരിക. ഒരു പാത്രം സിമന്റ് തലയിൽ വെക്കണമെങ്കിൽ അവരുടെ വായ്ക്കകത്ത് ഈ സാധനം വെക്കണം. എല്ലാവരെ പറ്റിയല്ല കേട്ടോ, നല്ല മനുഷ്യന്മാരും അവരുടെ കൂട്ടത്തിലുണ്ട്. അത്തരം ലഹരി ചേർത്ത മിഠായി ഉൽപ്പന്നങ്ങൾ ഈ പെട്ടിക്കടയിൽ കൊണ്ട് വിൽക്കുന്നത് ഇവരാ. ലൈസൻസ് ഇല്ല, പേരില്ല, ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ല, മാനുഫാക്ചർ ഡേറ്റ് ഇല്ല, അതിലെന്ത് കെമിക്കലാണെന്ന് പോലും എഴുതി ചേർക്കാത്ത, പേര് പോലും ഇല്ലാത്ത ഇത്തരം മിഠായികൾ ഈ കുഞ്ഞു മക്കൾ, നിരപരാധികളായ നമ്മുടെ പൊന്നോമന മക്കൾ വാങ്ങി തിന്നുന്നുണ്ട്. അവരെന്നേക്കും ലഹരിക്ക് അടിമപ്പെട്ടു പോകും. അവരാണ് നാളെ കഞ്ചാവിൻ്റെയും മദ്യത്തിൻ്റെയും അടിമയായി മാറുന്നത്. അവരാണ് മൊബൈൽ ഫോണിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും പുറകെ ഓടുന്നത്. അവരാണ് ഇന്ന് മോട്ടോർ സൈക്കിളിൻ്റെയും കാമുകൻ്റെ കൂടെ ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? രക്ഷിതാക്കളായ നമുക്ക് തന്നെയാണ്. അതിൽ കുഞ്ഞു മക്കൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിച്ചാൽ കാര്യമായ പങ്കൊന്നും ഇന്ന് ആ കുഞ്ഞു മക്കൾക്കില്ല. അതിനുള്ള പക്വത ഇന്ന് ആ കുട്ടികൾക്കില്ല. അവർക്ക് കൊടുക്കുന്ന 2-5 ടിപ്സ് എന്ന പേരിൽ കൊടുക്കുന്ന രക്ഷിതാക്കളോട് ഒരു വാക്ക്, ഇനി മുതൽ അങ്ങനെ കൊടുക്കാതെ, എന്നും അവർക്ക് പണക്കാതിരിക്കാൻ വേണ്ടി പറയാം. എന്നും പറ്റുമെങ്കിൽ നിങ്ങൾ 100 രൂപ കൊടുക്കുക. വലിയ സ്റ്റാർ മിഠായികൾ വാങ്ങട്ടെ, കെമിക്കൽ ഇല്ലാത്ത, ചോക്കോ പൗഡർ ആഡഡ്, മിൽക്ക് ഉള്ളത്, പാല് ചാർത്തിയത്, പഞ്ചസാരയുള്ളത്, നാരങ്ങാ സത്ത് ചേർത്തിയതെന്ന് വ്യക്തമായി എഴുതി പിടിപ്പിച്ച ഇന്റർനാഷണൽ ഗ്യാരണ്ടിയുള്ള, ഹെൽത്തിന് കുഴപ്പമില്ലാത്ത, ഹാംഫുൾ അല്ലാത്ത ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മുടെ മാർക്കറ്റിൽ കിട്ടും. അതിന് 100 രൂപയും 50 രൂപയ്ക്ക് കുറഞ്ഞ് കിട്ടൂല. 1 രൂപക്കും 2 രൂപക്കും 5 രൂപക്കും അണ്ണാച്ചകൾക്ക് പോലും ഇന്ന് കൊടുത്താൽ സ്വീകരിക്കാത്തത് കുഞ്ഞുമക്കൾക്ക് ടിപ്സ് എന്ന പേരിൽ നിങ്ങൾ കൊടുത്തു വിടുമ്പോൾ നിങ്ങൾ ഓർക്കുന്നില്ല, എൻ്റെ കുട്ടികളും നാളെ ലഹരിക്ക് അടിമപ്പെടുമെന്ന്. അതേ അതിന് മാർഗമുള്ളൂ, പരിഹാരമുള്ളൂ. ഇനിയിപ്പോൾ പത്രത്തിൽ വന്നതൊന്നും ഇപ്പോൾ പറയുന്നില്ല. ഇനിത് വേറൊരു ലഹരി. അപ്പോൾ മിഠായി ലഹരി പറഞ്ഞു, മൊബൈൽ ലഹരി അല്ലേ? വലിയവരും ചെറിയവരും കുട്ടികളും മക്കളും കംപ്ലീറ്റ് ഇരുന്ന് തോണ്ടിക്കൊണ്ടിരിക്കുക. ഇന്ന് വാട്സപ്പിൽ 4 തോണ്ടൽ തോണ്ടാതെ ഉമ്മാക്ക്, ഇന്ന് എല്ലാ ഉമ്മയല്ലോ, ഞാൻ ആരാണോ ഇതിന് അടിമപ്പെട്ടവരോടാ പറയുന്നത്. വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇന്റർനെറ്റിലും ഒന്ന് തോണ്ടിക്കളിക്കാത്ത ഏതെങ്കിലും ഒരു ഉമ്മക്ക് ഉറക്കു വരുമോ? സീരിയൽ കണ്ടുകൊണ്ട് ആ സീരിയൽ പൂർത്തിയാക്കാതെ ഭർത്താവിന് പോലും ചോറ് കിട്ടാത്ത സമയമാ. കുഞ്ഞുമക്കൾ പഠനം പൂർത്തിയാക്കിയാൽ പോലും അവർ ചോദിച്ചാൽ ഉമ്മക്ക് ചോറ് വിളമ്പി കൊടുക്കാൻ സമയമില്ല. ഈ സീരിയൽ ഒന്ന് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാ. എന്താ കാരണം? സീരിയലിൽ അഡിക്റ്റഡാ. ഞാൻ എൻ്റെ വീട്ടിലോ എൻ്റെ ഒരു കുടുംബത്തിലും സീരിയൽ കണ്ടാൽ അപ്പം ഇറങ്ങിപ്പോകും ഞാൻ. എനിക്ക് വലിയ ഈമാനും വിവരമൊന്നുമില്ല, പക്ഷേ ഇതിൻ്റെ ഭവിഷ്യത്ത് എനിക്കറിയാം. ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷേ ഇതിൻ്റെ ഭവിഷ്യത്ത് എനിക്കറിയാം. കുടുംബ തകർച്ച എനിക്കറിയാം. ഒരു സീരിയലിലും നന്മകളില്ല കേട്ടോ. 99% സീരിയലുകളിലും ഇന്ന് ബലാത്സംഗവും കൊള്ളിവെപ്പും കത്തിക്കുത്തും അടിയും പിടിയുമല്ലാതെ എന്തെങ്കിലും ഒരു മെസ്സേജ് നിങ്ങൾ ഇതുവരെ സീരിയൽ എന്ന് കണ്ടത് എനിക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഇതെൻ്റെ പെങ്ങന്മാരെ കുടുംബത്തിൽ 5 മുക്കിൽ കുടുംബ സംഗമത്തിൽ ഞാൻ എൻ്റെ സമൂഹത്തോട് ചോദിച്ച ചോദ്യമാ. ആർക്കെങ്കിലും തരാൻ പറ്റുമോ? 10-20 കൊല്ലമായി സീരിയൽ കണ്ട് 15 കൊല്ലമായി പ്രസവിക്കാത്ത വയറും താങ്ങി നടക്കുന്ന ഒരു പെണ്ണ് ഒരിക്കൽ പ്രസവിക്കുമെന്ന് ഓർത്തുകൊണ്ട് പ്രസവിക്കാതെ കാത്തിരിക്കുന്ന എത്ര പെണ്ണുങ്ങളെന്ന് അവിടെ വീട്ടിലുണ്ടെന്നറിയോ? അവർ പ്രസവിക്കൂല. കാരണം ആ ഡയറക്ടർ അങ്ങനെ പറഞ്ഞതാ, പെറ്റാ കഴിഞ്ഞു ചിത്രം, അല്ലെങ്കിൽ ആ ഡയറക്ടർ മരിച്ചുപോയി, ഇനി പ്രസവിക്കൂല അവൾ. ഇങ്ങനെ ആന പോലും 10 കൊല്ലം കഴിഞ്ഞാൽ പ്രസവിക്കും. ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ വളമ്പണ സീരിയലിൻ്റെ കണ്ടുകൊണ്ട് വേണ്ട അടുക്കളയിലേക്ക് ഇറങ്ങുന്ന പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടോ? കൺമഷിയും പുകണ്ണയൊക്കെ ഇട്ട് പെയിൻ്റൊക്കെ അങ്ങോട്ട് അടിച്ച് ഒരു വല്ലാത്ത പപ്പടം അങ്ങനെ പോയിരിക്കുന്നത് കാണാം. അങ്ങനെ ഞങ്ങളൊക്കെ പപ്പടം പൊരിക്കൽ അടുക്കളയിൽ അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ടാ ചുമ്മാ നമ്മളെ പറ്റിക്കുക. അത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചിലപ്പോൾ കുറേ പെണ്ണുങ്ങളും. ഒരു എൻ്റെ പെങ്ങളെ വീട്ടിൽ ചെന്നപ്പോഴാ പെങ്ങന്മാരെ കുട്ടികളൊക്കെ കൂടിയുണ്ട്, ഇങ്ങനെ തേങ്ങി കരയണു. ചിലവർ തോർത്തുമുണ്ടൊക്കെ കൊടുത്ത് ഇങ്ങനെ തുടയ്ക്കുന്നുണ്ട്, കണ്ണും മൂക്കൊക്കെ ഇങ്ങനെ ചീന്തുണു. എന്തെവിടെ സംഭവിച്ചു എന്ന് ചോദിച്ചു. എൻ്റെ കുട്ടികൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റുമോ? അങ്ങനെ പറ്റിയൊന്നും ഇത്ര കരച്ചിലില്ല.
സീരിയൽ ആർക്കോ പറ്റിയപ്പോഴാണ് പൊട്ടിക്കരയണത്. ഞാൻ ചോദിച്ചു, അപ്പോൾ പെങ്ങളെ കുട്ടി പറയണോ, ഇന്നലെ കണ്ടിരുന്നു, അതിൻ്റെ ബാക്കി ഇന്ന് വരും എന്ന് വിചാരിച്ചു, കേബിള് കട്ടാണ്, പൈസ അടച്ചിട്ടില്ല, ആകെ ടെൻഷനാണ് ഇവിടെ ഉള്ളവരിക്കും. ഇന്നലെ എന്താ കണ്ടെന്ന് വെച്ചു, ആ പെണ്ണ് അവൻ്റെ നേരക്ക കടാരയുമായി ബാക്കി നാളെ കുത്തിയോ കുത്തിയില്ലേ, മരിച്ചോ മരിച്ചില്ലേ, ആകെ ടെൻഷനാണ്. നേരം പുലരുന്നത് വരെ ഭർത്താവിനെ പോലും കാണാതെ കിടന്നുറങ്ങുന്ന പെണ്ണുങ്ങളുണ്ട്. കരയണവൾ പൊട്ടിക്കരയാ ഇന്നലത്തെ കുത്ത് കണ്ടിട്ട്. ഭർത്താവിനൊന്ന് പനിച്ചാൽ ഇത്ര കരയില്ല. ഞാൻ ആ പെണ്ണിനെ കുറ്റം പറയല്ല, ലഹരിക്കടിമപ്പെട്ടു പോയി. പ്രിയപ്പെട്ട ഉമ്മമാര് പെങ്ങന്മാരോട് പറയണ, നിങ്ങൾക്കെങ്കിലും ഇതൊന്ന് വീട്ടിൽ ബഹിഷ്കരിച്ചുകൂടെ? ഈ ഒരു മെസ്സേജ് അതിനാവട്ടെ. സീരിയൽ അങ്ങ് ബഹിഷ്കരിക്കും നിങ്ങൾ. കുട്ടികളെ ബുദ്ധി വെക്കും മക്കളെ, ഉമ്മാക്ക് നല്ല ബുദ്ധി വരും. അതങ്ങനെ ഒഴിവാക്കിയാൽ ഭ്രാന്ത് മാറിക്കിട്ടും, ഭക്ഷണത്തിന് രുചി കൂടും. ഒരു പടം നിങ്ങൾ കണ്ടോ, കാണാതിരിക്കുക. നിങ്ങൾ 2 മണിക്കൂറോടൊക്കെ തീരുമല്ലോ, അല്ലെങ്കിൽ ഒരു 3 മണിക്കൂറുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഓൻ കൊന്നു, അല്ലെങ്കിൽ ജനിച്ചു, അല്ലെങ്കിൽ എല്ലാം മണ്ണിട്ട് പോയി, അല്ലേ, അല്ലെങ്കിൽ പടപടാറ് വെടിയച്ചാൻ തീർന്നു. കാമുകന്മാരെടുത്ത നഗ്ന ചിത്രങ്ങൾക്ക് ഇതാ ഇപ്പോൾ ഞങ്ങളുടെ വാട്സപ്പിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. എൻ്റെ കൈകളിലേക്ക് എത്രയും പെട്ടെന്ന് നീ തിരിച്ചു വരണം, ഇല്ലെങ്കിൽ നമ്മളെടുത്ത നഗ്ന ചിത്രങ്ങൾ ഇൻ്റർനെറ്റിലിട്ട് നിന്നെയും നിൻ്റെ കുടുംബത്തെയും ഞാൻ നാറ്റിക്കും. അത് വേണ്ടമെങ്കിൽ എത്രയും പെട്ടെന്ന് നീ എൻ്റെ കയ്യിലേക്ക് തന്നെ തിരിച്ചു വരണം എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ട മക്കൾക്ക് കൊടുത്ത വാട്സപ്പ് മെസ്സേജ് ഞങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ട് ആ കുട്ടികൾ പൊട്ടിക്കരഞ്ഞു. പുറത്തേക്ക് ഇറങ്ങിയാൽ കയ്യും കാലും തല്ലിയൊടിക്കുമെന്ന് രക്ഷിതാക്കൾ അതല്പം വൈകിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. നോക്കണം നിങ്ങൾ, പകുതിയോളം പേര് സമനില തെറ്റി, പകുതിയോളം കുട്ടികൾക്ക് ഇനി നാളെ ഒരു വിവാഹ ചടങ്ങിലേക്ക് അവരെ ചിന്തിക്കാൻ കഴിയുമോ? നട്ടലിലുള്ള ഏതെങ്കിലും ഒരു ആൺകുട്ടി അവളെ കെട്ടാൻ തയ്യാറാകുമോ? ഇതൊന്നും ചിന്തിക്കാതെ ഇറങ്ങി പുറപ്പെട്ട കാമുകൻ്റെ അടുത്തേക്ക് ഓടിയ പെൺകുട്ടികൾ ഇതാ പൊട്ടിക്കരയാൻ തുടങ്ങി. ഇനി ഭാവിയിൽ എന്ത് സംഭവിക്കും? 5-10 കൊല്ലത്തിനുള്ളിൽ അവർക്കൊരു വരനെ കണ്ടെത്തും. ആരെ കണ്ടെത്തും? കള്ളുകുടിയനായ തമ്മാടിയായ ഒരു പുതിയ ആപ്പിളയെ, അല്ലേ, ഒരു വരനെ, ഒരു ഭർത്താവിനെ കണ്ടെത്തും. അങ്ങനെ അവൻ്റെ കൂടെ ഒരു പക്ഷേ ജീവിച്ചേക്കാം. ചിലപ്പോൾ പലതും മറ്റും സംഭവിച്ചേക്കാം. ഇതല്ലേ ഇന്ന് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പച്ചയായ സത്യം. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ഇതിൽ മാതാപിതാക്കളുടെ പങ്കെന്ത്? ഒരു പങ്ക് ഞാൻ പറഞ്ഞു. പ്രായപൂർത്തി എത്തിയതായ കുഞ്ഞുങ്ങൾക്ക് മൾട്ടിമീഡിയ പോലുള്ള ഫോൺ സ്വന്തമായി കയ്യിൽ കൊടുക്കുമ്പോൾ ഒരിക്കലും ശ്രദ്ധിക്കുന്നില്ല. എൻ്റെ കുഞ്ഞൊരു കാമുകനുമായി പ്രേമത്തിലാണെന്നോ അവൾക്കൊരു ലൈനുണ്ട് എന്നോ ഒരിക്കലും രക്ഷിതാക്കൾ പോലും ചിന്തിക്കുന്നില്ല. അവൾ മിടുക്കിയാണ്, അവൾ മിടുക്കനാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സപ്പോർട്ടും ചെയ്തുകൊണ്ട് വീട്ടിലിരുത്തിയിരിക്കുകയാണ്. പോട്ട് ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ തൽക്കാലം കടക്കുന്നില്ല. തെമ്മാടിയായ ഒരു ഭർത്താവിനെ കിട്ടി, അവരുമായി മുന്നോട്ട് പോയി. ഇനി എന്ത് സംഭവിക്കും നമുക്ക് നോക്കാൻ. ഈ പറഞ്ഞതുമായുള്ള തെളിവുകളും നമുക്കൊരൽപ്പം നോക്കാം. നോക്കൂ നിങ്ങൾ, ഭാരതത്തിൽ 70,000 കുട്ടികളാണ് ഇതുപോലെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ 120 കോടിയോളം വരുന്ന ജനത്തിൽ 3/4 കോടിയോളം വരുന്ന 70ഓളം ലക്ഷം കുട്ടികളാണ്. അത് പ്രായപൂർത്തിയായതും ആവാത്തതും അതിനകത്തുണ്ട്. ചെറിയ മക്കൾ വരെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒളിച്ചോടവും തട്ടിക്കൊണ്ടുപോക്കും കാമുകനുമായി സല്ലപിച്ചും വീടുള്ളതും ഇല്ലാത്തതും വിവരവും വിദ്യാഭ്യാസമുള്ളതും ഇല്ലാത്തതുമായ നല്ല കുടുംബത്തിൽ പകർന്നവരും ഇതിനകത്തുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയധികം പീഡിപ്പിക്കപ്പെടുന്നത്? ഇത്രയധികം കുട്ടികൾ ഒളിച്ചോടുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഈ കുടുംബത്തിൽ ഇതുപോലത്തെ ഒരു വാർത്ത നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മയൊക്കെയുള്ളൊരവസ്ഥ? മറ്റു കുടുംബങ്ങൾ എന്തായിരിക്കും വിചാരിക്കുക? നോക്ക്, ഇത് ഇന്ത്യയിൽ 12,000-ഓളം ആളുകളെയാണ് ഇതുപോലെ, കേരളത്തിൽ 12,000-ഓളം കുട്ടികളെയാണ് ഇതുപോലെ കാണാനില്ലാതാകുന്നത്. അതിൽ 2,000 കുട്ടികൾ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. അതിൽ 100 കുട്ടികളോളം മരണപ്പെട്ടു പോയി. ഇനി ബാക്കിയുള്ളതൊന്നും ഇപ്പോൾ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതിൽ 924 കുഞ്ഞു മക്കളെ പീഡിപ്പിക്കപ്പെട്ടു. 11നും 15നും ഇടയിൽ പ്രായമുള്ള ചെറിയ മക്കളെ മൃഗീയമായി പീഡിപ്പിക്കാനുള്ള കാരണം എന്താ? അതിൽ ആ കുട്ടികൾക്ക് എന്താ പങ്ക്? രക്ഷിതാക്കൾക്ക് എന്താണ് പങ്ക്? സ്കൂളിലേക്കും മദ്രസയിലേക്കും പോകുന്ന കുട്ടികളെ മൃഗീയമായി പീഡിപ്പിച്ചു എന്നും അവരെ ഉപദ്രവിച്ചു എന്നും പത്രവാർത്തയിൽ വായിക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നില്ല, ഇത് നാളെ എൻ്റെ കുടുംബത്തിലേക്കും ഇതുപോലൊരവസ്ഥയുണ്ടാകുമോ എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. ഇത്രയും ചെറുപ്രായത്തിലെ കുഞ്ഞു മക്കളെ ഇങ്ങനെ ഉപദ്രവിക്കാൻ കാരണമെന്താ? ഞങ്ങളുടെ ഒരു പറ്റം ആളുകൾ അന്വേഷിച്ചതാണ്, വായിച്ചതാണ്, ആ പത്രവാർത്തകൾ അതിൽ നിന്ന് കിട്ടിയതാണ് ഈ വാർത്ത. ഇതൊന്നും ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. ഓരോ പേജിലും 15ഉം 20ഉം നിങ്ങളൊക്കെ വായിച്ചു മറന്നതാണിത്. നോക്കുക, സോഷ്യൽ മീഡിയയിൽ കണ്ട ഇന്നത്തെ യുവാക്കൾ 4,40,000 യുവാക്കളാണ് ഓരോ വർഷവും ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോക ജനസംഖ്യയിൽ 30% യുവാക്കളും ഇതിന് അഡിക്റ്റഡ് ആണ്. ഇന്നത്തെ മുഴുവൻ യുവാക്കളിൽ 30%വും ഇന്നത്തെ സോഷ്യൽ മീഡിയ, ഇൻ്റർനെറ്റ് പോലുള്ള കാര്യങ്ങളിൽ അഡിക്റ്റഡ് ആണ്, ഭ്രാന്തിയാണ്. അതിൽ 4,40,000 കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. ഭാരതത്തിൻ്റെ കണക്ക്
നേരത്തെ പഴയ പേജിലേക്ക് തിരിച്ചെത്തി. 664 കുട്ടികളിൽ 603 പേരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാതാപിതാക്കൾ പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ആ കേസ് അന്വേഷിച്ചു, തിരിച്ചേൽപ്പിച്ചു കഴിഞ്ഞു പ്രിയപ്പെട്ട രക്ഷിതാക്കളെ കയ്യിലേക്ക്. ഒരു നല്ല കണക്കാ. ചുണച്ചുകുട്ടന്മാരായ സൈബർ ഉദ്യോഗസ്ഥരും പോലീസുകാരുമാണ് ഇന്ന്. അതുകൊണ്ട് അവരത് അന്വേഷിച്ചു കണ്ടെത്തി. 61 പേരുടെ കുറവതിനകത്തുണ്ട്. ഞങ്ങൾ അന്വേഷിച്ചു വീണ്ടും ഈ 61 കുട്ടികൾ എവിടെ പോയി എന്ന്. അതിൽ നിന്നും കിട്ടിയ മറുപടി ഇതാ. രക്ഷിതാക്കൾ പറഞ്ഞു, ഉമ്മയും വാപ്പയും പറഞ്ഞു, എൻ്റെ പൊന്നുമോൾ മരണപ്പെട്ടു പോയി എന്ന്. എന്നാൽ യഥാർത്ഥ അതിൻ്റെ FIR-ലേക്ക് പോലീസ് സ്റ്റേഷൻ്റെ കണക്കിലേക്ക് പോയി നോക്കിയപ്പോൾ അവരാരും മരണപ്പെട്ടു പോയിട്ടില്ല. പകരം എന്താ സംഭവിച്ചത് അറിഞ്ഞു? ബൊംബായിലെ ചുവന്ന തെരുവിൽ തൻ്റെ ഇറച്ചി കച്ചവടമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന വാർത്ത കേട്ടപ്പോൾ ഉമ്മ പറയാ അയൽവാസികളോട്, സ്വന്തം കുടുംബത്തോട് പറഞ്ഞു, എൻ്റെ മകൾ മരിച്ചു പോയി എന്ന്. അതങ്ങനെ പറയേണ്ടി വന്നു. ജീവിച്ചിരിക്കുന്ന മക്കൾ മരണപ്പെട്ടു പോയി എന്ന് പറയേണ്ട ഒരവസ്ഥ ഇന്ന് രക്ഷിതാക്കൾക്ക് വന്നത് എന്തുകൊണ്ടാണ്? അതിൽ പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഇതൊരു 1 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് തീരുന്നതല്ല. പക്ഷേ ഇവിടുത്തെ സമയം അതിന് അനുവദിക്കുന്നില്ല. ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ഇവിടെ നടക്കേണ്ടതുള്ളത് കൊണ്ട് വളരെ ഷോർട്ടായി വളരെ കുറച്ച് ഭാഗം മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതേ കാലയളവിൽ 2868 വീട്ടമ്മമാരും ഒളിച്ചോടി. പ്രിയപ്പെട്ട പെൺകുട്ടികളെ മാത്രം കുറ്റപ്പെടുത്തണ്ട. 664 കുട്ടികൾ ഒളിച്ചോടിയപ്പം പകുതിയോളം സമനില തെറ്റി ബാക്കി പകുതി കുട്ടികളെ കല്യാണം കഴിപ്പിച്ചയക്കും. 5ഉം 10ഉം കൊല്ലം ഭർത്താവിൻ്റെ കൂടെ ചെലവഴിച്ചാൽ ആ കുഞ്ഞുങ്ങൾ പിന്നെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വീണ്ടും തൻ്റെ കാമുകനുമായി ഒളിച്ചോടാനുള്ള ഒരു വെമ്പലാണ് ആ കുഞ്ഞുമക്കൾക്ക് അല്ലെങ്കിൽ ആ മാതാക്കൾക്കുള്ളത്. ഇവിടെ മാതാക്കളെന്ന് വീട്ടമ്മമാരെന്ന് പറയുന്നത് കുട്ടികൾ ഉണ്ടാവണമെന്നില്ല. വീട്ടിൽ കല്യാണം കഴിച്ച് വിട്ടാൽ വീട്ടമ്മ എന്ന് പറയും. ഈ 2868 വീട്ടമ്മമാർ എന്തുകൊണ്ടാണ് ഒളിച്ചോടിയത്? തൻ്റെ കാമുകനെ അന്വേഷിച്ച് പോയത്. നോക്കണം നിങ്ങൾ. ഇത്രയും പേര് ഒളിച്ചോടിയപ്പോൾ ഒരു ഭർത്താവ് പോലും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തില്ല അത്രേ. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ എനിക്ക് തിരിച്ചു കൊണ്ടുവരണം, എൻ്റെ കൺമണിയാണ് അവൾ, എൻ്റെ കരളാണ്, കഷ്ടമാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഭർത്താവ് പോലും പോലീസ് സ്റ്റേഷനിൽ പോയി പൊട്ടിക്കരഞ്ഞില്ല. പക്ഷേ ആ പെൺകുട്ടിയുടെ ആ വീട്ടമ്മയുടെ ഉമ്മ, അവർ വല്യമെന്ന് ജീവിച്ചിരിപ്പുള്ള പകുതിയോളം ഉമ്മമാരുണ്ടായിരുന്നു. അവർ പോയി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ ഗർഭത്തിൽ പറന്ന, എൻ്റെ വയറ്റിൽ പറന്ന കുട്ടിയാ, അവൾ എത്ര വേശിയാണെങ്കിലും അവൾ എത്ര തമ്മാടിയാണെങ്കിലും എൻ്റെ പെൺമക്കളായ എൻ്റെ പൊന്നുമോളാണ്, അവളിലേക്ക് തിരിച്ചു കിട്ടണമെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ മാതാവ് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തപ്പോൾ പകുതിയോളം വീട്ടമ്മമാരെ അവർ തിരിച്ചേൽപ്പിച്ചു കഴിഞ്ഞു. അതും ഒരു നല്ല കണക്കായി. എന്തിനു വേണ്ടി തിരിച്ചേൽപ്പിച്ചു എനിക്കറിഞ്ഞുകൂടാ. ഇന്ന് നാടിൻ്റെ ഒരു പച്ചയായ സത്യമായി പറയുന്നത് 2014 എന്ന് പറയുന്നത് 2 കൊല്ലം മുമ്പേ നടന്ന കണക്കുകളാണ് ഇപ്പം നിങ്ങൾ കേട്ടത്. ഈ 2016 കണക്ക് 2017 നമുക്ക് കിട്ടും. അതിൽ ഈ കുടുംബത്തിലെ ഒരു മെമ്പറും ഉണ്ടാകരുത്. അതിനുവേണ്ടിയാണ് ഈ കുടുംബ സംഗമത്തിൽ ഈ എളിയവൻ വന്ന് ഈ കാര്യം നിങ്ങളെ ഉണർത്തുന്നത്. വന്നു പോയതിന് ശേഷം പറഞ്ഞിട്ട് കാര്യമില്ല. വരുന്നതിന് മുൻപ് തന്നെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഇത്രയും കുഞ്ഞുങ്ങളെ ഇങ്ങനെയൊക്കെ പീഡിപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ്? പ്രിയപ്പെട്ട ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രായം ചെന്ന അല്ലെങ്കിൽ പ്രായപൂർത്തിയായ പേരക്കുട്ടികളും കുട്ടികളും നിങ്ങളുടെ കൈകളിലുണ്ട്. അവരും ഇടയ്ക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്ന്. എന്തുകൊണ്ടാണ് ഇത്രയധികം കുഞ്ഞു മക്കളെ ഇങ്ങനെ മൃഗീയമായി ഉപദ്രവിക്കുന്നത്, പീഡിപ്പിക്കുന്നത്? എന്താണെന്ന് ഞങ്ങളുടെ ഒരു പറ്റം അന്വേഷിച്ചപ്പോൾ അതിനും കണ്ടെത്തി. ഇന്നത്തെ യുവാക്കൾക്കും രക്ഷിതാക്കൾക്കും ഒരു പ്രത്യേക ലഹരി ബാധിച്ചു കഴിഞ്ഞു. ഒരു പ്രത്യേക ലഹരി, അഡിക്ഷൻ എന്ന് പറയും. അത് മദ്യപിച്ചാൽ കിട്ടുന്നതല്ല. കള്ളും കഞ്ചാവും മറ്റു ലഹരി പദാർത്ഥങ്ങൾ കഴിച്ചാൽ കിട്ടുന്ന ലഹരിയെക്കുറിച്ചല്ല ഈ പറയുന്നത്. പല ടൈപ്പ് ലഹരിയുണ്ട്. അതിലെ ലഹരി എന്നാണ് പറയുന്നത്. ലഹരി എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥം, ഒരു സാഹചര്യം, ഒരു പ്രത്യേക വസ്തുവിനോട് അടിമപ്പെടലാണ് ലഹരി. ഒരു പദാർത്ഥം, ഒരു സാഹചര്യം, ഒരു പ്രത്യേക വസ്തുവിനോട് അടിമപ്പെടലാണ് ലഹരി. പച്ചവെള്ളം ഒഴികെ എല്ലാ പദാർത്ഥവും ലഹരിയാണോ എന്നാണ് പറയുന്നത്. ഇവിടെ ആൽക്കഹോളാണോ, ഹറാമാണോ, കറാഹത്താണോ, ഹലാലാണ് എന്ന വാക്കുകളെല്ലാം ഇവിടെ ഉപയോഗിച്ചത്. ലഹരി, അഡിക്ഷൻ, മനുഷ്യനെ ഭ്രാന്തനാക്കുന്ന, മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുന്ന ഒരു തരം സ്വഭാവം ഉണ്ടാവുക ശരീരത്തിൽ. ഒരു വസ്തു, അത് ഏത് വസ്തുവാവാം. ഒരു പദാർത്ഥം, അതൊരു കട്ടൻ ചായ വരെ ആവാം. അത് പെപ്സി ആവാം, കുറുക്കുറു ആവാം, ലെയ്സ് ആവാം, കട്ടൻ ചായ ആവാം, ഹോർലിക്സ് ആവാം, ബിസ്ക്കറ്റ് ആവാം, ചോക്ലേറ്റ് ആവാം, എന്തുമാവാം. ഒരു സാഹചര്യം, അത് ഫുട്ബോൾ കളിയാവാം, വോളിബോൾ കളിയാവാം, TV ആവാം, സീരിയൽ ആവാം. ഒരു വസ്തു, അത് മോട്ടോർ സൈക്കിൾ ആവാം. പറയാം നമുക്ക്. ഇന്ന് കുഞ്ഞു മക്കളെ ലഹരിക്ക് അടിമപ്പെടുത്തുന്നത് ആരാണ്? ഒറ്റ വാക്കി പറഞ്ഞാൽ ഉമ്മയാണ്. കുഞ്ഞു കുട്ടികളെ മൊബൈൽ ഫോൺ എന്ന ലഹരിയിൽ അകപ്പെടുത്തുന്നത് ആരാണ്? ഒരു വയസ്സായ കുഞ്ഞങ്ങ് കരഞ്ഞാൽ ആ കുഞ്ഞിന് ആദ്യം തൻ്റെ ഉമ്മ കയ്യിലുള്ള വാട്സപ്പിലെ വീഡിയോ അല്ലേ വെച്ച് കൊടുക്കുന്നത്. അത് വെച്ച് തുടങ്ങി കുഞ്ഞു മക്കൾക്ക് ലഹരി എന്ന ആ സംഭവം. ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞു, 6 മാസം 1 വർഷം പോലും തികയാത്ത കുഞ്ഞ് ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ ഇന്ന് എൻ്റെ വീട്ടിലും നിങ്ങളുടെ വീട്ടിലും, എൻ്റെ വീട്ടിലില്ല, ഞാൻ അങ്ങനെ പറയുന്നില്ല, എൻ്റെ കുടുംബത്തിലുണ്ടാകും, എൻ്റെ വീട്ടിൽ ഇനി കൊടുക്കില്ല. അതിനെക്കുറിച്ച് സംസാരിക്കുമ്പം എനിക്ക് തന്നെ തോന്നും അത് ശരിയല്ല. എൻ്റെ പെങ്ങളെ വീട്ടിൽ പലയിടത്തും ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കുടുംബത്തോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കുക.
കുഞ്ഞു മക്കൾ കരയുമ്പോൾ, ഭക്ഷണം കിട്ടാതെ കഴിക്കാതെ വാശി പിടിച്ച് കരയുമ്പോൾ ഉമ്മയുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ എടുത്ത് അതിൽ പാട്ടും മ്യൂസിക്കും ആൽബവും തോമാഞ്ചേരി കാർട്ടൂണും വെച്ച് കുഞ്ഞു മക്കൾക്ക് കൊടുക്കുമ്പം അവരങ്ങനെ തോണ്ടി കളിക്കുമ്പോൾ വായിലൂടെ ചോറ് താനേ ഇറങ്ങിപ്പോകും. ഉമ്മക്ക് വലിയ അനുഗ്രഹമാണ്. മറ്റു ശല്യങ്ങളിലേക്കൊന്നും ഉമ്മ ആ കുഞ്ഞ് വരില്ല. അതുകൊണ്ട് കയ്യിലുള്ള മൊബൈൽ ഫോൺ അങ്ങ് കളിക്കാൻ വെച്ചുകൊണ്ട് ഉമ്മയുടെ ജോലിയിൽ ഉമ്മ മുഴുകും. ഉമ്മ ഒരിക്കലും അറിയുന്നില്ല എൻ്റെ കുട്ടി ഇത് ലഹരിക്കടിമപ്പെട്ടു പോകുമെന്ന്. 1 വയസ്സിൽ തോണ്ടി, നന്നായി തോണ്ടി കളിച്ചു. 2 വയസ്സിലും തോണ്ടി, 3-ൽ തോണ്ടി, 4-ൽ തോണ്ടി, 5-ൽ തോണ്ടി. 1-ാം ക്ലാസ്സിലെത്തി അവൻ തോണ്ടി, അവൾ തോണ്ടി. 2-ലും 3-ലും എത്തിയ ഗ്രൂപ്പിസം തോണ്ടി. സ്കൂളിൽ പോയി തൻ്റെ കുട്ടികളുമായി സംസാരിച്ചു. ഇന്നലെ ഉമ്മയുടെ മൊബൈൽ ഫോണിൽ കണ്ട ചിത്രം നീ എന്തായിരുന്നു എന്ന് ചോദിച്ചു. ഇല്ല, എനിക്ക് കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു. നാളെ 8 മണിക്ക് ഞാൻ എൻ്റെ ഉമ്മയിൽ നിന്ന് ഞാൻ നിനക്ക് എൻ്റെ ഉമ്മയുടെ ഫോണിലേക്ക് ഞാൻ തോണ്ടിത്തരാമെന്ന് പറഞ്ഞ് ഉമ്മ നിസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ചെറിയ മക്കൾ പോലും ഉമ്മയുടെ ഉപ്പയുടെ മൊബൈൽ ഫോൺ എടുത്ത് കുഞ്ഞു മക്കൾക്ക് ഗ്രൂപ്പിസം ഉണ്ടാക്കി തോണ്ടിക്കളിക്കുന്നത് രക്ഷിതാക്കൾ കാണാതെ മറന്നു പോകുന്നു. അതിന് പണച്ചെലവില്ലല്ലോ എന്ന് വിചാരിച്ച് അതിന് മാറി നിൽക്കുന്നു. കുട്ടികളുടെ സന്തോഷമല്ല എൻ്റെ സന്തോഷം, കുട്ടികളുടെ ബുദ്ധി വികസിക്കുമെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് അത് അനുവദിക്കുകയാണെന്ന്. ഇത് ഞാൻ പറയാൻ ഞാൻ ആരാണെന്നല്ലേ? 17 കൊല്ലമായി മൊബൈൽ ഫോണും അനുബന്ധ ഉപകരണങ്ങളും അതിൻ്റെ റിപ്പയറിങ്ങും അതിൻ്റെ കോഴ്സുകളും വിൽക്കുന്ന ഒരു എഞ്ചിനീയർ, ഒരു സാധാരണ കച്ചവടക്കാരൻ കൂടിയാണ് ഞാൻ മൊബൈൽ വിൽക്കുന്ന ആളാണ്. ഇതിൻ്റെ തിന്മയെ പറ്റിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. റിസൾട്ടിൻ്റെ കുറച്ച് മുമ്പ് എന്ത് കച്ചവടമായിരുന്നു മൊബൈൽ ഫോണെന്നറിയോ? 10 A+മായി വന്ന നിനക്ക് ഗാലക്സി S5 വാങ്ങിത്തരാം, S6 വാങ്ങിത്തരാം എന്ന് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് ഓഫർ നൽകിയിരിക്കുകയാണ്. ഒരിക്കലും ആ ഉമ്മയും ബാപ്പയും അത് അറിയുന്നില്ല. ഈ കുട്ടിക്ക് മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്താൽ 10 A+ പോയിട്ട് 1 A+ പോലും കുഞ്ഞുമക്കൾക്ക് കിട്ടുകയില്ല. അവർ ഭ്രാന്തികളാകും, ഭ്രാന്തന്മാരാകും. 664 യുവാക്കളുടെ കാമുകൻ്റെ കൂടെ ഇവരും ഒളിച്ചോടുമെന്ന് ഒരിക്കലും ഈ മാതാപിതാക്കൾ ചിന്തിച്ചിട്ട് പോലുമില്ല. എന്നിട്ട് 10 A+ കിട്ടിയ ഗാലക്സി വാങ്ങിത്തരാ, 9 ആണെങ്കിൽ ഗാലക്സി S5 വാങ്ങിത്തരൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഉപ്പ പോലും ഗൾഫിൽ നിന്നും വാട്സപ്പ് മെസ്സേജ് ഉമ്മക്ക് അയച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഓഫറുമായി അത് വാങ്ങാൻ എൻ്റെ പീടികയിൽ വന്നുകൊണ്ട് ഒരു ഉമ്മയും ഒരു മകളും വന്നുകൊണ്ട് ചോദിക്കുക, എനിക്കതൊരു ഫോൺ വേണമെന്ന്. 50,000 45,000 രൂപയോളം വില വരുന്ന ഗാലക്സി സീരീസ് ഞാനിപ്പോൾ പറയുന്നില്ലേ, 3-4 കൊല്ലം മുമ്പ് ആ മോഡൽ ആ കുഞ്ഞിങ്ങനെ തോണ്ടിക്കളിച്ചപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ പറഞ്ഞു, മകൾ പഠിക്കുന്നത് 10ാം ക്ലാസ്സിലല്ല ഉമ്മ, അത് വേണോ കുഞ്ഞിനെന്ന് ചോദിച്ചപ്പം ആ പ്രിയപ്പെട്ട ഉമ്മ, ബുദ്ധിയുള്ള ഉമ്മ, തൻ്റെ അടിയായ ഉമ്മ പറയാ, ഏയ് ഞാനത് ഇപ്പം കൊടുക്കൂല, അവൾ 10 A+ എൻ്റെ കൺമുന്നിൽ കാണിച്ചു തരട്ടെ, അപ്പോഴേ വാങ്ങിച്ചു കൊടുക്കൂ എന്ന് ബുദ്ധിയുള്ള ഉമ്മയായിരുന്നു. പർദ്ദയിട്ട നല്ലൊരു ഉമ്മ, നിസ്കാരം നോമ്പും എല്ലാം സക്കാത്തും ചെയ്യുന്ന സാലിഹായ ഒരു ഉമ്മ കണ്ടാൽ അറിയാം. പക്ഷേ പെൺകുട്ടി അങ്ങനെയൊന്നും തട്ടം പോലും തലയിലില്ല. ഏതോ ആവട്ടെ, അവള് ഇതേ മകൾ വാക്ക് പാലിച്ചു. 10 A+മായി വന്നു. ആ കുഞ്ഞിന് ഗാലക്സി S5 തന്നെ വാങ്ങിച്ചു കൊടുത്തു. മകൾ തോണ്ടാൻ തുടങ്ങി. എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിൽ തന്നെ, സയൻസ് ഗ്രൂപ്പിൽ തന്നെ 11ാം ക്ലാസ്സിൽ ചേർത്തി. +1 അതിലും മോള് തോണ്ടി, 12ലും മോള് തോണ്ടി, +2ലും മോള് തോണ്ടി. അങ്ങനെ പരീക്ഷയുടെ 2 മാസം മുന്നേ മോളെ കാണുന്നില്ല. 664ൻ്റെ കൂടെ അവളും തൻ്റെ കാമുകനെ അന്വേഷിച്ച് പോയിരിക്കുന്നു. അന്വേഷിച്ചപ്പോഴേ അറിയുന്നത് ഇതേ അപ്പുറത്തിരിക്കുന്ന ഒരു +2 പഠിക്കുന്ന കുട്ടിയും അവനെയും കാണുന്നില്ല എന്ന്. 2 പേരും തോണ്ടിക്കളിച്ച് അങ്ങോ മറഞ്ഞു. അന്വേഷിച്ചു, സൈബർ സെല്ലിൽ പോയി അവർ തോണ്ടി നോക്കി. ഒക്കെ തോണ്ടിയെ കാണും ഇപ്പോൾ അല്ലേ? പണ്ടൊക്കെ മഷിട്ട് നോക്കുക എന്നാ പറയാം. ഇനി അതൊന്നും വേണ്ട, ജസ്റ്റ് ആ മൊബൈലൊന്ന് തോണ്ടിയാൽ മതി. എന്തും ലോകത്ത് എന്തും കാണാം. എന്തും ഒളിപ്പിച്ച് വെക്കാനൊന്നും കഴിയില്ല. എന്തും കാണാം, മനസ്സിൽ സങ്കല്പിച്ചത് എന്തും കാണാം. തോണ്ടി കണ്ടു. എവിടെ ഇരിക്കുന്നറിയോ? മംഗലാപുരത്തൊരു ലോഡ്ജ് മുറിയിൽ 2 പേരും കൂടെ തോണ്ടിക്കളിക്കുക. നല്ല സന്തോഷമായില്ലേ ഇവർക്ക്? എങ്ങനെയോ ആ വാപ്പയുടെ മൊബൈൽ ഫോണിലേക്ക്, വാപ്പ ഗൾഫിൽ നിന്നൊക്കെ വന്നു, മോളെ കാണുന്നില്ലല്ലോ, വന്നു. വാപ്പയുടെ വാട്സപ്പിലേക്ക് ഇതേ ഒരു മെസ്സേജ് വന്നിരിക്കുന്നു, കൺഗ്രാജുലേഷൻ മിസ്റ്റർ ഫാദർ. എങ്ങനെയാ? പ്രിയപ്പെട്ട തന്തയെ, തന്തക്ക് അഭിനന്ദനങ്ങൾ. ഇംഗ്ലീഷ് മീഡിയം കുട്ടിയായിരുന്നു. പ്രിയപ്പെട്ട തന്തയെ, തന്ത എന്ന് പറഞ്ഞ ദേഷ്യപ്പെട്ട വാക്ക്, ഉപ്പ പിതാവ് എന്നത് സ്നേഹത്തോടെയുള്ള വാക്ക്. ഞാൻ മനഃപൂർവ്വം അങ്ങനെ പറയണം കേട്ടോ. പ്രിയപ്പെട്ട തന്തയെ, തന്തക്ക് അഭിനന്ദനങ്ങൾ. എന്തിനാണ് ഈ അഭിനന്ദനങ്ങൾ എന്നറിഞ്ഞില്ല. വീണ്ടും അടുത്ത വാട്സപ്പ് മെസ്സേജ് വന്നപ്പോഴാണ് അറിയുന്നത്, എനിക്ക് വേണ്ടി താങ്കൾ വെറും 50,000 രൂപയെ ചിലവാക്കിയിട്ടുള്ളൂ. വാപ്പാട്ടോ, 50,000 രൂപ വാപ്പാൻ്റെ പൈസയാണ് ചിലവാക്കിയിട്ടുള്ളൂ. അതിന് പകരം ഇപ്പോൾ ഞാൻ താങ്കൾക്ക് സമ്പാദിച്ച് തന്നിരിക്കുന്നു 25 ലക്ഷം രൂപ. അത് വാപ്പാക്ക് മനസ്സിലായില്ല. 50,000 രൂപയ്ക്ക് പകരം മകളെ എനിക്ക് സമ്പാദിച്ച് തന്നത് 25 ലക്ഷം രൂപ. വാട്സപ്പ് മെസ്സേജ് വന്നപ്പോഴല്ലേ 3 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവളുടെ ഏട്ടത്തിന് വിവാഹം കഴിക്കാൻ 100 പവനും മറ്റു സ്ത്രീധന ചെലവുകളും, കല്യാണവും, ബിരിയാണി മാർഭാടങ്ങളും 20ഓളം ലക്ഷം രൂപ പ്രിയപ്പെട്ട തന്തയ്ക്ക് ചെലവായിരിക്കുന്നു. ഇന്നിതാ ഞാൻ എൻ്റെ കാമുകരെ സ്വന്തമായി കണ്ടെത്തിയ 1 രൂപ പോലും ചെലവില്ല. അതിന് പകരം താങ്കൾക്ക് ചെലവായത് ഈ മൊബൈൽ ഫോണിന് ചെലവാക്കി 50,000 രൂപ മാത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ട തന്തയെ, തന്തക്ക് അഭിനന്ദനങ്ങൾ. അപ്പോഴാ വാപ്പാക്ക് മനസ്സിലായത്, നല്ല ലാഭ പൊന്നു മക്കളെ. ഇനി കൊരാത്ത് ഫാമിലിയിൽ എല്ലാവരും ഓരോ മൊബൈൽ ഫോൺ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുക. കല്യാണത്തിൻ്റെ ചെലവ് കുറഞ്ഞു പോകും. എന്തേ പറ്റൂലേ? നല്ലതഞ്ഞ് അങ്ങനെ ആക്കുക. ഒരുപാട് കുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ടല്ലോ. +2 SSLCക്കൊന്നും കാത്തിരിക്കേണ്ട, ഒരു 7ാം ക്ലാസ്സിൽ തന്നെ വാങ്ങിച്ചു കൊടുക്കുക. എന്തിനാ +1 +2 10ാം ക്ലാസ്സും പഠിപ്പിച്ച് നിങ്ങൾ സാമ്പത്തികമായി ചെലവുണ്ടാക്കുന്നതിന്? മറ്റതെന്താ പറയുക? മറ്റെനിക്കൊന്നും പറയാനില്ല.
ഇതൊക്കെ അറിഞ്ഞുകൊണ്ടും ഇന്നും രക്ഷിതാക്കൾ കുഞ്ഞു മക്കൾക്ക് സ്നേഹത്തോടെ വാങ്ങിക്കൊടുക്കുന്ന ആ ഒരു ലഹരി അഡിക്ഷൻ എന്നത്, ചെറിയ മക്കൾക്ക് 1-ാം ക്ലാസ്സൊന്നും 2-ാം ക്ലാസ്സൊന്നും വാങ്ങിക്കൊടുക്കും, ഇല്ലെങ്കിൽ ഉമ്മയുടെ വായ്പെടുത്ത് കളിക്കും. 3-ലും 4-ലും 5-ലും എത്തും അവർ തോണ്ടിക്കളിക്കുന്ന നിറങ്ങൾ മാറും. 5-ാം ക്ലാസ്സും 10-ാം ക്ലാസ്സും എത്തുമ്പോഴും സ്വകാര്യമായും കോണിക്കൂട്ടിനിടുന്നും ഒറ്റയ്ക്ക് ഇരുന്നിട്ടും അവർ പല നീല ചിത്രങ്ങളും കളർ ചിത്രങ്ങളും കണ്ട് അതിൽ മതിമറന്ന് വീണ്ടും അവർ കാമുകൻ്റെ അന്വേഷിച്ച് അവർ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുഞ്ഞു മക്കൾക്ക് ആദ്യമായി ലഹരി എന്ന ഈ വസ്തു വാങ്ങിച്ചു കൊടുക്കുന്നത് രക്ഷിതാക്കളാ, ഇല്ലെങ്കിൽ കളിക്കാൻ അവസരം കൊടുക്കുന്നത് മാതാവും പിതാവുമാ. അവിടെ നിന്ന് നിർത്തണം ഉപ്പമാരെ. കുട്ടിക്ക് കളിക്കോപ്പ് പോലെ വാങ്ങിച്ചു കൊടുക്കരുത്. ഇനി ലഹരിയെക്കുറിച്ച് തന്നെ കുറച്ചുകൂടി പറഞ്ഞു തരാം. എന്താ ലഹരി എന്നുള്ളത്? ഇങ്ങനെ തോണ്ടിയ ലഹരിയാവുന്നു മനസ്സിലായി. 1 വയസ്സായ അല്ലെങ്കിൽ 2 വയസ്സായ ഒരു കുട്ടി ഇങ്ങനെ തോണ്ടിക്കളിക്കുക, നന്നായി ലഹരിക്ക് അടിമപ്പെട്ടു. അതില്ലാതെ കുട്ടി ഉറങ്ങില്ല, അതില്ലാതെ ഭക്ഷണം കഴിക്കില്ല, അതില്ലാതെ വാശി പോലും മാറാത്ത ഒരവസ്ഥ കുട്ടിക്കുണ്ടായി. ഇങ്ങനെ തോണ്ടി കളിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് ചെന്നപ്പോൾ പേരക്കുട്ടി അല്ലെങ്കിൽ വേറെ ഏതോ ഒരു ചെറിയ കുട്ടിയുടെ കയ്യിൽ നിങ്ങൾ കണ്ടു മൊബൈൽ. ഓടിച്ചെന്ന് കൊണ്ട് പറഞ്ഞു, അവിടെ നിന്ന് ഏതോ ഒരു മാഷ് വന്നിട്ട് ക്ലാസ് എടുത്തു, ഇങ്ങനെ തോണ്ടിയ കുട്ടിക്ക് ഭ്രാന്ത് പിടിക്കും, അതുകൊണ്ട് വേണ്ട മോനെ മേളെ എന്നും പറഞ്ഞ് ഓടിച്ചെന്ന് കൊണ്ട് തൻ്റെ ഉമ്മ ആ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്നും ആ മൊബൈൽ ഫോൺ ഇങ്ങനെ പിടിച്ചു വാങ്ങിയാൽ ആ 2 വയസ്സുകാരി ഇപ്പം എന്ത് ചെയ്യും? സൂക്ഷിച്ചോ, അടുത്തൊരു പിച്ചാങ്കത്തി ഉണ്ടെങ്കിൽ വയറ്റത്ത് അമ്മയുടെ നെഞ്ചത്തേക്ക് കുത്തും, ഓടി രക്ഷപ്പെട്ടോളൂ. തൊട്ടടുത്തൊരു പ്ലേറ്റ് ഉണ്ടെങ്കിൽ എറിഞ്ഞുടയ്ക്കും, വേഗം കയ്യിൽ നിന്ന് ആ പ്ലേറ്റുകൾ മാറ്റിവെക്ക്. കയ്യിലൊരു ഗ്ലാസ് ഉണ്ടെങ്കിൽ TV ചാനൽ ടിവിയുടെ ട്യൂബിലേക്ക് എറിഞ്ഞുടയ്ക്കും, മറ്റു അലമാരകൾ എറിഞ്ഞുടയ്ക്കും. ഭ്രാന്തനാ, ഇപ്പൊ ഭ്രാന്തിയ, അതിൻ്റെ പേരാ ലഹരി. ഞാൻ അവിടെ നിർത്തട്ടെ, ഞാൻ പറയുന്നില്ല ആ കുട്ടി എന്തൊക്കെ ചെയ്യും, കോമട്ട് നിർത്തുക. അവസ്ഥ 2, 9-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് ഒരിക്കലും മോട്ടോർ സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കരുത് എന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം. അത് പോലീസ് പിടിക്കും, ലൈസൻസ് ഇല്ല എന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം. എന്നിട്ടും പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ മാതാപിതാക്കളെ കയ്യും കാലും പിടിക്കുമ്പോൾ പൊന്നുമോൻ ഒരു ബൈക്ക് വാങ്ങിച്ചു കൊടുത്താൽ എന്താണ് ഇത്ര തെറ്റെന്ന് മനസ്സിലാക്കിയ ഉമ്മ അവന് കൊടുത്തു. അങ്ങനെ കറങ്ങാൻ തുടങ്ങിയവൻ അങ്ങാടിയിലേക്ക് പോകാൻ വളരെ എളുപ്പം. സുഹൃത്തുക്കളെ അടുത്ത് എന്ത് പറഞ്ഞാലും കുട്ടി അനുസരിക്കും, കാരണം അവൻ മോട്ടോർ സൈക്കിളിൽ ലഹരിയ അള്ളിപ്പിടിച്ചിരിക്കും. അവൻ്റെ കൂട്ടുകാരന്മാരെ ഒക്കെ കയറ്റിയവൻ ഇങ്ങനെ ചെത്തി കളിച്ചുകൊണ്ടിരിക്കുക, കറങ്ങിക്കൊണ്ടിരിക്കുക. ഒരു ദിവസം ഏതോ ഒരു ക്ലാസ് കേട്ട് അത് ലഹരിയ, പാടില്ല എന്ന് മനസ്സിലാക്കിയ പ്രിയപ്പെട്ട ഉപ്പ വീട്ടിലേക്ക് ചെന്നപ്പോൾ 10-ാം ക്ലാസ്സുകാരൻ അതാ മോട്ടോർ സൈക്കിൾ ചെത്തിപ്പൊളിക്കുന്നത് കണ്ടപ്പോൾ, വാ മോനെ പാടില്ലടാ അത് ലഹരിയാണെന്ന് പറഞ്ഞ് തൻ്റെ കയ്യിൽ നിന്ന് മോട്ടോർ സൈക്കിളും ആ താക്കോലും പിടിച്ചു വാങ്ങിയാൽ ആ 10-15 വയസ്സുകാരൻ ഇപ്പോൾ എന്തു ചെയ്യും? എന്തും ചെയ്യും. അടുത്ത് നിൽക്കരുത്, ഓടി രക്ഷപ്പെട്ടോ. അവൻ കൊലയാളിയാവാനും മടിക്കൂല. അതുകൊണ്ട് അവന് ലഹരിയ. സന്ദർഭം 2, 3. വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ പ്രിയപ്പെട്ട പിതാവ് അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഏട്ടൻ അല്ലെങ്കിൽ അനിയൻ അതാ ഒരു കുപ്പി മദ്യവുമായി വീട്ടിലേക്ക് വന്നിരിക്കുന്നു. ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചു, ഒരു ഗ്ലാസ് കടിച്ചു, 2-ാമത്തെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. അവൻ്റെ കണ്ണൊക്കെ തുടിച്ചിരിക്കുന്നു, അവൻ്റെ നിയന്ത്രണം തെറ്റിയിരിക്കുന്നു. 3-ാമത്തെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ചുണ്ടിലേക്ക് വെക്കുന്ന നേരത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാതാവ് പറഞ്ഞു, മോനെ അച്ഛാ ഏട്ടാ അരുത് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിൽ നിന്നും ആ ഗ്ലാസും കുപ്പിയും ബലമായി പിടിച്ചു വാങ്ങിയാൽ ആ മദ്യപാൻ ഇപ്പം എന്ത് ചെയ്യും? ഞാൻ പൂരിപ്പിക്കുന്നില്ല. ഒരുപാട് കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, ഞാൻ പൂരിപ്പിക്കുന്നില്ല. ഞാൻ 3-നെയും ഒരുമിച്ച് ചൂണ്ടിക്കാണിച്ചത് എന്തിനാ? ഒരേ വരിയിൽ കെട്ടിയിട്ടത് എന്തിനാ? 2 വയസ്സുകാരനായ ഒരു കുഞ്ഞു മോനെ ഞാൻ ആ ലഹരിയിൽ കെട്ടിയിട്ടു. തൊട്ടപ്പുറത്ത് 15 വയസ്സുകാരനായ പൊന്നുമോനെ ആ ലഹരിയിൽ കെട്ടിയിട്ടു. 3-ാമതും ഇതാ ഒരു കുടിയനായ ഒരു തെമ്മാടിയായ ഒരു മദ്യപാനെ ഞാൻ ആ 3 ആളുടെ ആ ചൈനിൽ കെട്ടിയിട്ടു. എന്തിനു വേണ്ടി? ലഹരി എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. ഇതിൻ്റെ പേരാ ലഹരി. ഇത് ആൽക്കഹോളിസം എന്നോ അല്ലെങ്കിൽ ഹറാമെന്നോ ഹലാലെന്നോ കറാഹത്ത് എന്നോ വാക്കുകളെല്ലാം ഞാൻ ഉപയോഗിച്ചത്. ലഹരി, അഡിക്ഷൻ, മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ചെറുപ്രായത്തിൽ കുഞ്ഞു മക്കൾക്ക് കളിപ്പാട്ടം പോലെ നിങ്ങൾ വെച്ചു കൊടുക്കുന്ന ഫോണുണ്ടല്ലോ, നാളെ ഭാവിയിൽ അവർ വലിയ തെമ്മാടിയായി മാറാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പൊന്നു പോലെ കാത്തു സൂക്ഷിച്ച പൊന്നുമക്കളെ തട്ടിക്കൊണ്ടു പോകാൻ ഇത്തരം തെമ്മാടികൾക്കേ കഴിയൂ. അതിന് ഏറ്റവും നല്ല സൗകര്യം ഇന്ന് മൊബൈൽ ഫോണിലുണ്ട് എന്ന കാര്യം നിങ്ങൾ മറക്കണ്ട. മൊബൈൽ ഫോണിൽ നന്മകൾ ഒരുപാടുണ്ട് കേട്ടോ. മൊബൈൽ ഫോണിൽ ഒരുപാട് നന്മകളുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്താണ് മൊബൈൽ ഫോൺ എന്ന് ഇന്നത്തെ ഈ പ്രായം ചെന്ന അല്ലെങ്കിൽ എൻ്റെ കാരണവർമാർക്ക്, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് അറിയാൻ വേണ്ടി പറയാം. ഒരു മൊബൈൽ ഫോൺ എടുക്കുക, പാതിര നേരമാ, ആരും കാണാത്ത സമയം, വാതിൽ കുറ്റിയിട്ടിരിക്കുകയാണ്, ആരുമില്ല. 15, 16, 17, 18 വയസ്സ് പ്രായപൂർത്തിയായ പൊട്ടിത്തെറിക്കുന്ന ആണോ പെണ്ണോ അല്ലെങ്കിൽ പ്രായപൂർത്തി ആയവളോ ആയവനോ ആവട്ടെ, തൻ്റെ റൂമിൽ ഒറ്റയ്ക്ക
ഫാനിട്ടു, ലൈറ്റൊക്കെ അണച്ചു, ബെഡിൽ മലർന്നു കിടന്നു, വാതിൽ കുറ്റിയിട്ടു. പാതിര നേരമാ, ആരും കാണുന്നില്ല. തൻ്റെ മൾട്ടിമീഡിയ ഫോൺ എടുത്ത് അതിൽ ഇന്റർനെറ്റ് സൗകര്യവുമുണ്ട്. അവൻ ആഗ്രഹിക്കുകയാണ്. എന്താഗ്രഹിക്കുന്നുവോ അത് കാണാനുള്ള സംവിധാനം ഇന്ന് മൊബൈൽ ഫോണിലുണ്ട്. എന്താഗ്രഹിച്ചാണോ നിങ്ങൾ തോണ്ടിക്കളിക്കുന്നത് അത് നിങ്ങളുടെ കൺമുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതാ. ഒരു വല്ലാത്ത മാന്ത്രിക പ്രോഡക്റ്റാണ്, ഉപകരണമാണ് ഈ മൊബൈൽ ഫോൺ. അവൻ്റെ മനസ്സിൽ അവൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് അമേരിക്കയിലെ വാഷിംഗ്ടൺ DC-യിലെ ഒബാമയുടെ വൈറ്റ് ഹൗസിനകത്ത് എന്താ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ആ ഗേറ്റിലൂടെ പാസ് ചെയ്തത് ഇപ്പൊ ആരാ? ആ വൈറ്റ് ഹൗസിന്റെ ടേബിൾ മുന്നിൽ ഒബാമ ഇപ്പൊ എന്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് ലൈവായി കാണണമെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ മനസ്സറിഞ്ഞൊന്ന് തോണ്ടിയാൽ മതി. തീർന്നില്ല. ഇന്നതാ പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ച ഹാജിമാരൊക്കെ യാത്ര ചെയ്യാൻ ഒരുങ്ങുന്ന നേരത്ത്, ഹജ്ജ് അവസാനത്തെ സുന്നത്തായ തവാഫിന്റെ സമയം തിക്കും തിരക്കും കൂട്ടുന്ന നേരത്ത് അജറുൽ അസ്വദിന്റെ തൊട്ടടുത്ത് എത്തുമ്പോൾ കണ്ണ് നിറച്ചുകൊണ്ട് ഓടിച്ചെന്നുകൊണ്ട് അജറുൽ അസ്വദിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മുത്തം വെക്കുമ്പോൾ തൻ്റെ കണ്ണിൽ നിന്നും ആ കറുത്ത കല്ലിലേക്ക് ഉറ്റി വീഴുന്ന മഴത്തുള്ളികളല്ല, കൺതുള്ളികൾ, കണ്ണുനീർ തുള്ളികൾ ഇങ്ങനെ ഉറ്റി വീഴുമ്പോൾ ആ കല്ലിൽ തട്ടത് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു വല്ലാത്ത വർണ്ണ പകിട്ടാർന്ന കാഴ്ചകളുണ്ട് കേട്ടോ. അത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒന്ന് നോക്കണോ, നിങ്ങൾക്ക് കാണണോ? നിങ്ങൾക്ക് കാണാനുള്ള സംവിധാനം മസ്ജിദുൽ ഹറമയിൽ 1000-ഓളം ക്യാമറകൾ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് ഈ രംഗം പകർത്തിക്കൊണ്ടിരിക്കുക. അത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കാണാനുള്ള സംവിധാനം ഇന്ന് മൊബൈലിലുണ്ട്. ലോകത്തിൻ്റെ ഏത് കാര്യവും കാണാൻ, ലോകത്തിൻ്റെ ഏത് കോണിലെ ലൈവായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കാണാൻ, ഒരു ആലയത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് കാണാൻ, ഒരാണും പെണ്ണും തമ്മാടിത്തം ചെയ്യുന്നത് നിങ്ങൾക്ക് കാണണോ? കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും എവിടുന്ന് കിട്ടും എനിക്കൊന്ന് തിന്നാൻ, ഒരു കുടിക്കാനെന്ന് തോണ്ടാൻ, അവനൊന്ന് തോണ്ടിയാൽ അവളൊന്ന് തോണ്ടിയാൽ പിറ്റേ ദിവസം പോസ്റ്റ്മാൻ ഒരു പാർസലുമായി നിങ്ങളുടെ കൺമുന്നിൽ ഡോറിൽ കൊണ്ട് നിടുന്ന സൗകര്യങ്ങൾ ഇന്ന് മൊബൈൽ ഫോണിലുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ മറക്കരുത്. ഇതാണ് മൊബൈൽ ഫോൺ. എൻ്റെ കയ്യിലാണ് മൊബൈൽ കിട്ടുന്നെങ്കിൽ ഞാൻ ഹറാമ് ചെയ്യും. എനിക്കത്ര ഈമാനില്ല, എനിക്ക് വിവരമില്ല, എനിക്ക് തക്കുവ കുറവാണ്. ഞാൻ നിങ്ങളെ പറ്റിയല്ല പറഞ്ഞത്, എൻ്റെ കൊരോത്ത് ഫാമിലിയെ പറ്റിയല്ല പറഞ്ഞത്, എൻ്റെയും എൻ്റെ കുടുംബത്തെ പറ്റിയാണ് ഈ സംസാരിച്ചത്. എൻ്റെ പെങ്ങൾക്ക് പറഞ്ഞു കൊടുത്തത് ഇവിടെ പറഞ്ഞതാ. ഞങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, എൻ്റെ കുടുംബത്തിന് തെറ്റ് പറ്റിയിട്ടുണ്ട്, എൻ്റെ പെങ്ങളുടെ മക്കൾക്ക് ഒരുപാട് തെറ്റ് പറ്റിയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഈ തെറ്റ് പറ്റാതിരിക്കാനാണ് നിങ്ങളോട് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. നിങ്ങളാരും തെറ്റ് ചെയ്തവരല്ല. നിങ്ങളുടെ കയ്യിലൊരു മൊബൈൽ കിട്ടിയ നിങ്ങൾ ഹറാമ് കാണുന്നവരല്ല. നിങ്ങൾക്ക് നീല എന്തെന്ന് പോലും അറിഞ്ഞുകൂടാ. കുഞ്ഞു മക്കൾക്ക് നിങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടും ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോടല്ല സംസാരിക്കുന്നത്. ഇടയ്ക്ക് നിങ്ങൾ എന്ന് പറഞ്ഞത് എന്നോട് ക്ഷമിക്കുക, ഞാൻ ആദ്യമേ ജാമ്യം എടുത്തിട്ടുണ്ട്. ഇതാ നോക്ക്, നിങ്ങൾ മറ്റു ലഹരിയെ പറ്റി കാണും. നിങ്ങൾ നമ്മുടെ യുവാക്കളാണത്, നമ്മുടെ കുഞ്ഞു മക്കളാണതൊക്കെ. 18, 16, 17 വയസ്സാകുമ്പോഴേക്കിന് വേണ്ട 10 വയസ്സ് പൂർത്തിയായാൽ കഞ്ചാവും മയക്കുമരുന്നും ഇഞ്ചക്ഷനും വെത്തിലയും അടക്കയും പാൻപരാഗും ലഹരി മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് ഏതൊക്കെ ഫുട്പാത്തിൽ ഇരുന്നു കൊണ്ട് തൻ്റെ കയ്യിലിരിക്കുന്ന സൂചിയിലൂടെ സിറിഞ്ചിലൂടെ വിഷം കയറ്റിക്കൊണ്ടിരിക്കുന്ന മക്കളെ കാണുന്നില്ലേ നിങ്ങൾ? അവരുടെ കൂടത്തേക്കല്ലേ നമ്മുടെ കുഞ്ഞുമക്കളും ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആരാണ് അവിടെ ചങ്ങായിമാർ, അവരുടെ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ ആരാണെന്ന് രക്ഷിതാക്കൾക്ക് വല്ലതും അറിയോ? കാരണം അറിയില്ല. കുഞ്ഞു കാലത്ത് തന്നെ ചെയ്തു കൊടുക്കേണ്ടത്, പാലിക്കേണ്ട മര്യാദകൾ രക്ഷിതാക്കൾ പാലിച്ചില്ലെങ്കിൽ ഈ കുഞ്ഞുമക്കൾ ഈ അവസ്ഥയിലേക്ക് എത്തിപ്പോകും. നോക്ക് നിങ്ങൾ, കുഞ്ഞുകുട്ടികൾ മറ്റൊരു ലഹരിയാണിത്. നിങ്ങളും ഞാനും സാധാരണ വാങ്ങിച്ചു കൊടുക്കുന്ന ലോക്കൽ പീടികയിൽ നിന്ന് കിട്ടുന്ന 2 രൂപക്കും 5 രൂപക്കും കിട്ടുന്ന മിഠായി ഉണ്ടല്ലോ, നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് അതിൽ പഞ്ചസാരയാണെന്ന്. അതിൽ ഓറഞ്ച് ഇല്ല, അതിൽ ചോക്ലേറ്റ് ഇല്ല, അതിൽ പാലില്ല, അതിൽ മറ്റ് ഭക്ഷണത്തിൽ ചേർക്കുന്ന ഒരു വസ്തുവും അതിനകത്തില്ല. അതൊക്കെ കെമിക്കലാണ്. ആ മിഠായിക്ക് പുറകിൽ തന്നെ അത് എഴുതി വച്ചിട്ടുണ്ട്, ആർട്ടിഫിഷ്യൽ ഫ്ലേവറാ. ഇത് കഴിച്ചാൽ നാവിൻ്റെ തൊലി പോകും, കിഡ്നിക്ക് തകരാറ് വരും, ക്യാൻസർ വരെ സംഭവിച്ചേക്കാമെന്ന് ആ മിഠായി പേപ്പറിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. നിങ്ങളും ഞാനും അത് ഇതുവരെ വായിച്ചിട്ടില്ല. 2, 5 രൂപയ്ക്ക് ഇന്ന് പെട്ടിക്കടയിൽ കിട്ടുന്ന മാലിന്യം നിറഞ്ഞ കച്ചറയുള്ള അന്യ സംസ്ഥാന തൊഴിലാളികൾ അപ്പിട്ടാ പോലും കഴുകാത്ത കൈകൊണ്ട് ഉരുട്ടി ഉണ്ടാക്കുന്ന മിഠായിയല്ലേ ഇന്ന് ഞാനും നിങ്ങളും വാരി വലിച്ച് തിന്നുന്നത്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. കുഞ്ഞു മക്കൾക്ക് 2 രൂപ 5 രൂപ എന്ന പേരിൽ, ടിപ്സ് എന്ന പേരിൽ കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക. നമ്മുടെ മക്കൾ കടകളിൽ പോയി ഇത്തരം മിഠായികൾ തിന്നുകൊണ്ടിരിക്കുക. അവരുടെ നാവൊക്കെ മരവിച്ച് പോയി, നാവിൻ്റെ ടേസ്റ്റ് സെൻസർ നഷ്ടപ്പെട്ടു പോയി. ഒരുപാട് ബബിൾ ഉണ്ടാവും നാവിൻ്റെ ചുറ്റും. ആ കുഞ്ഞു മക്കളെ നാവൊന്ന് പിടിച്ചു നോക്കും നിങ്ങൾ. അവർക്ക് ആ നാവൊക്കെ മരവിച്ച് പോയി. അവർക്ക് ചോറ് വേണ്ട, ചപ്പാത്തി വേണ്ട, അവർക്ക് പച്ചക്കറി വേണ്ട, മനുഷ്യർ തിന്നുന്ന ഒന്നും വേണ്ട. പകരം ബിസ്ക്കറ്റ് മതി, കുറുക്കുറു മതി, ലേസ് മതി, നൂഡിൽസ് മതി, ചോക്ലേറ്റ് മതി. എന്താണ് ഇതിൻ്റെ കാരണമെന്ന് ഏതെങ്കിലും മാതാവോ പിതാവോ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നുണ്ടോ? എന്താ കഴിക്കാത്തത്? അവർക്ക് ലഹരി മതി, അവർക്ക് അഡിക്ഷൻ മതി, അവർക്ക് ആസിഡ് മതി, അവർക്ക് കെമിക്കൽ മതി. കാരണം നാവിന് അഡിക്റ്റഡായി, നാവ് ലഹരിക്കടിമപ്പെട്ടു പോയി. അതാ അവർക്ക് സംഭവിച്ചത്. എന്നിട്ട് എൻ്റെ കുട്ടി ചോറുന്നില്ല,
അവൻ്റെ തടി എന്താണ് ഇങ്ങനെ, അവൻ്റെ കണ്ണെന്ത് കൊണ്ടിപ്പോണം, അവൻ ചോറ് കഴിക്കുന്നില്ല, അവൻ ഇറച്ചി വേണ്ട, മീൻ വേണ്ട. എന്താ കാരണം? ആദ്യം നിങ്ങളുടെ ടിപ്സ് എന്ന പേരിൽ കൊടുക്കുന്നത് നിർത്തണം. അറിയോ, കഴിഞ്ഞ മാസം ഒരു സ്കൂളിൽ സംഭവിച്ചതാ. പെട്ടെന്ന് ഒരു ഫോൺ കോള്. 3 ക്ലാസ്സിലെ 4 കുട്ടികളെ കാണുന്നില്ല. 3 ക്ലാസ്സിലെ 4 മക്കളെ, ആൺകുട്ടികളെ കാണുന്നില്ല. എല്ലാവരും ഓടിക്കൂടി, രക്ഷിതാക്കളൊക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ സ്കൂളിൽ വന്ന് എന്താ സംഭവിച്ച, ഇന്റർവെല്ലിന് വിട്ടതാ, മൂത്രയിക്കാൻ വിട്ടതാ, തിരിച്ചു വിളിക്കുന്നവ കാണുന്നില്ല, വില്ലടിച്ചപ്പോൾ എവിടേക്ക് പോയി, എല്ലാവരും കൂടി പൊട്ടിക്കരച്ചില്ല. അവസാനം അതാ ഒരു മാവിൻ്റെ ചോട്ടിൽ 4 കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങണു. 8 വയസ്സായ 3 ക്ലാസ് പഠിക്കുന്ന 4 ആൺകുട്ടികൾ കിടന്നുറങ്ങണത്രേ. തട്ടി വിളിച്ചു മാഷന്മാർ പോയിട്ട്, എന്താ മക്കളെ, ഒന്നുമില്ല, ഹൂ ഹാ എന്തൊക്കെ വിച്ചിമ്പായും പറയണു, മദ്യപിച്ച പോലെ. വീണ്ടും അവരെ മണത്ത് നോക്കി, കള്ളു കുടിച്ചിട്ടുണ്ടോ? ഇല്ല. കയ്യിൽ എന്തെങ്കിലും അവിടെ എവിടെയെങ്കിലും കുപ്പി കിടക്കുന്നുണ്ടോ? ഒന്നും കിടക്കുന്നില്ല. എന്താ എൻ്റെ കുഞ്ഞു മക്കളെ, എന്താ, ആരാ നിങ്ങളെങ്ങോട്ട് കൊണ്ടുവന്നത്? ആരും വന്നതല്ല, ഞങ്ങൾ വന്നതാ. എന്തു ചെയ്യാനാ, ഏതായാലും മക്കളെ കിട്ടിയല്ലോ എന്ന് വിചാരിച്ചവർ നേരെ തിരിച്ചു കൊണ്ടുവരുമ്പോഴാ ഒരു കുട്ടിയുടെ കയ്യിൽ എന്തോ മുറുകെ എങ്ങനെ പിടിച്ചേക്കണു. ഒരു ചെറിയ അത്രയും വയസ്സ് 3 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ, പിന്നെ പിടിച്ചേക്കണു. ഒരു മാഷ് അത് ഇങ്ങനെ അടർത്തി മാറ്റി നോക്കുമ്പോൾ അല്പം മിഠായി. മിഠായിയുടെ പേര് ഇപ്പം ഞാൻ പറയുന്നില്ല ഇവിടെ, കാരണം അത് പറഞ്ഞാൽ പിന്നെ അങ്ങനത്തെ അത് പോയി തിന്നും. അങ്ങനത്തെ ലോകം നമ്മുടെ ലോകം. പ്രത്യേകം പോലീസ് പറഞ്ഞതാണ്, സൈബർ എക്സൈസ് വകുപ്പ് പറഞ്ഞ പേര് പോലും ഉച്ചരിക്കരുത്. സാധാരണ പെട്ടിക്കടയിൽ കിട്ടുന്ന, ലോക്കലായി കിട്ടുന്ന മിഠായിൽ നിന്നും 2-3 രൂപക്ക് കിട്ടുന്ന മിഠായി കുഞ്ഞിൻ്റെ കയ്യിൽ ആ മാഷെടുത്ത് അല്പം ഒന്ന് വായിലിട്ട് നോക്കി. സുബ്ഹാനല്ലാഹ്, മാഷ് പറയാ, ഒരു 5 മിനിറ്റ് പോലും നടന്നെത്തേണ്ട സ്കൂളിലേക്ക് അവിടെ എത്താൻ എനിക്ക് കഴിഞ്ഞില്ല. ഒരു പാറപ്പുറത്ത് ഞാൻ വീണു, തലകറങ്ങി വീണു. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ മദ്യപിച്ചിട്ടില്ല, മദ്യത്തിൻ്റെ രുചി പോലും എനിക്കറിയില്ല, ഇങ്ങനെയാണോ മദ്യപിച്ചാൽ എന്ന് പറഞ്ഞ് ആ അധ്യാപകൻ തലകറങ്ങി വീണു. ഉടനെ എക്സൈസ് വകുപ്പിൽ വിവരമറിച്ച പോലീസുകാർ ഓടി വന്നു. ആ മിഠായി പരിശോധിച്ചപ്പോൾ സുബ്ഹാനല്ലാഹ്, കഞ്ചാവിൻ്റെ ആസിഡ്, കൃത്രിമമായി ഉൽപ്പാദിപ്പിക്കുന്ന കഞ്ചാവിൻ്റെ എസൻസ് സാധാരണ മിഠായി ഭരണിയിൽ അങ്ങ് ഒഴിച്ചുകൊണ്ട് കുഞ്ഞു മക്കൾക്ക്, പിഞ്ചു മക്കൾക്ക് മദ്യവും മയക്കുമരുന്നും നാളെ ശീലമാക്കാൻ വേണ്ടി, അവരെ അടിമകളാക്കാൻ വേണ്ടി വിറ്റുകൊണ്ടിരിക്കുക. ഇത് കൊണ്ടുവരുന്നത് ആരാണെന്ന് ചോദിച്ചപ്പോൾ അന്യ സംസ്ഥാന തൊഴിലാളികളാണത്രേ ഈ പെട്ടിക്കടയിൽ ഇത് വിതരണം ചെയ്യുന്നത്. കള്ളെന്ന് സുലഭമായി വിൽക്കാൻ പാടില്ല, കഞ്ചാവ് നിരോധിച്ചു, ഒക്കെ നിങ്ങൾക്കറിയാം. പക്ഷെ അത് വിൽക്കാൻ അവരുടെ ഭാണ്ഡത്തിൽ ചാക്കിൽ പേറി കൊണ്ടുവരിക. ഒരു പാത്രം സിമന്റ് തലയിൽ വെക്കണമെങ്കിൽ അവരുടെ വായ്ക്കകത്ത് ഈ സാധനം വെക്കണം. എല്ലാവരെ പറ്റിയല്ല കേട്ടോ, നല്ല മനുഷ്യന്മാരും അവരുടെ കൂട്ടത്തിലുണ്ട്. അത്തരം ലഹരി ചേർത്ത മിഠായി ഉൽപ്പന്നങ്ങൾ ഈ പെട്ടിക്കടയിൽ കൊണ്ട് വിൽക്കുന്നത് ഇവരാ. ലൈസൻസ് ഇല്ല, പേരില്ല, ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ല, മാനുഫാക്ചർ ഡേറ്റ് ഇല്ല, അതിലെന്ത് കെമിക്കലാണെന്ന് പോലും എഴുതി ചേർക്കാത്ത, പേര് പോലും ഇല്ലാത്ത ഇത്തരം മിഠായികൾ ഈ കുഞ്ഞു മക്കൾ, നിരപരാധികളായ നമ്മുടെ പൊന്നോമന മക്കൾ വാങ്ങി തിന്നുന്നുണ്ട്. അവരെന്നേക്കും ലഹരിക്ക് അടിമപ്പെട്ടു പോകും. അവരാണ് നാളെ കഞ്ചാവിൻ്റെയും മദ്യത്തിൻ്റെയും അടിമയായി മാറുന്നത്. അവരാണ് മൊബൈൽ ഫോണിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും പുറകെ ഓടുന്നത്. അവരാണ് ഇന്ന് മോട്ടോർ സൈക്കിളിൻ്റെയും കാമുകൻ്റെ കൂടെ ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? രക്ഷിതാക്കളായ നമുക്ക് തന്നെയാണ്. അതിൽ കുഞ്ഞു മക്കൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിച്ചാൽ കാര്യമായ പങ്കൊന്നും ഇന്ന് ആ കുഞ്ഞു മക്കൾക്കില്ല. അതിനുള്ള പക്വത ഇന്ന് ആ കുട്ടികൾക്കില്ല. അവർക്ക് കൊടുക്കുന്ന 2-5 ടിപ്സ് എന്ന പേരിൽ കൊടുക്കുന്ന രക്ഷിതാക്കളോട് ഒരു വാക്ക്, ഇനി മുതൽ അങ്ങനെ കൊടുക്കാതെ, എന്നും അവർക്ക് പണക്കാതിരിക്കാൻ വേണ്ടി പറയാം. എന്നും പറ്റുമെങ്കിൽ നിങ്ങൾ 100 രൂപ കൊടുക്ക്. വലിയ സ്റ്റാർ മിഠായികൾ വാങ്ങട്ടെ, കെമിക്കൽ ഇല്ലാത്ത, ചോക്കോ പൗഡർ ആഡഡ്, മിൽക്കുള്ളത്, പാല് ചാർത്തിയത്, പഞ്ചസാരയുള്ളത്, നാരങ്ങാ സത്ത് ചേർത്തിയതെന്ന് വ്യക്തമായി എഴുതി പിടിപ്പിച്ച ഇന്റർനാഷണൽ ഗ്യാരണ്ടിയുള്ള, ഹെൽത്തിന് കുഴപ്പമില്ലാത്ത, ഹാംഫുൾ അല്ലാത്ത ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മുടെ മാർക്കറ്റിൽ കിട്ടും. അതിന് 100 രൂപയും 50 രൂപയ്ക്ക് കുറഞ്ഞ് കിട്ടൂല. 1 രൂപക്കും 2 രൂപക്കും 5 രൂപക്കും അണ്ണാച്ചകൾക്ക് പോലും ഇന്ന് കൊടുത്താൽ സ്വീകരിക്കാത്തത് കുഞ്ഞുമക്കൾക്ക് ടിപ്സ് എന്ന പേരിൽ നിങ്ങൾ കൊടുത്തു വിടുമ്പോൾ നിങ്ങൾ ഓർക്കുന്നില്ല, എൻ്റെ കുട്ടികളും നാളെ ലഹരിക്ക് അടിമപ്പെടുമെന്ന്. അതേ അതിന് മാർഗമുള്ളൂ, പരിഹാരമുള്ളൂ. ഇനിയിപ്പോൾ പത്രത്തിൽ വന്നതൊന്നും ഇപ്പോൾ പറയുന്നില്ല. ഇനിത് വേറൊരു ലഹരി. അപ്പോൾ മിഠായി ലഹരി പറഞ്ഞു, മൊബൈൽ ലഹരി അല്ലേ? വലിയവരും ചെറിയവരും കുട്ടികളും മക്കളും കംപ്ലീറ്റ് ഇരുന്ന് തോണ്ടിക്കൊണ്ടിരിക്കുക. ഇന്ന് വാട്സപ്പിൽ 4 തോണ്ടൽ തോണ്ടാതെ ഉമ്മാക്ക്, ഇന്ന് എല്ലാ ഉമ്മയല്ലോ, ഞാൻ ആരാണോ ഇതിന് അടിമപ്പെട്ടവരോടാ പറയുന്നത്. വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇന്റർനെറ്റിലും ഒന്ന് തോണ്ടിക്കളിക്കാത്ത ഏതെങ്കിലും ഒരു ഉമ്മക്ക് ഉറക്കു വരുമോ? സീരിയൽ കണ്ടുകൊണ്ട് ആ സീരിയൽ പൂർത്തിയാക്കാതെ ഭർത്താവിന് പോലും ചോറ് കിട്ടാത്ത സമയമാ. കുഞ്ഞുമക്കൾ പഠനം പൂർത്തിയാക്കിയാൽ പോലും അവർ ചോദിച്ചാൽ ഉമ്മക്ക് ചോറ് വിളമ്പി കൊടുക്കാൻ സമയമില്ല. ഈ സീരിയൽ ഒന്ന് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാ. എന്താ കാരണം? സീരിയലിൽ അഡിക്റ്റഡാ. അപ്പോൾ പറഞ്ഞു വരുന്നത്, സീരിയൽ കാണരുത്, അത് നിങ്ങളെ ഭ്രാന്തിയാക്കും. എൻ്റെ കുടുംബത്തിന് കൊടുത്തതാണ്. വേണമെങ്കിൽ വല്ല തമാശയുടെ ഏതെങ്കിലും ഒരു പടോ ഒരു 2 മണിക്കൂർ തീരുന്നത് അങ്ങ് കണ്ടിട്ടാണ് അവസാനിപ്പിക്കുക. അല്ലാതെ കൊല്ലങ്ങളോളം കാത്തിരിക്കുന്ന ആ സീരിയൽ നിങ്ങൾ കാണരുതേ. നിങ്ങൾ ഭ്രാന്തികളായി മാറും, അഡിക്റ്റഡ് ആവും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത് നോക്കി, നിങ്ങൾ കുഞ്ഞു കുട്ടീനെ ലഹരിക്ക് അടിമപ്പെടുത്തിക്കണുണ്ടല്ലേ, അതിന് പമ്പേഴ്സ് കെട്ടിക്കൊടുക്കുമ്പോൾ
കരയാതിരിക്കാൻ വേണ്ടി തൻ്റെ ഉമ്മയുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ വെച്ചു കൊടുത്തതല്ലേ. എന്ത് ക്രൂരതയാണ് ആ കുട്ടിക്ക്. ഒന്നാമത് ആ കുട്ടിക്ക് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ അസുഖം ഉണ്ടാവും. രണ്ടാമത് ആ കുഞ്ഞ് കുട്ടിയുടെ കണ്ണിലേക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ അടിച്ച് കണ്ണടിച്ചു പോകും. എൻ്റെ ഉമ്മമാരെ, കുട്ടിക്ക് തലച്ചോറ് മരവിക്കും, കുട്ടീൻ്റെ കണ്ണിന് ഫെയിലിയറാവും. കുഞ്ഞു മക്കളെ മുന്നിൽ 2 വയസ്സ് വരെ നിങ്ങൾ മൊബൈൽ ഫോൺ വെച്ച് കൊടുക്കരുത്. എത്ര വട്ടം നിങ്ങളോട് പറഞ്ഞതാ. എന്നിട്ടും എന്താ ഈ കളിപ്പാട്ടം പോലെ കുഞ്ഞു മക്കൾക്ക് ഇത് വെച്ച് കൊടുക്കണം. കൂടുതലൊന്നും അതിലേക്കൊന്നും പോകുന്നില്ല. ഒറ്റ വാക്ക് തീർക്കാം. കുട്ടികളെ ഒരുമിച്ചിരുത്തിക്കൊണ്ട് ടി വിക്ക് മുന്നിൽ ഇരുത്തണം കുറച്ചു നേരം. ഉമ്മയും വാപ്പയും ഏട്ടനും അനിയനും കമ്പ്യൂട്ടറിൻ്റെ മുന്നിലോ ടി വിക്ക് മുന്നിലോ ഇരുന്ന് ഒരല്പസമയം നിങ്ങൾ അവരുമായി ചെലവാക്കണം. എങ്കിലേ മക്കൾ പറയുന്നത് അല്ല അമ്മ പറയുന്നത് മക്കൾ അനുസരിക്കോ, അല്ലെങ്കിൽ മക്കൾ പറയുന്നത് രക്ഷിതാക്കൾ അനുസരിക്കേണ്ടി വരും. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ അവർക്ക് അതിനുള്ള അവസരം കൊടുക്കുക. ടി വി കാണട്ടെ, കാണണ്ടെന്നൊന്നും പറയുന്നില്ല. ഒരുമിച്ചിരുന്ന് കാണുമ്പോൾ കാണേണ്ടതേ കാണൂ, കാണാത്തത് കാണൂല. ഒറ്റയ്ക്കിരുന്ന് കാണുമ്പോഴാണ് കാണാത്തത് കാണുന്നത്. മനസ്സിലാവുന്നുണ്ടാകും പറയുന്നത്. ഇനി അതിൻ്റെ പരിഹാരത്തെപ്പറ്റി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. 2 കാര്യം ഇപ്പം പറഞ്ഞു. ഒന്നെന്താ പറഞ്ഞത്? എന്താണ് ഇന്നത്തെ പ്രശ്നം, നമ്മുടെ സമൂഹത്തിൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് ആ പ്രശ്നം, അതും പറഞ്ഞു. ഇനി അതിൻ്റെ പരിഹാരം എന്ത് എന്നുള്ളത് അതോടുകൂടി നമുക്ക് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. ഈ പരിഹാര മാർഗം എന്നെക്കാളും കൂടുതൽ അറിയുന്നവരാണ് ഈ വേദിയിലിരിക്കുന്ന കാരണവർമാരടക്കം. എൻ്റെ മുകളിലും താഴെ ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾക്ക് എന്നെക്കാളും കൂടുതൽ അറിയും. കാരണം ഞാൻ ഒരു ഉപ്പയാണ്, ഉമ്മയല്ല. പക്ഷെ ഞാനൊരു പിതാവാണ്. എനിക്ക് 3 മക്കളുണ്ട്. എൻ്റെ മക്കൾക്ക് ഇത് പറഞ്ഞു കൊടുത്തത് കൊണ്ട് എൻ്റെ മക്കൾ എനിക്കതിൻ്റെ പ്രതിഫലം തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ. 101% ഞാൻ എൻ്റെ മക്കളിൽ സംതൃപ്തനാണ്. ഞാനൊരു പിതാവാണ്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ 100% എൻ്റെ മക്കളിൽ ഞാൻ സന്തുഷ്ടനാണ്, സംതൃപ്തനാണ് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റിയാൽ നിങ്ങളുടെ കുടുംബം അൽഹംദുലില്ലാ രക്ഷപ്പെട്ടു. ഞാൻ എന്തിനാ എൻ്റെ ഉദാഹരണം തന്നെ പറയുന്നത്? എനിക്ക് എൻ്റെ ഉമ്മയും വാപ്പയും പറഞ്ഞു തന്നത് ഞാൻ അനുസരിച്ചു. അത് ഞാൻ എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തപ്പം മക്കളും അനുസരിച്ചു. അൽഹംദുലില്ലാ. അതല്ലേ നിങ്ങളും പ്രതീക്ഷിക്കുന്നത്? എന്താ നിങ്ങളുടെ മക്കൾ പറഞ്ഞിട്ട് അനുസരിക്കാത്തത്? ഞാൻ ഇന്ന് എൻ്റെ മക്കളെ ഇങ്ങനെ വിളിച്ചാൽ മതി, ഇങ്ങനെ വരും, ഇങ്ങനെ ആക്കിയാൽ മതി. പാടില്ല എന്നത് തന്നെയാ. എൻ്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് ഇല്ല ഞാൻ എടുക്കൂല എന്നോട് പറയും. എൻ്റെ കണ്ണിക്ക് നോക്കി. അൽഹംദുലില്ലാ, സർവസ്തുതിയും അല്ലാഹ്ക്ക് തന്നെ. കാരണം എന്താ? എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയും വാപ്പയും അങ്ങനെയാ എന്നെ സ്നേഹിച്ചത്, എന്നെ പഠിപ്പിച്ചത്. അതെങ്ങനെയാ അത് പറഞ്ഞുതരാ. വേറൊരു ഗ്രന്ഥത്തിൽ നിന്നും എടുത്ത ഉദാഹരണങ്ങളല്ല പ്രിയപ്പെട്ടവരെ. ഇന്ന് മക്കളെ നന്നായി സ്നേഹിച്ച് വളർത്താൻ ഈ ലോകത്ത് ഒരേ ഒരു ജീവിക്കേ പറ്റൂ, പ്രിയപ്പെട്ട ഉമ്മാക്ക്. ആ ഉപ്പാക്കല്ല, ഉമ്മാക്ക്. ലോകത്തെ ഏറ്റവും വലിയ ടീച്ചർ ഉമ്മയാണ്, അമ്മയാണത് മാതാവാ, പെണ്ണാ, അവൾക്കേ പറ്റൂ. അവൾക്ക് എത്ര വിവരം വിദ്യാഭ്യാസം ഉണ്ട് നോക്കണ്ട. ഞാനിപ്പോഴും ഓർക്കുന്നു എൻ്റെ വീട്ടിൽ എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെക്കുറിച്ച് ഞാൻ ഓർക്കുന്നത്. ഉമ്മാക്ക് എൻ്റെ നേരെ താഴെയുള്ള അനിയത്തിയുണ്ട്, പെങ്ങളുണ്ട്. അതെനിക്ക് ഓർമ്മയില്ല ചെറിയ കുട്ടിയാവുമ്പോൾ. കാരണം ഇത് പറയാൻ കാരണം, ചെറിയ മക്കൾക്ക് ഇന്ന് വാരിക്കോരി ഉമ്മമാർ സ്നേഹം കൊടുക്കും, അല്ലേ? നന്നായി കൊടുക്കും. എന്തൊക്കെ പറയും മക്കളോടെന്ന്? കരളിൻ്റെ കഷ്ണമേ, എൻ്റെ തങ്ക കുടമേ, എൻ്റെ മുത്തേ, എൻ്റെ സത്തേ എന്ന് പറയില്ലേ? പക്ഷേ ഒരു 5 വയസ്സാകുമ്പോഴത്തേനും ആ മുത്തുമില്ല, സത്തുമില്ല, കരളുമില്ല, കഷ്ണമില്ല, ഒന്നുമില്ല. അവരവരുടെ വഴിക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ ഇത്രയും വലിയൊരു ഡേഞ്ചർ. അതുകൊണ്ട് ഉമ്മാക്ക് മാത്രമേ പറ്റൂ എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ലൊരു കഥ പറഞ്ഞുതരാം. അനുഭവം തന്നെ. എനിക്ക് 13 വയസ്സാ. എൻ്റെ പെങ്ങൾക്കൊരു കുട്ടി പറന്നു, ആൺകുട്ടിയാ. ഒരു പാവം വീടാണ് എൻ്റെ വീട്. ചോർന്നൊലിക്കുന്ന ഓലപ്പുരയാ. പട്ടിണി പോലും മാറിയിട്ടുണ്ടായിരുന്നില്ല. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഗതിയില്ലാതെ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. എൻ്റെ ഉമ്മയുടെ കോന്തല പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അങ്ങനെ ആ കുഞ്ഞുമോനെ എൻ്റെ പെങ്ങൾ കഴുകി വൃത്തിയാക്കി ഒരു തുണിത്തൊട്ടിയിൽ രാത്രി കിടത്തി. തുണി ഏതോ ഒരു പഴയ സാരിയിൽ കെട്ടി, കയറ് കെട്ടിക്കൊണ്ട് കൗക്കോലിൻ്റെ മുകളിൽ എറിഞ്ഞുകൊണ്ട് അതിൽ പിടിപ്പിച്ചുകൊണ്ട് അതിലിട്ട് ഉമ്മ അങ്ങനെ ആട്ടാൻ തുടങ്ങി. കുഞ്ഞിൻ്റെ ഉമ്മ അഥവാ എൻ്റെ പെങ്ങൾ ഇങ്ങനെ ആട്ടാൻ തുടങ്ങി. ഉറക്കുകയാണ്. രാത്രിയാ. ഞാനിതൊക്കെ ഇങ്ങനെ ഒളിഞ്ഞിരുന്ന് കാണും. ആ രസം വല്ലാത്ത പാട്ടാണ് എൻ്റെ പെങ്ങൾ പാടിയ പാട്ട്. വല്ലാത്തൊരു ദിക്റാണ് ആ പാട്ട്. അതിന് നമ്മളെ വീട്ടിലില്ല. പകരം മൊബൈൽ ഫോണിലെ പാട്ടുകളാ, ടി വിയിലെ സീരിയലാ, പോയി, എല്ലാം പോയി. ആ പാട്ടങ്ങനെ കേട്ടുറങ്ങാത്ത ഒരു കുഞ്ഞുമില്ല. ഞാനും അങ്ങനെയാ കേട്ടുറങ്ങിയത്. തീർന്നില്ല.
അങ്ങനെ ആയി ആട്ടി അങ്ങ് ഉറങ്ങിപ്പോയി. ആര്? എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ആ പെങ്ങളും അങ്ങ് ഉറങ്ങിപ്പോയി. പക്ഷേ അവൾ പിടിവിട്ടില്ല. ഉറങ്ങിക്കിടക്കുന്ന എൻ്റെ പെങ്ങൾ താരാട്ട് പാട്ട് പാടുന്നതിന് പകരം നാവിൽ നിന്നും വന്നത് എന്തോ ഒരു അപശബ്ദമായിരുന്നു. വീണ്ടും അവൾ അങ്ങനെ ആട്ടുകയാണ്. ഞാൻ അത്ഭുതത്തോടെ നോക്കി. എന്തോ ഒരു മഹത്വമാണ് പടച്ചോനെ, ഒരു ഉമ്മാക്ക് മാത്രം കഴിയുന്ന ഒരു കഴിവല്ല ഇത്. ഉറങ്ങിയിട്ട് പോലും എൻ്റെ കുട്ടിയുടെ ആ താരാട്ട് പാട്ട് നിർത്താതെ, ആട്ടം നിർത്താതെ ഉറക്കുന്ന ഒരു ഉമ്മയെ ഞാൻ കണ്ടു. തീർന്നില്ല. പെട്ടെന്നാണ് എൻ്റെ പ്രിയപ്പെട്ട മാതാവ്, ഞങ്ങളുടെ ഉമ്മ, അടുക്കളയിൽ നിന്ന് വിളിക്കുന്നത്. വാ മക്കളെ, ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്, എനിക്ക് ഈ പാത്രങ്ങളൊക്കെ എടുത്തു വെക്കണമെന്നൊരു വിളി. ആ ഒറ്റ വിളിയിൽ എൻ്റെ പെങ്ങളതാ പെട്ടെന്ന് കണ്ണ് തുറന്നു, ഉണർന്നു. ഒറ്റ വിളിയിൽ ഉണർന്നു. പക്ഷേ ആ പിടിവിട്ടില്ല. ആട്ടുന്ന തൊട്ടിലിൻ്റെ പിടിവിട്ടില്ല. വിട്ടാൽ കുട്ടി ഉണരും. 2 കയറും കൂടെ കെട്ടി പിടിച്ചിരിക്കുക. വിട്ടാൽ ഉണ്ട് അകലും അത്. പക്ഷേ ഒളിഞ്ഞിരുന്നു ഞാൻ ആ രംഗം വീണ്ടും കണ്ടു. എൻ്റെ പെങ്ങളതാ ചുറ്റുഭാഗത്തും നോക്കുന്നു, തൊട്ടിക്കകത്തേക്കൊന്ന് എത്തി നോക്കുന്നു. ഉറങ്ങിയെന്ന് ഉറപ്പാക്കി. എന്തിനാ പുറത്തേക്കൊക്കെ നോക്കുന്നത്? എൻ്റെ പെങ്ങൾ എന്തോ മോഷ്ടിക്കാൻ പോണ പോലെ, കക്കാൻ പോണ പോലെ ഞാൻ ഒളിഞ്ഞിരുന്ന് കാണുക. ആരും കാണുന്നില്ല എന്ന് ഉറപ്പാക്കിയപ്പോൾ എൻ്റെ പെങ്ങളതാ കൊട്ടിൻ്റെ 2 കയറിങ്ങനെ അടർത്തി പിടിച്ചുകൊണ്ട് തൊട്ടിക്കകത്തേക്ക് പെങ്ങളുടെ തലയങ്ങ് താഴ്ത്തിക്കൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞുമോൻ്റെ കവിളിലതാ മുത്തം കൊടുത്തുകൊണ്ട് തലങ്ങനെ ഉയർത്തിയപ്പോൾ ഞാൻ കണ്ടു എൻ്റെ പെങ്ങളുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് പൊഴിഞ്ഞു വീഴുന്നത്. ആരും കാണാതെ അങ്ങ് തുടച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നുപോയി. എന്തുകൊണ്ടാണ് അടുക്കളയിലേക്ക് അങ്ങനെ നടന്നു പോകുമ്പോൾ ഈ കുഞ്ഞ് കരഞ്ഞത്? എൻ്റെ പ്രിയപ്പെട്ട പെങ്ങൾ ഇപ്പം എന്തിനാ കരഞ്ഞത്? ഞാൻ അന്ന് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഇന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പാതിര നേരത്തെ ആരും കാണാതെ ഉറങ്ങുന്ന കുഞ്ഞിന് മുത്തം കൊടുത്തത് എന്തിനാണ്? ഒരു ഉമ്മ എന്തിനാണ് അത് ചെയ്തത്? മകളെ, ഞാൻ നിനക്ക് ഇപ്പം തരാം, പ്രായമെത്തുമ്പോൾ നീ എനിക്ക് തിരിച്ചു തരണമെന്ന ഡിമാൻഡ് വെച്ചിട്ടാണോ? അല്ല. പടച്ച റബ്ബിൻ്റെ അടുത്തുനിന്ന് എനിക്ക് കൂലി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ കുഞ്ഞു മക്കളെ മുത്തം കൊടുത്തത്? അല്ല. അതൊരു ഉമ്മാക്കല്ലാതെ കഴിയില്ല അതിന് ഉത്തരം നൽകാൻ. ഞാനൊരു അമ്മയല്ല, ഞാനൊരു ഉമ്മയല്ല. അതിൻ്റെ പേരാ സ്നേഹം. അത് ഒൻവയാ. കുഞ്ഞുമക്കൾക്ക് വാരിക്കോരി കൊടുത്ത ഉമ്മമാരാണ് ഈ ഇരിക്കുന്നതൊക്കെ എനിക്കറിയാം. നല്ലോണം അറിയാം നിങ്ങൾക്ക് മക്കളെ സ്നേഹിക്കാൻ. നിങ്ങൾ സ്നേഹിച്ചു. ഏതുവരെ സ്നേഹിച്ചു? ഒരു 5 വയസ്സ് വരെ, ഇല്ലെങ്കിൽ ഒരു 4 വയസ്സ് വരെ. പിന്നെ ഉമ്മമാരെ നിങ്ങൾ സ്നേഹിച്ചിട്ടില്ല. എന്താ അതിന് പകരം? പ്രിയപ്പെട്ട ഉമ്മമാർ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നത് പകരം കുഞ്ഞുങ്ങളെ ഇഷ്ടപ്പെട്ടു. അതെന്താ? സ്നേഹവും ഇഷ്ടവും തമ്മിൽ വ്യത്യാസം എന്താണ്? വ്യത്യാസം പറഞ്ഞുതരാം. ഇഷ്ടം എന്ന് പറഞ്ഞാൽ മൂത്ത കുട്ടിയോട് പെരുത്ത് ഇഷ്ടമാ, അവൾ നന്നായി പഠിക്കുന്നവളാ. ഇളയ കുട്ടിയോട് കുറച്ച് ഇഷ്ടം, കുറച്ച് പഠിക്കുന്നവളാ. മൂത്ത മകനോട് അല്ലാത്ത ഇഷ്ടമില്ല, കാരണം പഠിക്കാൻ മിടുക്കനാ, അല്ലെങ്കിൽ 5000 രൂപ ശമ്പളമുള്ളൂ. ഇളയ മോന് നല്ല പഠിച്ച കുട്ടി, അവൻ 25,000 ശമ്പളം കൊണ്ടുവരുന്നു. അപ്പം കൂടുതൽ ഇഷ്ടം, ഇവിടെ കുറഞ്ഞ ഇഷ്ടം. അപ്പം കാരണങ്ങളുണ്ട് അല്ലേ? ഭർത്താവിനോട് എനിക്ക് പെരുത്തിഷ്ടമാ, 50,000 രൂപ ശമ്പളമാണ്. സൗദി അറേബ്യയിലെ നിതാക്കത്ത് പ്രശ്നം കാരണം ഖുറൂജടിച്ച് നാട്ടിലേക്ക് തിരിച്ചെത്തി. എൻ്റെ ആ ഇഷ്ടവും പോയി, കാരണം ഞാൻ ഇഷ്ടപ്പെട്ടത് ആ ശമ്പളത്തെ ആയിരുന്നു. എൻ്റെ ഭാര്യയോട് എനിക്ക് പെരുത്തിഷ്ടമാ, കാരണം അവൾ വെളുത്ത സുന്ദരിയാ. ഒരു ദിവസം പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗ്യാസ് സ്റ്റൗവിൽ നിന്നും ശാരിക്ക് തീ പിടിച്ച് മേലാകെ കരിവാളിച്ചു പോയി. എൻ്റെ ആ ഇഷ്ടവും പോയി, കാരണം ഞാൻ ഇഷ്ടപ്പെട്ടത് അവളുടെ വെളുത്ത സുന്ദരിയായ വെളുത്ത നിറത്തെ ആയിരുന്നു. അതിൻ്റെ പേരാണ് ഇഷ്ടം. അത് സ്നേഹമല്ല. സ്നേഹം എന്നത് എൻ്റെ കുഞ്ഞു പെങ്ങൾ പാതിര നേരത്തെ ആരും കാണാതെ ആ കുഞ്ഞുമോൻ്റെ കവിളിൽ കൊടുത്ത മുത്തത്തിൻ്റെ പേരാ സ്നേഹം. എൻ്റെ പ്രിയപ്പെട്ട മാതാവ് 1ാം ക്ലാസ് മുതൽ ഞാൻ 10ാം ക്ലാസ്സിലേക്ക് പോകുമ്പോഴും ഓരോ ദിവസവും എന്നെ മാടി വിളിക്കും. വയ്യാതെ കിടക്കുന്ന, ആസ്മാ രോഗിയായി മലർന്ന് കിടക്കുന്ന, എല്ലും തൊലിയുമായി ഭക്ഷണത്തിന് പോലും മരുന്നിന് പോലും ഗതിയില്ലാതെ പായിയിൽ കിടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നെ കരച്ചിൽ കേട്ടാൽ എൻ്റെ അടുത്തേക്ക് ഓടി വരാൻ എൻ്റെ ഉമ്മക്കറിയില്ല. എൻ്റെ ഉമ്മ എന്നെ വിളിക്കും, വാ മോനെ എന്ന്. ഉമ്മൻ്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലുമ്പോൾ ഉമ്മയുടെ കൈകളെടുത്തുകൊണ്ട് എൻ്റെ മുടിൻ്റെ ഉള്ളിലൂടെ തിരികെ വെച്ചിട്ട് പറയും, എൻ്റെ കുഞ്ഞെ കരയരുത്, എൻ്റെ കുട്ടിക്കും വരും നല്ലൊരു ദിവസമെന്ന്. യൂണിഫോമില്ല, കൊടയില്ല, ചെരുപ്പില്ല, ബാഗില്ല, ഡ്രസ്സില്ല, ബുക്കില്ല, സ്ലേറ്റില്ല, പേനയില്ല, പെൻസിലില്ലാതെ സ്കൂളിലേക്ക് പോകുമ്പോൾ വിശന്നിട്ട് കരയുന്ന കരച്ചിൽ കേട്ട എൻ്റെ ഉമ്മ എന്നെ മാടി വിളിച്ച് എന്നെ സമാശ്വസിപ്പിക്കുന്നത്. മോനെ കരയരുത്, എൻ്റെ കുട്ടിക്കും വരും നല്ലൊരു ദിവസം എന്ന് പറഞ്ഞ് എൻ്റെ തോളിൽ വെച്ച് കൊണ്ട് എൻ്റെ ഉമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതിൻ്റെ പേരാ സ്നേഹം. തീർന്നില്ല. കൈകൾ അങ്ങനെ മാറി പിടിച്ചുകൊണ്ട് എൻ്റെ ഉമ്മയുടെ നെഞ്ചോട് എൻ്റെ മുഖം ചേർത്ത് വെക്കും. എന്നിട്ട് എൻ്റെ നെറ്റിയിൽ തരുന്ന ചൂട്, ചുംബനത്തിൻ്റെ ചൂട് ഇന്നും എൻ്റെ നെറ്റിയിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. 30 കൊല്ലം പിന്നിട്ടു. ഇന്നും ഞാൻ അച്ചിപ്പുറ കല്ലാർ മംഗലം ജുമുഅത്ത് മസ്ജിദിലേക്ക് ചെന്നാൽ എൻ്റെ ഉമ്മയുടെ ഖബറിൻ്റെ അരികിലേക്ക് ഓടിച്ചെന്ന് കൊണ്ട് പറയും,
പട്ടിണി കിടന്ന് മരിച്ച എൻ്റെ ഉമ്മ എന്നെ സ്നേഹിച്ചതുപോലെ ലോകത്തൊരു കുട്ടിയെയും ഒരു മാതാവും സ്നേഹിച്ചിട്ടുണ്ടാവില്ല റബ്ബേ, അതിനുള്ള പ്രതിഫലം നീ നൽകണമേ എന്ന് പൊട്ടിക്കരഞ്ഞ് ഞാൻ ഇന്നും ദുആ ചെയ്യും. എന്തുകൊണ്ടാ? എൻ്റെ പ്രിയപ്പെട്ട മാതാവ് എന്നെ സ്നേഹിച്ചത് കൊണ്ട്. അതിൻ്റെ പേരാ സ്നേഹം. ഇതൊക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാകും, പക്ഷേ ബുദ്ധി വെച്ച നാൾ കൊടുത്ത സ്നേഹമേ മക്കൾക്ക് തിരിച്ചു നൽകാൻ പറ്റൂ. പ്രായപൂർത്തിയാകുന്നത് മുതൽ, അല്ലെങ്കിൽ ബുദ്ധി വെച്ച ഓർമ്മ വെച്ച നാൾ മുതൽ നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം മാത്രമേ പൊന്നുമക്കൾ രക്ഷിതാക്കൾക്ക് തിരിച്ചു നൽകൂ. അത് മറക്കരുത്. ഉമ്മയുടെ മടിയിൽ മലമൂത്ര വിസർജനം നടത്തി ഉമ്മയുടെ വായിൽ കാഷ്ടിച്ചു മൂത്രമൊഴിച്ചതൊന്നും കുഞ്ഞുമക്കൾക്കും എനിക്കും നിങ്ങൾക്കും ഓർമ്മയില്ല. അത് തിരിച്ചു നൽകൂല. പകരം ബുദ്ധി വെച്ച നാൾ തൊട്ട് ആ കുഞ്ഞിൻ്റെ തീട്ടം നിങ്ങൾ എടുത്തിട്ടുണ്ടോ? ആ കുഞ്ഞിന് നിങ്ങൾ അമ്മിഞ്ഞ കൊടുത്തിട്ടുണ്ടോ? ആ കുഞ്ഞിന് ചോറുരുട്ടി കൊടുത്തിട്ടുണ്ടോ? ആ കുഞ്ഞിൻ്റെ തോളിൽ കൈവച്ചിട്ടുണ്ടോ? ബുദ്ധി വെച്ച നാളിൽ തൊട്ടൊരു ഹാൻഡ് ഷേക്ക് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? മാറോടൊപ്പം ചേർത്ത് പിടിച്ചുകൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ മോള, എൻ്റെ പൊന്നു മോള, എൻ്റെ തങ്കക്കുടമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ മോളുടെ കവിളിൽ മുത്തങ്ങൾ നിങ്ങൾ നൽകിയിട്ടുണ്ടോ? അത് ഓർമ്മയുണ്ടാകും. അല്ലാതെ കുഞ്ഞു മടിയിലിരുത്തിക്കൊണ്ട് അമ്മിഞ്ഞ കൊടുക്കുമ്പോൾ കൊടുക്കുന്ന താരാട്ടും അവർക്ക് കൊടുക്കുന്ന മുത്തങ്ങളും ആലിംഗനങ്ങളും ഒന്നും തന്നെ കുഞ്ഞു മക്കൾക്ക് ഓർമ്മയില്ല. അതൊന്നും നിങ്ങൾക്ക് തിരിച്ച് കിട്ടുകയുമില്ല. ഇവിടെയാണ് നമുക്ക് പറ്റിയ, മാതാപിതാക്കൾക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധം. പണ്ട് കാലത്തുണ്ടായിരുന്നു, എൻ്റെ ഉമ്മൻ്റെ കാലത്തും ഉമ്മാൻ്റെ ഉമ്മൻ്റെ കാലത്തുണ്ടായിരുന്നു. ഇന്നത്തെ ആധുനിക സമൂഹത്തിൻ്റെ, ഇന്നത്തെ യുവതീ യുവാക്കളുടെ ന്യൂ ജെൻ ഫാമിലിക്ക് ഇത് അന്യമാ. മുത്തമെന്ത്, സത്തെന്ത്, ഹാൻഡ് ഷേക്ക് എന്ത്, എൻ്റെ തങ്കക്കുടമേ എന്നൊന്നും പറയാൻ ഇന്നത്തെ ആധുനിക മക്കൾക്ക് അറിഞ്ഞുകൂടാ. ഇവിടുത്തെ പ്രായം ചെന്ന ഉമ്മമാർക്ക്, അമ്മമാർക്ക് അറിയാമത്. ഇന്നത്തെ മക്കളോട് പറഞ്ഞു കൊടുക്കണം അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു എന്ന്. അതാ നമ്മുടെ നാട്ടിൽ നിന്നും അന്യമായത്. അതിൻ്റെ പേര് ഇഷ്ടമെന്ന, അതിൻ്റെ പേര് സ്നേഹം എന്നല്ല ഇന്ന് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പണ്ട് കൊടുത്തതിൻ്റെ പേരാണ് സ്നേഹം. എൻ്റെ ഉമ്മ തന്നതും എൻ്റെ പെങ്ങൾ ആ കുഞ്ഞിന് കൊടുത്തതും നിങ്ങൾ ഇന്ന് ചെറിയ കുട്ടിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ പേരാ സ്നേഹം. ഒന്നും കൂടി പറയട്ടെ. ഈ അടുത്ത് എൻ്റെ കുടുംബത്തിൽ, അഞ്ചുമുക്കിൽ കുടുംബത്തിൽ, എൻ്റെ ഏട്ടൻ്റെ മകൻ്റെ ഭാര്യ പ്രസവിച്ചു. അഞ്ചുമുക്കിൽ ബ്ലഡാണ്, ചോരയാ. ആ റിലേഷൻ കാണാൻ ഓടിച്ചെന്നു. ഞാൻ ഇരട്ടയായിരുന്നു, 2 കുട്ടിയാ. ഒരു കുഞ്ഞിന് എൻ്റെ കൈകളിൽ തന്നു, ഒന്നിനെ നേഴ്സ് ആ കുഞ്ഞിൻ്റെ ഉപ്പയുടെ കൈകളിലും വെച്ച് കൊടുത്തു. ഞാനതിൻ്റെ അടുത്തു ഒരു സൈഡിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ബാങ്കും ഇക്കാമത്തും കൊടുത്തു. ആ സമയത്ത് ശ്രദ്ധിക്കുമ്പോൾ അതാ ആ കുഞ്ഞിൻ്റെ കാലിൽ ഒരു ടാഗ് കെട്ടിയിട്ടേക്കണ്. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടോ ആ ചിത്രം? ഒരു ടാഗ് കെട്ടിയിട്ടുണ്ടോ അല്ലേ? ചെറിയ ചോര പൈതലിൻ്റെ പുക്കൾ കൊടിക്കൊരു ക്ലിപ്പ് മാത്രം ഇട്ടുകൊണ്ട് എൻ്റെ കൈകളിലേക്ക് തന്നു. ഒരു ക്ലിപ്പ് മാത്രം ഇട്ടുകൊണ്ട് തന്നു. ആ ചോര പൈതലിൻ്റെ വായിൽ ഒന്ന് ഒച്ച പോലും ഉണ്ടാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ പാട പോലെ കെട്ടിക്കിടക്കുന്ന ചോര പൈതലിനെ എൻ്റെ കയ്യിൽ വെച്ച് തന്നപ്പോൾ അതിൻ്റെ കാല് ഞാൻ ശ്രദ്ധിച്ചു. അതാ ഒരു ടാഗ് കെട്ടിയിരിക്കുന്നു. ആ ടാഗ് ഞാൻ ആ ടാഗിലെ എഴുത്ത് ഞാൻ വായിച്ചു നോക്കി. അതിൽ എഴുതി വെച്ചേക്കുന്നു 2 കിലോ 885 ഗ്രാം എന്ന്. വീണ്ടും അതിൻ്റെ തൂക്കമാണ്. 2 കുട്ടികളായതുകൊണ്ട് കുറവാ തോന്നുന്നു. വീണ്ടും ഞാൻ ആ ടാഗ് തിരിച്ചും മറിച്ചും വായിച്ചു നോക്കി. ആ ടാഗിലില്ലായിരുന്നു ഇന്നിതാ ഒരു പെരും തെമ്മാടി അഞ്ചുമുക്കിൽ കുടുംബത്തിൽ ജനിച്ചിരിക്കുന്നു എന്ന്, ഒരു കോടീശ്വരൻ ഇതാ ഇന്ന് ഈ കുടുംബത്തിൽ ജനിച്ചിരിക്കുന്നു എന്ന്, ഒരു കള്ളുകുടിയനിതാ, ഒരു തെമ്മാടി ഇതാ, ഒരു ഉമ്മയെ തല്ലുന്നവനിതാ, ഒരു പാപ്പരനിതാ, ഒരു കോടീശ്വരനിതാ, ഒരു ഡോക്ടർ ഇതാ, ഒരു എഞ്ചിനീയർ ഇതാ എന്നും ആ ടാഗിൽ ഒരു ഡോക്ടറും ഒരു നഴ്സും എഴുതി വെച്ചിട്ടില്ല. പിന്നെ ഈ കുഞ്ഞിനെ ഇങ്ങനെയൊക്കെ ആക്കി മാറ്റിയത് ആരാ? ആ തൊട്ടിൽ കിടക്കുന്ന ഒരു നിഷ്കളങ്കനായി വരുന്നൊരു പിഞ്ചു കുഞ്ഞാണോ അതിന് ഉത്തരവാദി? അല്ല. ബുദ്ധിയുള്ള, തൻ്റെ ഇടമുള്ള ഇന്നത്തെ മാതാപിതാക്കൾ തന്നെയാണ് ആ കുട്ടി തമ്മാടി ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി എന്ന് എൻ്റെ ചെറിയ ബുദ്ധി കൊണ്ട് ഞാൻ ചിന്തിച്ച ഒരു രംഗമാനാ പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുഞ്ഞുമക്കളെ നിങ്ങൾ തമ്മാടിയാക്കരുത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവരെ നിങ്ങൾ താന്തോണിയും കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമകളാക്കി മാറ്റരുത്. ഇന്നത്തെ പുത്തൻ തലമുറയിലെ തോന്നിവാസം ചെയ്യുന്ന ആളുകളാക്കി മാറ്റരുത്. അതിൻ്റെ മുഖ്യ പങ്കിന്ന് രക്ഷിതാക്കൾക്ക്, ആ മക്കൾക്കതിൽ പങ്ക് കുറവാ. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ചും കൂടി 2 വാക്ക് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. പ്രായം ചെന്നാലും ഇതുപോലെ കുഞ്ഞു മക്കളെ മാറോടൊക്കെ ചേർത്ത് പിടിച്ച് ഒന്നൊരു ആലിംഗനം വെച്ച് കൊടുത്താളല്ല അതിൻ്റെ ഒരു സുഖം കേട്ടോ. അതൊരു വല്ലാത്ത സുഖമാണ്. ഒരു പക്ഷേ ഈ സദസ്സിൽ തന്നെ അത്തരക്കാരൊക്കെ ഉണ്ടാകും. അത് ഉണ്ടാകില്ല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അറിയോ നിങ്ങൾക്ക്? സ്ഥലമൊന്നും പറയില്ല. പുത്തനത്താണിൻ്റെ അടുത്ത് ഒരു കുടുംബത്തിൻ്റെ വീട്ടിലേക്ക് ഞാൻ ചെന്നു. ഞാൻ ഈ കുടുംബ പര്യടനം നടത്തുന്ന ആളാണ്. ചെന്നു. അവിടെ ജോലി ചെയ്യുന്ന, എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു എഞ്ചിനീയർ ഉണ്ട് ആ വീട്ടിൽ. അവനെ യാത്രയാക്കാനാണ് പോയത്. ഡൽഹിയിലേക്ക് പോവുക. അവനിന് 1 കൊല്ലം കഴിഞ്ഞ് വരൂ. കല്യാണം കഴിച്ച 2 കുട്ടികളുള്ള പിതാവാട്ടോ. വീട്ടിലേക്ക് ചെന്നു. തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിനിൽ പോകണം. എൻ്റെ കാറിൽ ആക്കട. ഞാൻ എന്തായാലും തിരൂർക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് ചെന്നത്. എൻ്റെ സുഹൃത്തും കൂടിയാണ് അവൻ. അങ്ങനെ അവനത് പെട്ടെന്ന് അകത്തേക്ക് പോയിട്ട് പറഞ്ഞു, സാറേ ഒരു 5 മിനിറ്റ് ഇട്ടോ, ഇപ്പം വരാം.
അത്തിക്ക് അങ്ങോട്ട് പോയി. അല്പം കഴിഞ്ഞതാ നാണം കുണികൊണ്ട് എന്തോ ചവച്ചുകൊണ്ട് എന്തോ കവിളിൽ തുടച്ചുകൊണ്ട് അവൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ആ പ്രിയപ്പെട്ട ഭാര്യയുടെ സമ്മാനം കിട്ടിയല്ലടാ, എനിക്ക് ഒരു കൊല്ലം കൊണ്ടൊക്കെ തിരിച്ചു വരടാ, ഗൾഫിൽക്കൊന്നുമല്ല പോകുന്നത്, ഡൽഹിയിൽക്കല്ലേ, അതിന് എപ്പോഴും എമർജൻസിയാണ്. ഈ പാര ഒരു ട്രെയിനിൽ കയറിയാൽ പോരെ, വിസ അടിക്കണ്ടല്ലോ, അതിനാടാ ഇത്ര നീയൊക്കെ ഇങ്ങനെയൊക്കെ ഭാര്യയുടെ സമ്മാനം കിട്ടി എന്നങ്ങ് പറഞ്ഞപ്പോൾ എൻ്റെ പ്രിയ സഹോദരൻ കരഞ്ഞു കണ്ട് കണ്ണിങ്ങനെ തുടച്ചുകൊണ്ട് എന്നോട് പറഞ്ഞൊരു മറുപടി, അല്ല മാഷേ, അല്ല, എൻ്റെ ഭാര്യയുടെ സമ്മാനമല്ല, കുഞ്ഞുനാളിൽ എനിക്കെൻ്റെ ഉമ്മ തരാറുള്ള ഉമ്മയാണിത്. കുഞ്ഞുനാളിൽ എന്നും എൻ്റെ ഉമ്മ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്നും തരുന്ന മുത്തങ്ങളാണിത്. അന്നും ഇന്നും കിട്ടി ആ മുത്തം. ഞാൻ യാത്ര ചെയ്തപ്പോൾ എന്താ മോനെ ചവക്കുന്നെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഉമ്മയുടെ കൈ കൊണ്ട് ഉരുട്ടിയ ഒരു ഉരുള ചോറ 29 വയസ്സായ ഒരു പിതാവിന് കൊടുത്തത്. ഞാനും അവനും തിരൂരിലേക്ക് പോകുമ്പോൾ ഒരക്ഷരം പോലും എനിക്ക് മിണ്ടാൻ പറ്റുന്നില്ല. കാരണം ഞാൻ എൻ്റെ ഭാര്യയുടെ സമ്മാനം എന്ന് പറഞ്ഞത് എങ്ങനെ അത് ഞാൻ തിരിച്ചു വിളിക്കും? ആ വാക്ക് പറ്റുന്നില്ല. വല്ലാത്തൊരു കുറ്റബോധം. എനിക്ക് ഒരു വാക്ക് മാത്രം പറഞ്ഞു, എന്ത് ഭാഗ്യവാനായ ഉമ്മ, എന്ത് ഭാഗ്യവാനായ മകൻ, എന്ത് ഭാഗ്യവതിയായ ഉമ്മ, നീ രക്ഷപ്പെട്ടു മോനെ, നിൻ്റെ ഉമ്മയും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു. ഞാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നു മക്കൾക്ക് ഈ സ്നേഹം കൊടുക്കാൻ. പക്ഷേ വൈകിപ്പോയി അല്ലേ? ഇല്ല, വൈകിട്ടില്ല, ഇനിയും ആവാം. പ്രായം ചെന്നാലും മക്കളിങ്ങനെ വലുതായി മുതിർന്ന് വരുമ്പോഴും അവരോടുള്ള സ്നേഹം എന്ന് പറയുന്നത്, നിങ്ങൾ എത്ര മൊബൈലും കമ്പ്യൂട്ടറും വിദ്യാഭ്യാസവും ഷർട്ടും മുണ്ടും ഭക്ഷണം കൊടുത്താലും മതി വരാത്ത അത്രയും വലിയൊരു സ്നേഹത്തിൻ്റെ സമ്മാനമാണ് ഈ സ്നേഹം എന്നൊക്കെ പറഞ്ഞ പുഞ്ചിരിയും ഈ തലോടലും ഈ കൈവയ്ക്കലും ഒക്കെ. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് മന്യമായിക്കൊണ്ടിരിക്കുക. അതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. ഇതാ ഒരു പേരക്കുട്ടിക്ക് മുത്തം കൊടുക്കുകയാണ്, ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നതാ അല്ലേ, വിദേശ ഫാമിലി ഈ കൂട്ടത്തിലും ഉണ്ടാകും. പേരക്കുട്ടിയ വന്ന ഉടനെ തന്നെ ആ കുഞ്ഞുമോളെ മോനെ കണ്ടപ്പോൾ ആ വല്യമ്മ ഓടിച്ചെന്ന് അതിനെ പിടിച്ചു, കവിളിൽ കൊടുത്തൊരു മുത്തം. ആ മുത്തമങ്ങ് കിട്ടിയ ഉടനെ ആ കുട്ടി വാവിട്ട് കരഞ്ഞുകൊണ്ട് വീട്ടിൻ്റെ അകത്തളത്തിലേക്ക് ഓടി, അമ്മേ എന്ന് വിളിച്ചുകൊണ്ടോടി. എൻ്റെ മോനെ എന്ന് ചോദിച്ചപ്പോൾ പറയാ, ദേ ആ പുറത്തിരിക്കുന്ന അമ്മൂമ്മ എന്നെ ഇവിടെ ചുംബിച്ചു. അമ്മൂമ്മയുടെ ഉപ്പ്, അമ്മൂമ്മയുടെ വൈറസ് ഉള്ള ബാക്ടീരിയയുള്ള തുപ്പലം ഉപ്പ് എൻ്റെ ചങ്കിലോ കവിളത്തോ വന്ന് പെരടിയിട്ടുണ്ടാകും. അത് ബാക്ടീരിയ അസുഖം പിടിക്കുമെന്ന് അധ്യാപകൻ പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് അമ്മേ ഡെറ്റോൾ വെച്ചിരിക്കുന്നത്, എനിക്കൊന്ന് കഴുകണമെന്ന് പറഞ്ഞ് വാവിട്ട് കരഞ്ഞ ഒരു കുട്ടിയുടെ ചിത്രം നിങ്ങൾ കണ്ടില്ലേ? എന്തുകൊണ്ടാ കുട്ടി അങ്ങനെയൊക്കെ പറഞ്ഞ് കരഞ്ഞോടിയത്? ആ കുഞ്ഞിന് ബുദ്ധി വെച്ച നാൾ തൊട്ട് സ്വന്തം അമ്മയിൽ നിന്നും കിട്ടാതെ പോയ മുത്തം മറ്റാരോ കൊടുത്തപ്പോൾ അതൊരു വൃത്തികെട്ടതാണെന്ന് കുട്ടി പഠിച്ചു വെച്ചതാ. അതുകൊണ്ട് സ്വന്തം മക്കളെ ചുംബിക്കാൻ മറന്നുപോയ ഉമ്മമാരെ, പ്രായപൂർത്തിൻ്റെ മുമ്പ് ഉണ്ട് കേട്ടോ, ഞാൻ മറന്നിട്ടില്ല. അതിൻ്റെ പേര് സ്നേഹം. വലുതായാലോ സ്കൂളിൽ ചേർത്തുമ്പോഴോ ഇല്ല, 2ാം ക്ലാസ് 3ാം ക്ലാസ്സിലെത്തി, തീരല്ല, ഹാൻഡ് ഷേക്കില്ല, അംഗീകാരമില്ല. എൻ്റെ നല്ല കുട്ടിയാ, പൊന്നുമോളാണെന്ന് പറയില്ല, എൻ്റെ കുട്ടി മിടുക്കാണെന്ന് പറയില്ല. പകരം അവളുടെ കുറ്റങ്ങൾ മാത്രം കാണും. കുറ്റപ്പെടുത്തലാവൻ്റെ എന്തും നന്മമാണ് കാണൂല. മാർക്ക് കുറഞ്ഞത് കാണും. അന്ന് 5A+ കിട്ടിയാൽ പറയും 5A+ നഷ്ടപ്പെട്ടു എൻ്റെ കുട്ടിക്ക് എന്ന് പറയും. 5A+ കിട്ടിയെന്ന് പറയില്ല. ഇങ്ങനെ കുറ്റപ്പെടുത്തലുകളാണ് ഇന്ന് മക്കളെ. അതുകൊണ്ട് മക്കളൊക്കെ അമ്മയിൽ നിന്നും ഉമ്മയിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുക. സ്നേഹം എന്ന സാധനം കുട്ടികൾ മറന്നുപോയി. കാരണം കുഞ്ഞുനാളിൽ കൊടുത്തത് അവർക്ക് ഓർമ്മയില്ല. അത് തിരിച്ചു കൊണ്ടുവരിക. ഈ ഒരു പ്രഭാഷണത്തിലും എനിക്കും അവസാനമായും പറയാനുള്ളത് തന്നെയാണ്. ഇനി കുറേയുണ്ട്. കുട്ടികളെങ്ങനെ വഴക്ക് പറയുന്ന ഉമ്മമാരോട് ഓർക്കണം, ആ കുട്ടി നിങ്ങളോട് വെറുപ്പാ. ഉമ്മയെ കാണുന്നത് ഇഷ്ടമല്ല, മുഖത്ത് നോക്കുന്നത് ഇഷ്ടമല്ല. പ്രിയപ്പെട്ടവരെ, ഈ അടുത്തൊരു ക്യാമ്പിൽ ഞാൻ പോയി. ഇപ്പം അടുത്ത് 10ാം ക്ലാസ് ക്യാമ്പിനാണ് പോയത്. 400ഓളം കുട്ടികളുള്ള ഒരു ക്യാമ്പാ. ആ ക്യാമ്പിൽ പോയി എളിയവന് പ്രഭാഷണം നടത്തുക. അതിൻ്റെ ഏറ്റവും പുറകിലുണ്ട് 50ഓളം ഉമ്മമാർ വന്നിട്ട് 200 ആൺകുട്ടികളും 200 പെൺകുട്ടികളും ഉള്ള വലിയൊരു ക്യാമ്പാ. എങ്ങനെ 10A+ ഉണ്ടാക്കണമെന്ന ആ ക്യാമ്പിൻ്റെ ലക്ഷ്യം. ഞാനും അതിന് തന്നെ പോയത്. പക്ഷേ അവിടെ രക്ഷിതാക്കളെ പറ്റിയും സ്വന്തം മാതാവിനെ പറ്റിയും പിതാവിനെ പറ്റിയും അല്പം മക്കളോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്നിട്ടാ 10A+ ഉണ്ടാക്കലുള്ളൂ. ഒരു 10A+ ഉണ്ട്, ഒരു കാര്യമില്ല. മാതാവിനെയും പിതാവിനെയും ഇഷ്ടപ്പെടാത്ത, സ്നേഹിക്കാത്ത, അവരെ തലോടാത്ത ഒരു മക്കൾക്ക് ഒരു A+ കിട്ടിയിട്ടും കാര്യമില്ല എന്ന് പഠിച്ചവനാണ് ഈ എളിയവൻ. അതുകൊണ്ട് അതും കൂടി അവർക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ പറയാൻ വേണ്ടി മൈക്കെടുത്തു. ഈ എളിയവൻ സ്റ്റേജിലേക്ക് കയറി വെറുതെ ഒരു ചോദ്യം അങ്ങ് ചോദിച്ച ആ കുട്ടികളോട്, പ്രിയപ്പെട്ട മക്കളെ, 10ാം ക്ലാസ്സിലേക്ക് ജയിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ, ഒരൊക്കെ 10ലാണ് കേട്ടോ, ജയിച്ചോരാ,
10ാം ക്ലാസ്സിലേക്ക് ജയിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ പ്രിയപ്പെട്ട മാതാവ് ഓടി വന്നുകൊണ്ട് ഒരു ഹാൻഡ് ഷേക്ക് തന്നുകൊണ്ട് മാറോട് ചേർത്ത് പിടിച്ച് കവിളിൽ മുത്തം തന്ന് എൻ്റെ പ്രിയപ്പെട്ടവളെ നീ മിടുക്കിയാണെന്ന് പറഞ്ഞുകൊണ്ട് യാത്രയാക്കിയ ഉമ്മയുണ്ടൊന്ന് വീട്ടിൽ, നിങ്ങളെ കൈകളൊന്ന് പൊന്തിക്കാമോ? എത്ര ആളുണ്ടെന്ന് അറിയാനേ. 10ാം ക്ലാസ്സിലേക്ക് ജയിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ നീ നന്നായടാ നന്നായടി എന്ന് പറഞ്ഞിട്ട് കവിളിൽ ഒരു മുത്തം കൊടുത്ത ഉമ്മയുണ്ട് ഇന്ന് വീട്ടിൽ, നിങ്ങളെ കൈകളൊന്ന് പൊന്തിക്കോ? എത്ര ആൾ പൊന്തിച്ചിട്ടുണ്ടാകും? ഇപ്പോൾ ഞാൻ ആ ചോദ്യം ഇപ്പം അങ്ങോട്ട് ചോദിക്കുന്നില്ല. ഒരാൾ പൊക്കിയാൽ ആ കഥ ഞാൻ ഇവിടെ പറയുമായിരുന്നില്ല. ഒറ്റ കുട്ടിയുടെ കൈകൾ പോലും കണ്ടില്ല, ഒറ്റ ഉമ്മയുടെ കുട്ടിയുടെ കൈകൾ പോലും പൊങ്ങി കണ്ടില്ല. ആ ഉമ്മമാരെ എണീറ്റ് നിന്നിങ്ങനെ നോക്കിയതാണ് ആ ഭാഗ്യവതിയായ കുട്ടി, ആ ഉമ്മ ഏതാണെന്നിങ്ങനെ നോക്കി നിൽക്കുക. അവസാനം സൈലൻ്റായി. അവസാനം 2ാമത്തെ ചോദ്യം ഇട്ടു. പ്രിയപ്പെട്ടവരെ, സാരമില്ല, ഇന്ന് ഈ ക്യാമ്പിലേക്ക് യാത്ര പുറപ്പെടുമ്പോൾ എൻ്റെ പൊന്നുമോൻ, എൻ്റെ പൊന്നുമോളെ, നീ നന്നായി പഠിച്ച് മിടുക്കനായി വാ കേട്ടോ എന്ന് പറഞ്ഞ് യാത്രയാക്കിയ കവിളിൽ ഒരു ആലിംഗനം വെച്ച് കൊടുത്തുകൊണ്ട് തോളിൽ തലയോടിയ ഉമ്മയുണ്ടോ ഇന്ന് നാട്ടിൽ, വീട്ടിലുണ്ടോ? നിങ്ങളെ കൈയൊന്ന് പൊന്തിക്കോ? ഇപ്പം എത്ര ആൾ പൊന്തിച്ചിട്ടുണ്ടാവും? ഒന്ന് പൊന്തിച്ച സങ്കടമില്ല ഉമ്മമാരെ. ഒരേറ്റ കുട്ടി പോലും അവിടെ കൈകൾ പൊന്തിയില്ല. ആകെ സൈലൻ്റായി, ആകെ നിശബ്ദതയായി. മരണ വീട്ടിൽ ചെന്ന പോലെ ക്ലാസ് എല്ലാം എന്തോ ഒരു അവസ്ഥയിലേക്ക് പോകുന്നുവോ. അധ്യാപകർ ഒരു ഭാഗത്ത്, ടീച്ചർമാർ മറ്റൊരു ഭാഗത്തൊക്കെ ഇരിക്കുക. ആ സമയത്താണ് വലത് ഭാഗത്തെ പെൺകുട്ടികളുടെ ഒരു അറ്റത്തിൻ്റെ ഒരു സൈഡിൽ അതാ ഒരു പ്രിയപ്പെട്ട സഹോദരി, ഒരു പെൺകുട്ടി തേങ്ങിക്കരയുക. അത് തേങ്ങിക്കരച്ച് വിങ്ങിക്കരഞ്ഞ് പുറത്തേക്ക് പൊട്ടിക്കരച്ചിലായി. സൗണ്ട് ഇങ്ങനെ കൂടി വരിക. ഞാൻ ഓടിച്ചെന്നൊരു ടീച്ചറെ വിളിച്ചുകൊണ്ട് പറയാ, എന്തിനാണ് ഈ കുഞ്ഞിപ്പോൾ കരയുന്നതെന്ന് ചോദിച്ചു നോക്കി നിങ്ങൾ. എത്ര ചോദിച്ചിട്ടും പൊന്നുമോള് മിണ്ടുന്നില്ല, കരിയാണ്, തേങ്ങിക്കരയുക. അവസാനം എൻ്റെ ചോദ്യം കൂടി അങ്ങ് വന്നപ്പോൾ ആ കുഞ്ഞ് പറഞ്ഞ മറുപടി ഉണ്ട്, മാഷേ, എല്ലാ ദിവസവും 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ എൻ്റെ ഉമ്മയുടെ ഒരു ആലിംഗനം, ചുംബനം കിട്ടാതെ ഞാൻ സ്കൂളിലേക്ക് ഇതുവരെ പോയിട്ടില്ല. ഈ കഴിഞ്ഞ മാസമാണ് എൻ്റെ പ്രിയപ്പെട്ട മാതാവ് മരണപ്പെട്ടു പോയത്. അതിനുശേഷം കിട്ടിയിട്ടില്ല എനിക്കൊരു മുത്തവും എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി അങ്ങ് വാവിട്ട് കരയുക. ആ കുഞ്ഞിൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് നേരെ ക്ലാസ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ അറിഞ്ഞില്ല പിന്നെന്ത് സംഭവിച്ചു എന്ന്. എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചത്? ഒരു നിമിഷം ഞാൻ ഓർത്തുപോയി. എൻ്റെ പ്രിയപ്പെട്ട മാതാവും എല്ലാ ദിവസവും എനിക്ക് ചുംബനം തരാതെ യാത്രയാക്കിയിട്ടില്ല. അതുകൊണ്ടാണ്, അത് പറയാൻ അർഹതയുള്ളവനാ. അതുകൊണ്ടാണ് എൻ്റെ പൊന്നുമക്കൾ ഇങ്ങനെ വിളിക്കുമ്പോൾ വരുന്നു. നോ എന്ന് പറഞ്ഞാൽ നോ എന്ന് പറയുന്നത് അതുകൊണ്ടായിരിക്കാം. എൻ്റെ ഉമ്മ എന്നെ അങ്ങനെ സ്നേഹിച്ചത്, എൻ്റെ പ്രിയപ്പെട്ട പിതാവും എന്നെ അങ്ങനെ സ്നേഹിച്ചത്. അറിയോ നിങ്ങൾ, 10ാം ക്ലാസ് വരെ പഠിക്കുമ്പോഴും എൻ്റെ ഉമ്മയുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. പാവം വീട്ടിൽ പട്ടിണിയായിരുന്നു. സ്കൂളിലേക്ക് 10 രൂപ ഫീസ് അടക്കാൻ ഗതിയില്ലാത്ത സമയത്തും ഞാൻ എൻ്റെ സങ്കടം ഉമ്മയോടങ്ങ് പറഞ്ഞു. ഉപ്പനോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു കുഞ്ഞ് പെട്ടിക്കടയാണ്, ഉപ്പാക്ക് ഭക്ഷണത്തിന് പോലും തികയില്ല, ഉമ്മാക്ക് മരുന്നിന് പോലും തികയില്ല, ആശുപത്രിയിലൊന്നും കൊണ്ടുപോകില്ല, ആസ്മ രോഗമാ. ഉമ്മക്ക് അങ്ങനെ രോഗം മൂർച്ഛിച്ച് വന്ന സമയം എൻ്റെ സങ്കടം കേട്ടപ്പോൾ എനിക്ക് തന്നു. എത്ര വേണടാ രൂപ എന്ന് ചോദിച്ചു. 10 രൂപയാണ് വേണ്ടത് ഉമ്മ എന്ന് പറഞ്ഞു. എനിക്കൊരു 10 രൂപ തന്നു. ഞാൻ ഫീസ് അടച്ചു. അന്നത് മതി. അന്ന് ഞാൻ ഓപ്പൺ SSLC പഠിച്ചത്. നേരെ സ്കൂളിലൊന്നും ഞാനും പോയിട്ടില്ല മക്കളെ. ഫീസ് അടച്ചു, തൃപ്തിയോടെ പരീക്ഷയൊക്കെ അടിച്ചു. പിറ്റേ ദിവസം വന്ന് വീട്ടിലിരിക്കുക. ഉമ്മൻ്റെ മടിയിൽ വീണ്ടും ഞാൻ തലവെച്ച് ഉമ്മയോട് എന്തൊക്കെയോ സംസാരിക്കുമ്പോഴാ ഒരു സത്യം മനസ്സിലാക്കിയത്. ഉമ്മ മരുന്ന് കഴിച്ചിട്ടില്ല, ഉമ്മ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഉമ്മക്ക് ആസ്മ കൂടിയിട്ടുണ്ട്. ഉമ്മൻ്റെ വായിലൂടെ ധരയും പതയും വരുന്നു. ഞാനതെല്ലാം തുടച്ചു കൊടുത്തു. വീണ്ടും ഉമ്മൻ്റെ കണ്ണുകളൊക്കെ അതാ മേലോട്ട് പോകുന്നു. ഞാനങ്ങ് പൊട്ടിക്കരച്ചു, ഓടി വരണേ, എൻ്റെ ഉമ്മതാ മരിക്കാൻ കിടക്കണു, ഓടി വരണേ എന്ന് പറഞ്ഞ് വാവിട്ട് കരഞ്ഞപ്പോൾ ഉപ്പയും പെങ്ങളൊക്കെ ഓടി വന്ന് എൻ്റെ ഉപ്പയതാ തപ്പുന്നു. എവിടെടി നിൻ്റെ കപ്പ് സിറപ്പ്, നിൻ്റെ ടോണിക് എവിടെ? ഇന്നലല്ലേ ഞാൻ എനിക്ക് ഒരു 10 രൂപ തന്നത്, മരുന്ന് വാങ്ങി കഴിക്കാൻ നീ കഴിച്ചില്ലടി എന്ന് പറഞ്ഞപ്പോൾ ഉമ്മാക്ക് അല്പം ശ്വാസം കിട്ടിയപ്പോൾ ഉമ്മ പറയാ, വേണ്ട എനിക്ക് മരുന്ന്, ആ പണം ഞാൻ മോന് ഫീസ് അടക്കാൻ കൊടുത്തു എന്ന്. സുബ്ഹാനല്ലാഹ്. ഇതറിഞ്ഞപ്പോൾ എൻ്റെ ബോധം നഷ്ടപ്പെട്ടു പോയി. ഉമ്മയുടെ മടിയിലേക്ക് ഞാനും വീണു. പക്ഷേ അത് അവസാനത്തെ കിടത്തമായിരുന്നു എൻ്റെ ഉമ്മയുടെ മടിയിൽ. ആളുകളൊക്കെ താങ്ങി പിടിച്ച് ഉമ്മയെ കൊണ്ടുപോയി ആശുപത്രിയിലേക്ക് ഓടി. ഞാൻ കൂടെ കരഞ്ഞുകൊണ്ടോടി. ആശുപത്രിയിലെത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോ, വിശന്ന് കുടലൊക്കെ ചുങ്ങിയിരിക്കുക, മരുന്നില്ല, ഭക്ഷണമില്ല, പോഷകമൊന്നും ബോഡിയിലില്ല, ഇനി ഒരു രക്ഷ
രക്ഷയുമില്ല, മരുന്ന് കഴിക്കാൻ കഴിയില്ല എന്നങ്ങ് പറഞ്ഞപ്പോൾ ഉമ്മയുടെ മടിയിലേക്ക് ഞാൻ വീണ്ടും ബോധരഹിതനായി വീണു. അവസാനമായി എൻ്റെ ഉമ്മ എനിക്ക് പ്രാർത്ഥിച്ചു, മോനെ കരയരുതടാ, എൻ്റെ കുട്ടിക്കും വരും നല്ലൊരു ദിവസം എന്ന് പറഞ്ഞ് ഉമ്മാൻ്റെ കൈകൾ എൻ്റെ മുടിൻ്റെ ഉള്ളിലൂടെ തിരികെ വെച്ചിട്ട് പറഞ്ഞു, എൻ്റെ കുട്ടിക്കും വരും നല്ലൊരു ദിവസം എന്ന് പറഞ്ഞു. കയ്യിൻ്റെ വിരലുകൾ ചലിക്കുന്നത് അവസാനമായി ഞാൻ കണ്ടു. എൻ്റെ ഉമ്മയുടെ കണ്ണുകൾ അടയുന്നു. അടച്ചു കൊടുത്ത് പരിപൂർണമായും ഞാൻ അടച്ചു കൊടുത്തു. ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തത് ഞാനാണ്. ആശുപത്രിയിൽ കടക്കയിൽ വെച്ച് എൻ്റെ ഉമ്മയ്ക്ക് അവസാനമായി ആ സ്നേഹം തിരിച്ചു കൊടുത്തു. ഒരു മോനെ, അത് കഴിഞ്ഞത് എൻ്റെ ഉമ്മയുടെ എൻ്റെ കൂടെയുള്ള പരിഗണനയാ. എന്നെ സ്നേഹിച്ചത് കൊണ്ടാ, മനസ്സറിഞ്ഞ് സ്നേഹിച്ചത് കൊണ്ട്, ബുദ്ധി വെച്ച നാൾ തൊട്ട് സ്നേഹിച്ചത് കൊണ്ടാ. ആ സ്നേഹം ഇന്ന് ഞാൻ എൻ്റെ ഉമ്മക്ക് തിരിച്ചു നൽകിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് സ്നേഹം. അതൊരു ഉമ്മക്കല്ലാതെ വേറാർക്കും ഇന്ന് കുഞ്ഞു മക്കൾക്ക് കൊടുക്കാൻ കഴിയില്ല. പിന്നെ ഉപ്പയെ പറ്റി എൻ്റെ ഉപ്പ ഒന്നും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല, എൻ്റെ ഉപ്പ ഒന്നും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. പക്ഷേ അവിടുത്തെ ജീവിതമാണ് ഞാൻ പഠിച്ചത്, അവിടുത്തെ സ്വഭാവമാണ്, അവിടുത്തെ നടപടികളാ. ഓരോ സമയവും പള്ളിയിലേക്ക് പോകുമ്പോൾ 7 വയസ്സായപ്പൻ്റെ കുഞ്ഞു വിരൽ പിടിച്ചുകൊണ്ട്, വാട മോനെ പോകാം നമുക്ക് പള്ളിക്ക് എന്ന് പറയും. കൂട്ടിക്കൊണ്ട് പോകും, അച്ചിപ്പറ പോകും. ഉമ്മയുടെ ആ കബറിൻ്റെ അരികിലേക്ക് പോയിക്കൊണ്ട് എൻ്റെ ഉപ്പ അങ്ങ് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യും. എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടിയാളെ ഉമ്മ മരിച്ചത് റബ്ബേ പട്ടിണി കിടന്നാണല്ലോ, ഇനി ഒരു കുടുംബത്തിനും ഈ ഒരവസ്ഥ നീ ഉണ്ടാക്കല്ല നാഥാ എന്ന് പറഞ്ഞ് എൻ്റെ ഉപ്പ ദുആ ചെയ്യും. അറിയോ, ആദ്യം എൻ്റെ ഉപ്പ പോകുന്നത് ഉപ്പയുടെ ഖബർസ്ഥാനിയിലേക്കാ. അവിടെ അലവി, എൻ്റെ ഉപ്പാൻ്റെ പേര് മുഹമ്മദ്, മരിച്ചിട്ട് 17 കൊല്ലമായി. ഉപ്പാൻ്റെ ഉപ്പ അലവി സാഹിബ് മരിച്ചിട്ട് ഉപ്പൻ്റെ 20 വയസ്സിലാണ് മരിച്ചത്, എനിക്കറിയില്ല. എന്നിട്ട് എൻ്റെ ഉപ്പ എൻ്റെ കയ്യും പിടിച്ചുകൊണ്ട് ആ സദസ്സിലേക്ക്, ആ പള്ളിൻ്റെ അടുത്തേക്ക്, ആ ഖബറിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ട് കയ്യങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് പറയും, കൈ ഉയർത്തിപ്പിടി, പടച്ച റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യണമെന്ന് പറയും. അവിടെ നിന്ന് അങ്ങ് പ്രാർത്ഥിക്കും. സുബ്ഹാനല്ലാഹ്, കുഞ്ഞു കുട്ടിയായ ഞാൻ അങ്ങനെ ആമീൻ പറയും. ഉപ്പ പ്രാർത്ഥിച്ചത് എന്താണെന്നറിയോ? അല്ലാഹുവേ, എൻ്റെ ഉപ്പാക്ക് പൊറുത്ത് കൊടുക്കണേ, നാളെ ഞാനും മരിക്കും, എന്നെയും ഈ ഖബറിലടക്കം ചെയ്യും. അന്നേരത്തെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞാക്കി റബ്ബേ, എൻ്റെ പൊന്നു മോനെ നീ മാറ്റണേ എന്ന് പറഞ്ഞ് ഉപ്പൻ്റെ കൈകൾ എൻ്റെ തലയിലന്ന് വീഴുന്ന ഒരു നേരമുണ്ട്. അല്ലാ, എൻ്റെ ഉപ്പൻ്റെ മുഖത്തേക്ക് ഞാൻ നോക്കുമ്പോൾ കണ്ണുനീർ തുള്ളികൾ വാർന്നൊലിക്കുന്നതാ കാണുന്നത്. എൻ്റെ ഉപ്പ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് റബ്ബേ? എന്താണ് എൻ്റെ ഉപ്പാക്കെന്ന് ചിന്തിക്കാനേ എനിക്ക് കഴിവുള്ളൂ. വർഷങ്ങൾ കടന്നുപോയി, എൻ്റെ ഉപ്പയങ്ങ് മരണപ്പെട്ടു പോയി, മറന്നില്ല പ്രാർത്ഥന ഒരിക്കലും പോയി. വർഷങ്ങൾ കടന്നുപോയി, ഞാനും വിവാഹിതനായി, എനിക്കും പടച്ച റബ്ബ് ഒരു മോനെ തന്നു. ആ മോൻ 7 വയസ്സായപ്പോൾ പിടിച്ചു ഞാൻ അവൻ്റെ കൈവിരൽ കൊണ്ടുപോയി അതേ മഹലിലേക്ക്. എൻ്റെ ഉപ്പ നടന്ന അതേ വഴിയിലൂടെ ഞാനും നടന്നു. ഉപ്പ എൻ്റെ ഖബറിൻ്റെ അടുത്തെത്തി, ഞാനും അങ്ങ് ദുആ ചെയ്തു, മോനെ നീ ആമീൻ പറയണമെന്ന് പറഞ്ഞു. സുമ്മ വല്ലാഹി, ഇത് ഉള്ളതാണ് കേട്ടോ, ഇത് പുസ്തകത്തിൽ വായിച്ചതല്ലോ, എൻ്റെ ജീവിതത്തിൽ അനുഭവങ്ങളാ. കൈകൾ ആകാശത്തേക്ക് ഉയർത്തി എൻ്റെ പൊന്നുപ്പക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ എൻ്റെ ഉപ്പാക്ക് പൊറുത്ത് കൊടുക്കണേ, നാളെ ഞാനും മരിക്കും, എന്നെയും ഈ ഖബറിലടക്കം ചെയ്യും. അന്നേരത്തെ എൻ്റെ മോനെ നീ പടച്ച റബ്ബേ ഇവിടെ ദുആ ചെയ്യുന്ന ഒരു കുട്ടിയാക്കി ഇവന് നീ മാറ്റണമേ അല്ലാ എന്ന് അവൻ്റെ തലയിൽ തൊട്ട് ഞാൻ എൻ്റെ ഉപ്പ കാണിച്ചു തന്ന, എൻ്റെ ഉപ്പ പഠിപ്പിച്ചു തന്ന ദുആ അങ്ങ് വെച്ച് കൊടുത്തപ്പോൾ സുബ്ഹാനല്ലാഹ്, എൻ്റെ കുഞ്ഞുമോനതാ വാവിട്ട് കരയുന്നു, അവിടുന്ന് പൊട്ടിക്കരയുന്നവിടുന്ന്. ആളുകൾ ഓടിക്കൂടി, മറ്റു ഖബറിൽ ദുആ ചെയ്യുന്നവരൊക്കെ ഓടിക്കൂടി. എൻ്റെ കുഞ്ഞുമോനെ സമാശ്വസിപ്പിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചൂടാ, എന്തിനാണ് എൻ്റെ കുട്ടി കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മോൻ പറയാ, ഉപ്പയല്ലേ പറഞ്ഞത് നാളെ ഉപ്പ മരിക്കുമെന്ന്, നാളെ എൻ്റെ ഉപ്പ മരിച്ചാൽ എൻ്റെ വിരൽ പിടിച്ചുകൊണ്ട് അങ്ങാടിയിലേക്ക് പോകാൻ എൻ്റെ ഉപ്പയുണ്ടാകില്ലല്ലോ, ഇങ്ങനെ പള്ളിയിലേക്ക് വരാൻ എൻ്റെ ഉപ്പയുടെ കൂടെ കളിക്കാൻ എനിക്ക് ഉപ്പയുണ്ടാകില്ലല്ലോ എന്നോർത്താണ് ഉപ്പ ഞാൻ കരഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ, നാളെ എന്നതിനർത്ഥം എൻ്റെ കുഞ്ഞുമോൻ മനസ്സിലാക്കിയത് ഒരു നാൾ എന്നല്ല, നാളെ ഞാൻ മരിക്കുകയാണെന്നാ. സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞു, ഇല്ലടാ, ഒരു നാൾ നീയും ഞാനും മരിക്കും, അതെന്നാണ് നിനക്കും എനിക്കും അറിയില്ലടാ, അള്ളാഹുവിന് മാത്രമേ അറിയൂ എന്നങ്ങ് പറഞ്ഞപ്പോഴാണ് അവൻ്റെ ചുണ്ടിൻ്റെ ഇടയിൽ ആ പല്ലുകൾ ഞാൻ കണ്ടത്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരുമ്മമാരെ, നാളെ ഞാൻ മരിക്കും, അത് സത്യമാ. നാളെ ഞാൻ മരിച്ചാൽ ആദ്യം ഞാനാണ് മരിക്കുന്നതെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മകൻ ഓടി വരുവോ ആ പള്ളിക്കാട്ടിലേക്ക്? സുമ്മ വല്ലാഹി വരും. എൻ്റെ പ്രിയപ്പെട്ട പിതാവ് എനിക്ക് കാണിച്ചു തന്നതാ, എൻ്റെ ഉപ്പാക്ക് എൻ്റെ ഉപ്പാൻ്റെ ഉപ്പ അലവി സാഹിബ് കാണിച്ചു കൊടുത്തതായിരിക്കും. ഇതല്ലേ പ്രിയപ്പെട്ടവരെ ഈ ചോരാത്ത് ഫാമിലിയിലും ഈ കുടുംബത്തിലും ആഗ്രഹിച്ചത് ഇത് തന്നെയല്ലേ? കുഞ്ഞു മക്കളുടെ പ്രാർത്ഥന,
അവരോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹം നിങ്ങൾ മരണപ്പെട്ടാലും നമ്മൾ മരണപ്പെട്ടാലും അവർ നമുക്ക് തിരിച്ചു നൽകിയിരിക്കും. ദുനിയാവിൽ ഇത് മാത്രമേ മക്കളിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അതിന് നിങ്ങൾ അവർക്ക് കൊടുക്കണം, അകമഴിഞ്ഞു കൊടുക്കണം സ്നേഹം. ഇഷ്ടപ്പെടാതിരിക്കുക, അവരെ നിങ്ങൾ സ്നേഹിക്കുക. അത് മാത്രമേ എനിക്ക് ഈ കുടുംബത്തോട് പറയാനുള്ളൂ. ഞാൻ ആ പറഞ്ഞതും നിങ്ങൾ കേട്ടതും പടച്ചറബ് സാലിഹായ അമലാക്കി സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ ഈ പറഞ്ഞതുപോലെ എൻ്റെ ഉമ്മയെക്കാളും നല്ല ഉമ്മകളായി, എൻ്റെ വാപ്പയെക്കാളും നല്ല വാപ്പയായി ഈ കുടുംബത്തിലെ കൊരാത്ത് ഫാമിലി മാറട്ടെ. അതിന് പടച്ച റബ്ബ് നമുക്കതിൻ്റെ എല്ലാ സൗകര്യങ്ങളും നിഅമത്തും ബർക്കത്തും പ്രദാനം ചൊരിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരു നേരമെങ്കിലും അവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. അത് മാത്രമേ മരണപ്പെട്ടു പോയ രക്ഷിതാക്കൾക്ക് വേണ്ടി ഒരു മകന് ചെയ്തു കൊടുക്കാനുള്ളൂ. സമ്പത്ത് അവർക്ക് വേണ്ട, എൻ്റെതൊന്നും അവർക്ക് വേണ്ട. ഈ ദുആ ഇന്ന് എടുക്കുന്ന ക്ലാസ് പരിപൂർണമായി അതിൻ്റെ പ്രതിഫലം മരിച്ചുപോയ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മൻ്റെയും ഉപ്പയുടെയും ഖബറിലേക്ക് റബ്ബേ നീ എത്തിച്ചു കൊടുക്കണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത്രയും നീണ്ട നേരം നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ടും ഒരു കുടുംബത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കി തന്ന, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ഹംസ അഞ്ചുമുക്കിൽ എന്നവർക്കുള്ള ഒരു ഉപഹാരവും സമർപ്പിക്കലാണ്. അതിനുവേണ്ടി ഹൃദയ പുരസ്കാരം കല്ലത്ത് ഹസീസ് ഹാജിയെ ക്ഷണിച്ചുകൊള്ളുന്നു.